Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം, സന്ധ്യയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಸಂಜೆ ವೇಳೆಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ഈ സന്ധ്യ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം നൽകി തന്ന നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. ಸಂಜೆಯ ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮೊಂದಿಗೆ ದೇವರ ವಾಕ್ಯದೊಂದಿಗೆ ನಿಲ್ಲುವುದಕ್ಕಾಗಿ ದೇವರು ಕೊಟ್ಟ ಅವಕಾಶಕ್ಕಾಗಿ ಸ್ತೋತ್ರಗಳು. കഴിഞ്ഞ പകലിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു. ಅಗಲ ವೇಳೆ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುವುದಕ್ಕಾಗಿ ದೇವರು ಸಹಾಯ ಮಾಡಿದ. കഴിഞ്ഞ പകലത്തെ യോഗം എത്ര പേർക്ക് വിടുതലായിരുന്നു? ಅಗಲಿನ ಆರಾಧನೆ ಎಷ್ಟು ಜನರಿಗೆ ಆಶೀರ್ವಾದವಾಗಿತ್ತು. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನೊಟ್ಟಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಲಿ. ഇന്ന് വൈകുന്നേരവും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ നമ്മളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ಸಂಜೆ ವೇಳೆಯಲ್ಲೂ ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡೋದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ದೇವರ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ഈ സന്ധ്യയിലും നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲೂ ನಮ್ಮ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾನೆ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ಬಹಳಷ್ಟು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ದೇವರ ಸನ್ನಿಧಾನಗಳಲ್ಲಿ ಆಗಿರೋಣವೇ. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ച് ಒಂದು ನಿಮಿಷ ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಟ್ಟು എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ಎಲ್ಲರೂ ದೇವರ ಸನ್ನಿಧಾನಗಳಲ್ಲಿ ಪ್ರಾರಂಭಿಸೋಣ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ആരും അടങ്ങിയിരിക്കല്ലേ. ಯಾರು ಸುಮ್ಮನೆ ಕುಳಿತುಕೊಳ್ಳಬಾರದು. എല്ലാ നാവുകളും ചലിപ്പിച്ച് ಎಲ್ಲ ನಾಲಿಗೆಗಳು ಚಲಿಸಲ್ಪಡಲಿ. എല്ലാ കണ്ണുകളും അടച്ച് ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಿ എല്ലാവരും വായെ തുറന്ന് ಎಲ್ಲರೂ ಬಾಯಿಗಳನ್ನು ತೆರೆದುಕೊಂಡು ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ಆತ್ಮನಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. വായെ തുറന്ന് പ്രാർത്ഥിച്ചേ. ಎಲ್ಲರೂ ಬಾಯಿಗಳನ್ನು ತೆರೆದುಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. സൗണ്ട് ഉയർന്നു നിൽക്കട്ടെ. ನಿಮ್ಮ ಶಬ್ದಗಳು ಮೇಲಕ್ಕೆ ಬರಲಿ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಮಾಡಿರಿ. ഓഡിറ്റോറിയം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ಈ ಆಡಿಟೋರಿಯಂ ಪೂರ್ತಿಯಾಗಿ ದೇವರ ಸಾನ್ನಿಧ್ಯಗಳಿಂದ ತುಂಬಲಿ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯದಿಂದ ತುಂಬಲಿ. ദൈവ ശക്തി കൊണ്ട് നിറയട്ടെ. ದೇವರ ಶಕ್ತಿಯಿಂದ ತುಂಬಲ್ಪಡಲಿ. ദൈവാത്മാവിനെ കൊണ്ട് ഇവിടെ നിറയട്ടെ. ದೇವರ ಆತ್ಮನಿಂದ ತುಂಬಲ್ಪಡಲಿ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. വചനം തുറന്നു വരട്ടെ. ವಾಕ್ಯದ ಆಳಗಳು ತೆರೆದು ಬರಲಿ. രോഗികൾ സൗഖ്യമാകട്ടെ. ರೋಗಿಗಳು ಸೌಖ್ಯ ಉಂಟಾಗಲಿ. ഭൂതങ്ങൾ അലറിയോടട്ടെ. ದೆವ್ವಗಳು ಆರ್ಭಟಿಸಿ ಓಡಲಿ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കട്ടെ. ಸಮಾಧಾನ ಇಲ್ಲದವರಿಗೆ ಸಮಾಧಾನ ಸಿಗಲಿ. സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം ലഭിക്കട്ടെ. ಸಂತೋಷ ಇಲ್ಲದವರಿಗೆ ಸಂತೋಷ ಸಿಗಲಿ. ജനമേശുവിനെ കണ്ടുമുട്ടുന്ന നിമിഷമായി, ಜನ ಯೇಸುವನ್ನು ಕಂಡುಕೊಳ್ಳುವಂತ ನಿಮಿಷವಾಗಿ, യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ അനുഭവിക്കുന്ന നിമിഷമായി, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಅನುಭವಿಸುವ ನಿಮಿಷವಾಗಿ, ഈ നിമിഷം ദൈവാത്മാവ് മാറ്റേണ്ടതിനായി, ಈ ನಿಮಿಷ ದೇವರ ಆತ್ಮನು ಮಾರ್ಪಡಿಸಬೇಕಾಗಿ ഒരുമിച്ച് ആത്മാവി പ്രാർത്ഥിക്കാം. ಒಟ್ಟಾಗಿ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ഒരുമിച്ച് ആത്മാവി പ്രാർത്ഥിക്കാം. ಒಟ್ಟಾಗಿ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. എല്ലാ വായും തുറന്ന് ಎಲ್ಲ ಬಾಯಿಗಳು ತೆರೆಯಲ್ಪಟ್ಟು ആ കരങ്ങളെ ചേർത്തടിച്ച്, ಆ ಕರಗಳನ್ನು ಸೇರಿಸಿ ತಟ್ಟಿ, ആ കരങ്ങളെ ചേർത്തടിച്ച്, ಆ ಕರಗಳನ್ನು ತಟ್ಟುತ್ತಾ ഓരോ ആത്മാവിൽ ആരാധിച്ച് ಸಾಲದು ಆತ್ಮದಲ್ಲಿ ಆರಾಧನೆ ಮಾಡಿ. പരിശുദ്ധാത്മാവാം ദൈവം ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನಾದ ದೇವರು ಇದರೊಳಗೆ ಇಳಿದು ಬರಲಿ. പരിശുദ്ധാത്മാവാം ദൈവം ഇറങ്ങി നിൽക്കട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನಾದ ದೇವರು ಇಳಿದು ಬರಲಿ. ഹോളി സ്പിരിറ്റിനെ സ്വാഗതം ചെയ്താട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಆಹ್ವಾನಿಸೋಣ. ഓ വചനവും ആത്മാവും വെളിപ്പെട്ടു വരട്ടെ. ವಾಕ್ಯವು ಆತ್ಮವು ಪ್ರಕಟವಾಗಿ ನಿಲ್ಲಲಿ. വചനവും ആത്മാവും വെളിപ്പെട്ടു വരട്ടെ. ವಾಕ್ಯವು ಆತ್ಮನು ಪ್ರಕಟವಾಗಿ ನಿಲ್ಲಲಿ. ദൈവ ശക്തി ഇതിന്റെ അകത്ത് ചലിച്ചിറങ്ങട്ടെ. ದೇವರ ಶಕ್ತಿ ಇದರೊಳಗೆ ಚಲಿಸಲ್ಪಡಲಿ. ദൈവ ശക്തി ഇതിന്റെ അകത്ത് ചലിച്ചിറങ്ങട്ടെ. ದೇವರ ಶಕ್ತಿ ಇದರೊಳಗೆ ಚಲಿಸಿ ಇಳಿಯಲಿ. ഓ ഡിബല ഹംദല ബൗഡബ ധിബല കദന പ്രവന ധുബല ജഗന ധിഗല വൈഡ ധിഗല ജഗന ധിഗല ജഗന ധിഗല രിഗല ഘടക ധിഗല ധിഗന അടകമന ഘടക ധിഗല ഘടക ധുബൽക്കമന ഘടക വൈഡി ബിരി ഘടക ജാല ഘടക സിയ ഹംദൻ പ്രൗഢി ബിരി ഘടക ജാല ഘടക ദീപ ജാല ഘടക ദീപൽക്കമന അതരം പ്രവചന ഘടക ജാല ഘടക വൈഡി ബിരി ഘടക ജാല ഘടക സിയ. പരിശുദ്ധാത്മാവേ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മനെ നിന്നെ തുമ്പൽപ്പെട്ടിರುವ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് പകലങ്ങ് അനുഗ്രഹിക്കണമേ. ನಮ್ಮನ್ನೊಟ್ಟಾಗಿ ಹಗಲು ವೇಳೆ ಆಶೀರ್ವಾದ
ಮಾಡು. വചന ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ವಾಕ್ಯದ ಆತ್ಮನಿಂದ ನಮ್ಮನ್ನು ತುಂಬಿಸು. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ. ആമേൻ. ಆಮೆನ್. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿದವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഹല്ലേലൂയ. ಆಮೆನ್. ലൂക്കോസിന്റെ സുവിശേഷം ಲೂಕನಿಗೆ ಬರೆದ ಸುವಾರ್ತೆ 11ാം അധ്യായം 11ನೇ ಅಧ್ಯಾಯ അതിന്റെ 11 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചു കേൾക്കപ്പെടും. ಅದರ 11ನೆಯ ವಾಕ್ಯದಿಂದ, ನಿಮ್ಮಲ್ಲಿ ತಂದೆಯಾದವನು ಮೀನನ್ನು ಕೇಳುವ ಮಗನಿಗೆ ಮೀನು ಕೊಡದೆ ಹಾವನ್ನು ಕೊಡುವನೇ? ಅಥವಾ ತತ್ತಿಯನ್ನು ಕೇಳಿದರೆ ಚೇಳನ್ನು ಕೊಡುವನೇ? ಹಾಗಾದರೆ ಕೆಟ್ಟವರಾದ ನೀವು ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆಯ ಪದಾರ್ಥಗಳನ್ನು ಕೊಡಬಲ್ಲವರಾದರೆ ಪರಲೋಕದಲ್ಲಿರುವ ನಿಮ್ಮ ತಂದೆಯು ತನ್ನನ್ನು ಬೇಡಿಕೊಳ್ಳುವವರಿಗೆ ಎಷ್ಟೋ ಹೆಚ್ಚಾಗಿ ಪವಿತ್ರಾತ್ಮವರವನ್ನು ಕೊಡುವನಲ್ಲವೇ ಅಂದನು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. വായിച്ചു കേൾക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ಕೇಳಿರುವಂತ ಒಳ್ಳೆ ವಾಕ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശു കർത്താവ് തന്റെ ശിഷ്യങ്ങളോട് കൈമാറിയ ഒരു കാര്യമാണ് ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಶಿಷ್ಯರುಗಳಿಗೆ ಹೇಳಿಕೊಟ್ಟಂತದ್ದು ವಾಕ್ಯ ಭಾಗವನ್ನು ನಾವಿಲ್ಲಿ ಓದಿದೆವು. അവിടെ യേശു കർത്താവ് ഇങ്ങനെ നിന്നപ്പോൾ തന്റെ ಶಿಷ್ಯന്മാർ ഇങ്ങനെ ഇരിക്കുകയാന്നിരിക്കട്ടെ. ಯೇಸು ಸ್ವಾಮಿ ಅಲ್ಲಿ ನಿಂತುಕೊಂಡಾಗ ತನ್ನ ಶಿಷ್ಯರುಗಳು ಈ ರೀತಿ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನೆನೆಸಿರಿ. യേശു കർത്താവ് അവരോട് ചോദിച്ച ചോദ്യമാണ്. ಯೇಸು ಅವರಲ್ಲಿ ಕೇಳಿದಂತ ವಿಷಯವಿದು. നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിക്കട്ടെ. ನಿಮ್ಮಲ್ಲಿ ಒಂದು ಮಗನಲ್ಲಿ ಅಥವಾ ಒಂದು ತಂದೆಯಲ್ಲಿ ಮಗನು ರೊಟ್ಟಿಯನ್ನು ಕೇಳಲಿ, അപ്പത്തിന് പകരം കല്ല് കൊടുക്കുമോ? ರೊಟ್ಟಿಗೆ ಬದಲಾಗಿ ಕಲ್ಲನ್ನು ಕೊಡುತ್ತಾನೋ? മീൻ ചോദിക്കട്ടെ. ಮೀನನ್ನು ಕೇಳುವ ಮಗನಿಗೆ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? ಮೀನಿಗೆ ಬದಲಾಗಿ ಹಾವನ್ನು ಕೊಡುತ್ತಾನೋ? ಮೊಟ್ಟೆ ചോദിച്ചാൽ ತತ್ತಿಯನ್ನು ಕೇಳಿದರೆ ಮೊಟ್ಟೆಗೆ പകരം തേളിനെ കൊടുക്കുമോ? ತತ್ತಿಗೆ ಮೊಟ್ಟೆಗೆ ಬದಲಾಗಿ ಚೇಳನ್ನು ಕೊಡುತ್ತಾನೆ. ദോഷികളായ നിങ്ങൾ, ಅಂದ್ರೆ ಕೆಟ್ಟವರಾಗಿರುವಂತ ನೀವುಗಳು, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു. ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆಯ ಪದಾರ್ಥಗಳನ್ನು ಕೊಡುವವರಾಗಿದ್ದೀರಿ. പിതാവിനോട് ചോദിക്കുന്നവർ ತಂದೆಯನ್ನು ಬೇಡಿಕೊಳ್ಳುವವರಿಗೆ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകി കൊടുക്കുന്നു? ಪರಿಶುದ್ಧ ಆತ್ಮನ ವರವನ್ನು ಎಷ್ಟು ಅಧಿಕವಾಗಿ ಕೊಡುವನು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ പിതാവിനോട് ചോദിപ്പീൻ. ನೀವು ತಂದೆಯನ್ನು ಕೇಳಿಕೊಳ್ಳಿರಿ. പിതാവിനോട് ചോദിച്ചാൽ, ನೀವು ತಂದೆಯಲ್ಲಿ ಕೇಳಿದರೆ ചോദിക്കുന്നവർക്ക്, ಕೇಳುವಂತವರಿಗೆ പരിശുദ്ധാത്മാവിനെ, ಪರಿಶುದ್ಧ ಆತ್ಮನನ್ನು എത്ര അധികം നൽകുന്നു? ಎಷ್ಟು ಅಧಿಕವಾಗಿ ಕೊಡುತ್ತಾನೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നവർ, ಇವತ್ತು ಹಗಲ ವೇಳೆ ಇದರೊಳಗೆ ಬಂದಿರುವಂತವರು പിതാവിനോട് ഒരു കാര്യം ചോദിക്കണം. ತಂದೆ ಹತ್ರ ಒಂದು ವಿಷಯವನ್ನು ಕೇಳಬೇಕು. ചോദിക്കുന്ന കാര്യം ഏറ്റവും വിലപ്പെട്ടതായിരിക്കും. ಕೇಳುವಂತ ವಿಷಯ ಬಹಳಷ್ಟು ಬೆಲೆಯುಳ್ಳದಾಗಿರಬೇಕು. ചോദിക്കുന്നവർക്ക് ആരെയും അവൻ വെറുതെ അയക്കത്തില്ല. ಕೇಳುವಂತ ವ್ಯಕ್ತಿಗಳನ್ನು ಆತನು ಸುಮ್ಮನೆ ಕಳಿಸುವುದಿಲ್ಲ. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳುತ್ತಾ ಇದೆ, ചോദിക്കുന്നവർക്ക് ಕೇಳುವಂತವರಿಗೆ എത്ര അധികമായി നൽകി കൊടുക്കുന്നു. ಎಷ್ಟು ಅಧಿಕವಾಗಿ ಕೊಡುವುದಕ್ಕೆ ಶಕ್ತನು. ഇന്ന് പകല് നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ, ಇವತ್ತು ಹಗಲ ವೇಳೆ ನೀವು ಬಂದಿರುವುದಾದರೆ, നിങ്ങൾ വന്നിരിക്കുന്നത് വെറുതെ ആകത്തില്ല. ನೀವು ಬಂದು ಕೂತಿರುವಂತದ್ದು ವ್ಯರ್ಥವಾಗುವುದಿಲ್ಲ. നിങ്ങൾ ഇതിന്റെ അകത്തിരിക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കണം. ಇದರ ಒಳಗೆ ಕುಳಿತಂತವರು ಕೇಳುತ್ತಲೇ ಇರಬೇಕು. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പക്ഷെ പലതും കാണാം. ನಿಮ್ಮ ಅಗತ್ಯಗಳೊಂದು ಬೇರೆ ಬೇರೆ ಇರಬಹುದು. നിങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് ನಿಮ್ಮ ಅಗತ್ಯಗಳನ್ನೆಲ್ಲ ಬದಿಗಿಟ್ಟುಕೊಂಡು നിങ്ങൾ പിതാവിനോട് ചോദിക്കണം. ನೀವು ತಂದೆಯಲ್ಲಿ ಕೇಳಿಕೊಳ್ಳಬೇಕು. പിതാവിന്റെ ആത്മാവിനെ ചോദിക്കണം. ತಂದೆಯಲ್ಲಿ ತನ್ನ ಆತ್ಮನ ವರವನ್ನು ಕೇಳಬೇಕು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. യേശു കർത്താവ് ಯೇಸು ಸ್ವಾಮಿ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ತನ್ನ ಶಿಷ್ಯರುಗಳಿಗೆ ಹೇಳಿದ, നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ, ಒಂದು ತಂದೆಯ ಹತ್ರ ಮಗನು ರೊಟ್ಟಿಯನ್ನು ಕೇಳಿದರೆ, നിങ്ങൾ ഒരിക്കലും അപ്പത്തിന് പകരം കല്ല് കൊടുക്കത്തില്ല. ನೀವು ಯಾವತ್ತಿಗೂ ರೊಟ್ಟಿಗೆ ಬದಲಾಗಿ ಅವನಿಗೆ ಕಲ್ಲು ಕೊಡುವುದಿಲ್ಲ. ഇതിന്റെ അകത്ത് മാതാപിതാക്കൾ ഇരിപ്പില്ലേ? ಇದರ ಒಳಗಡೆ ತಂದೆ ತಾಯಿಗಳಿದ್ದೀರಲ್ಲ, നിങ്ങളുടെ തലമുറകൾ, ನಿಮ್ಮ ಮಕ್ಕಳು, മമ്മി വിശക്കുന്നു, ತಾಯಿಯೇ ಹಸಿವಾಗುತ್ತಾ ಇದೆ, പപ്പ വിശക്കുന്നു, ಅಪ್ಪನೇ ಹಸಿವಾಗ್ತಾ ಇದೆ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അരികെ വന്നാൽ, ಆ ರೀತಿ ಹೇಳಿ ನಿಮ್ಮ ಬಳಿಗೆ ಬಂದರೆ, നിങ്ങൾ ആരെങ്കിലും ನಿಮ್ಮಲ್ಲಿ ಯಾರಾದರೂ അപ്പത്തിന് പകരം ರೊಟ್ಟಿಗೆ ಬದಲಾಗಿ കല്ലെടുത്ത് കൊടുക്കുമോ? ಕಲ್ಲನ್ನು ಕೊಡ್ತೀರಾ? പപ്പ പറയും, മോളെ ജോലിക്ക് പോയിട്ട് കുറെ ദിവസമായി, ಅವಾಗ ಹೇಳ್ತಾರೆ, ಮಗಳೇ ಕೆಲ್ಸಕ್ಕೆ ಹೋಗಿ ಸ್ವಲ್ಪ ದಿವಸ ಆಯ್ತು, അതുകൊണ്ട് എന്റെ കാശൊന്നുമില്ല, ಅದ ಕಾರಣ ನನ್ನ ಕೈಲಿ ಹಣವೇನು ಇಲ್ಲ, അതുകൊണ്ട് കല്ലെടുത്ത് തിന്നോളാൻ പറയുമോ? ಅದ ಕಾರಣ ನೀನು ಕಲ್ಲನ್ನು ತೆಗೆದು ತಿನ್ನೆಂಬುದಾಗಿ ಹೇಳ್ತಾರ? മമ്മി പറയുമോ? ತಾಯಿ ಹೇಳ್ತಾಳೋ, മോളെ പപ്പായ്ക്ക് ജോലിയില്ല, ಮಗಳೇ ತಂದೆಗೆ ಕೆಲಸ ಇಲ್ಲ, ജോലിക്ക് പോയിട്ട് ഒത്തിരി ദിവസമായി, ಕೆಲಸಕ್ಕೆ ಹೋಗಿ ಸ್ವಲ್ಪ ದಿವಸಗಳಾಯ್ತು, അതുകൊണ്ട് ഇവിടെ പൊടിയൊന്നുമില്ല, ಆದ್ರಿಂದ ಇಲ್ಲಿ ಏನು ಇಲ್ಲ, ಹುಡಿಗಳಿಲ್ಲ, ഇവിടെ അരിയൊന്നുമില്ല, ಇಲ್ಲಿ ಅಕ್ಕಿ ಇಲ್ಲ, അതുകൊണ്ട് മണ്ണ് കുഴച്ചപ്പം ഉണ്ടാക്കി തരുവോ? ಆದ್ರಿಂದ ಮಣ್ಣನ್ನು ಮೃದು ಮಾಡಿ ರೊಟ್ಟಿ ಮಾಡಿ ಕೊಡ್ತಾರ?
ഇതുവരെ ആരെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ಇಷ್ಟರವರೆಗೆ ಯಾರಾದರೂ ನಿಮಗೆ ಆ ರೀತಿ ಮಾಡಿ ಕೊಟ್ಟಿದ್ದಾರಾ? ഏതെങ്കിലും മാതാപിതാക്കൾ തന്നിട്ടുണ്ടോ? ಯಾವುದಾದ್ರೂ ತಂದೆ ತಾಯಿಗಳು ಕೊಟ್ಟಿದ್ದಾರಾ? ഒരിക്കലും തന്നിട്ടില്ല. ಯಾವತ್ತಿಗೂ ಕೊಡುವುದಿಲ್ಲ അല്ലേ? ಹೌದಲ್ವೇ? Praise the Lord. Hallelujah. നിങ്ങളുടെ മാതാപിതാക്കൾ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳು നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ನಿಮಗೆ ಬಹಳಷ್ಟು ಉತ್ತಮವಾದದ್ದು നൽകി തരുന്നു. ಕೊಡುವವರಾಗಿದ್ದಾರೆ. എല്ലാ മാതാപിതാക്കളും ಎಲ್ಲ ತಂದೆ ತಾಯಿಗಳು അവര് കഴിച്ചില്ലെങ്കിലും ಅವರು ಒಂದು ವೇಳೆ ತಿನ್ನದೇ ಇದ್ರು അവരുടെ തലമുറകൾക്ക് ಅವರ ಮಕ್ಕಳಿಗೆ വയറ് നിറച്ച ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നു. ಹೊಟ್ಟೆ ತುಂಬಾ ಆಹಾರವನ್ನು ಕೊಟ್ಟು ತೃಪ್ತಿಪಡಿಸುತ್ತಾರೆ. ഇന്ന് പകലിൽ ಇವತ್ತು ಹಗಲ ವೇಳೆಯಲ್ಲಿಯೂ ഇതിന്റെ അകത്തൊരു സാന്നിധ്യം ഇറങ്ങി നിൽപ്പുണ്ട്. ಇದರ ಒಳಗಡೆ ಒಂದು ಸಾನ್ನಿಧ್ಯ ಬೆಳೆದು ನಿಂತಿದೆ. നമ്മുടെ അപ്പൻ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ನಮ್ಮ ತಂದೆ ಇದರೊಳಗೆ ಬಂದಿದ್ದಾನೆ. ഇന്ന് പകലിൽ അവൻ നിങ്ങളെ വിശപ്പോട് അയക്കത്തില്ല. ಇವತ್ತು ಹಗಲ ವೇಳೆ ಆತ ನಿಮ್ಮನ್ನು ಹಸಿವೆಯಿಂದ ಕಳಿಸುವುದಿಲ್ಲ. നിങ്ങളുടെ വയറ് നിറച്ചു വേണ്ടത് ನಿಮ್ಮ ಹೊಟ್ಟೆಗೆ ಪೂರ್ತಿ ಬೇಕಾದನ್ನು ഇന്ന് പകലിൽ യേശു കർത്താവ് നൽകി തരുന്ന പകല. ಇವತ್ತು ಹಗಲು ಯೇಸು ಸ್ವಾಮಿ ಕೊಡುವಂತ ಹಗಲು ವೇಳೆ. Hallelujah. 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 Praise the Lord. Amen. വീണ്ടും യേശു കർത്താവ് ചോദിച്ചു, ಮತ್ತೆ ಯೇಸು ಸ್ವಾಮಿ ಕೇಳಿದ, മീൻ നിങ്ങളുടെ വീട്ടിലില്ല. ಒಂದು ವೇಳೆ ಮೀನು ನಿಮ್ಮ ಮನೆಯಲ್ಲಿಲ್ಲ, നിങ്ങൾക്ക് മീൻ വേണം, ನಿಮಗೆ ಮೀನು ತಿನ್ನಬೇಕು. നിങ്ങൾ പറയാ മമ്മി മീൻ വേണം, ನೀವು ಹೇಳ್ತೀರಿ ತಾಯಿಯೇ ನನಗೆ ಸ್ವಲ್ಪ ಮೀನು ತೆಗೆದುಕೊಡು, പപ്പ മീൻ വേണം. ತಂದೆಗೆ ಮೀನು ಬೇಕು ನನಗೆ. അപ്പോൾ മീൻകാരൻ അതിലൊന്നും വരുന്നുമില്ല. ಮೀನು ಮಾರುವಂತವನು ಆ ದಾರಿಯಿಂದ ಬರ್ತಾನೂ ಇಲ್ಲ. മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ മീനില്ല. ಮಾರ್ಕೆಟ್ಗೆ ಹೋದಾಗ ಅಲ್ಲೂ ಮೀನಿಲ್ಲ. ഒരു പക്ഷെ മീൻ മേടിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. ಒಂದು ವೇಳೆ ಮೀನು ತೆಗೆಯುವಂತ ಹಣವು ನಿಮ್ಮ ಕೈಯಲ್ಲಿಲ್ಲ. അയ്യോ, അപ്പോൾ അതിലൊരു മൂർഖൻ പാമ്പ് പോയി. ಅವಾಗ ಅಲ್ಲಿ ಒಂದು ಹೆಬ್ಬಾವು ಹೋಯ್ತು. അതിനെ തല്ലിക്കൊന്ന് നിങ്ങൾക്ക് കറി വെച്ച് തന്നിട്ടുണ്ടോ? ಆ ಹೆಬ್ಬಾವನ್ನು ಒಡೆದು ಕೊಂದು ಅದನ್ನು ನಿಮಗೆ ಸಾರು ಮಾಡಿ ಕೊಡ್ತಾರಾ? മീൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു പാമ്പിനെ. ಮೀನು ಸಿಗ್ಲಿಲ್ಲ, ಅದಕ್ಕೆ ಬದಲೊಂದು ಹಾವು. മീന് പകരം പാമ്പിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? ಮೀನಿಗೆ ಬದಲು ಹಾವಿರ್ಲಿ ಅಂತ ಹೇಳಿ ಕೊಟ್ಟಿದ್ದಾರೋ? ഇല്ല, ಇಲ್ಲ, ആർക്കും തന്നിട്ടില്ല. ಯಾರಿಗೆ ಕೊಡ್ಲಿಲ್ಲ. Praise the Lord. ಆಮೆನ್. മീന് പകരം പാമ്പിനെ തന്നിട്ടില്ല. ಮೀನಿಗೆ ಬದಲಾಗಿ ಹಾವನ್ನು ಕೊಡಲಿಲ್ಲ. ചില പിള്ളേർക്ക് ಕೆಲ ಮಕ್ಕಳಿಗೆ ഭയങ്കര തന്നിഷ്ടമുണ്ടോ? ಅವರಿಗೆ ಅವರದೇ ಆದ ಇಷ್ಟ ಇರುತ್ತೆ ಮಕ್ಕಳಿಗೆ. ചില ആഹാരം വേണമെന്ന് പറഞ്ഞാൽ അന്നേരം അവർക്ക് മേടിച്ചു കൊടുക്കണം. ಕೆಲವರು ಗಲಾಟೆ ಮಾಡ್ತಾರೆ, ನನಗೆ ಆಹಾರ ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಅವಾಗಲೇ ಅವರಿಗೆ ತೆಗೆದುಕೊಡಬೇಕು. ഇവരില്ലെങ്കിൽ അവർ വീണ് എഴുന്നേറ്റും എല്ലാം കിടന്ന് കഴിയും. ಇಲ್ಲದೆ ಇದ್ರೆ ಅವರು ಕೆಳಗಡೆ ಬಿದ್ದು ಗಲಾಟೆ ಮಾಡಿ ಹೇಳ್ತಾರೆ. ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു ಮೊಟ್ಟೆ വേണം, ನನಗೆ ಮೊಟ್ಟೆ ಬೇಕು ಅಂತ ಕೆಲವು ಮಕ್ಕಳು ಹೇಳ್ತಾರೆ. ಮೊಟ್ಟೆ അവിടില്ല. ಒಂದು ವೇಳೆ ಮೊಟ್ಟೆ ಇಲ್ಲ, അപ്പൊ ಮೊಟ್ಟೆ പോലെ ഇരിക്കുന്ന തേളിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ಮೊಟ್ಟೆ ತರ ಇರುವಂತ ಚೇಳನ್ನು ಹಿಡ್ಕೊಂಡು ನಿಮಗೆ ಕೊಡ್ತಾರಾ? പുഴുങ്ങി തന്നിട്ടുണ്ടോ? ಅದನ್ನು ಬೇಯಿಸಿ ಕೊಡ್ತಾರಾ? അതോ ഓംപ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ? ಅಥವಾ ಅದನ್ನು ಆಮ್ಲೆಟ್ ಮಾಡಿ ಕೊಡ್ತಾರಾ? ഇല്ല, ഒരിക്കലും തന്നിട്ടില്ല. ಇಲ್ಲ, ಯಾವತ್ತಿಗೂ ಕೊಡುವುದಿಲ್ಲ. നിങ്ങൾക്ക് ഏറ്റവും നല്ല ആഹാരങ്ങൾ, ನಿಮಗೆ ಬಹಳಷ್ಟು ಉತ್ತಮವಾದ ಆಹಾರವನ್ನು നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. നിങ്ങൾ ഓരോരുത്തരും ನಿಮ್ಮಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರು നിങ്ങളുടെ തലമുറകൾക്ക്, ನಿಮ್ಮ ಸಂತತಿಗಳಿಗೆ നിങ്ങളുടെ ഭൗതിക നന്മകൾക്കകത്തു നിന്ന്, ನಿಮ್ಮ ಆರ್ಥಿಕವಾಗಿರುವಂತ ಆಶೀರ್ವಾದದ ಒಳಗೆ ನಿಂತುಕೊಂಡು അതിന്റെ അകത്തു നിന്ന് ഏറ്റവും നല്ലത് കൊടുക്കുന്നു. ಅದರ ಒಳಗಿಂದ ಬಹಳಷ್ಟು ಬೆಲೆಗೆ ಉತ್ತಮವಾದದನ್ನು ನೀವು ಕೊಡ್ತೀರಿ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഏറ്റവും നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു, ಒಳ್ಳೆಯ ಬಟ್ಟೆಯನ್ನು ತೆಗೆದುಕೊಡ್ತೀರಿ. നല്ല സ്കൂൾ ബാഗ് മേടിച്ചു കൊടുക്കുന്നു, ಒಳ್ಳೆಯ ಸ್ಕೂಲ್ ಬ್ಯಾಗ್ ಅನ್ನು ತೆಗೆದುಕೊಡ್ತೀರಿ. നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു, ಒಳ್ಳೆಯ ಸ್ಕೂಲ್ಗಳಿಗೆ ಸೇರಿಸ್ತೀರಿ. നല്ല ആഹാരങ്ങൾ കൊടുക്കുന്നു, ಒಳ್ಳೆಯ ಆಹಾರವನ್ನು ಕೊಡುತ್ತೀರಿ. നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നു, ಒಳ್ಳೆಯ ಬುದ್ಧಿಯನ್ನು ಹೇಳಿಕೊಡ್ತೀರಿ. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ಒಳ್ಳೆಯ ವಿಷಯವನ್ನು ಹೇಳಿಕೊಡ್ತೀರಿ. എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? ಇವೆಲ್ಲನ್ನು ಯಾತಕ್ಕೋಸ್ಕರವಾಗಿ ಮಾಡುತ್ತಾ ಇದ್ದೀರಿ? അവര് മോശമായി വരാനാണോ? ಅವರು ಕೆಟ್ಟವರಾಗಿ ಬೆಳೆಯುವುದಕ್ಕ? അവര് നല്ലതായി വരാൻ. ಕಾರಣ ಅವರು ಉತ್ತಮ ಮಕ್ಕಳಾಗಿ ಬೆಳೆದು ಬರಬೇಕು. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു, ಎಲ್ಲ ತಂದೆ ತಾಯಿಗಳು ಇಚ್ಛೆ ಪಡುತ್ತಾರೆ, ಅವರ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, ಅವರ ಸಂತತಿಗಳು ಆಶೀರ್ವಾದ ಹೊಂದಬೇಕೆಂಬುದಾಗಿ. നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, ಒಳ್ಳೆಯ ವಿದ್ಯಾಭ್ಯಾಸ ಅವರಿಗೆ ಸಿಗಬೇಕು, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാകണം, ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವಂತವರಾಗಬೇಕು, നല്ല ആത്മീകമുള്ളവരാകണം, ಒಳ್ಳೆಯ ಆತ್ಮೀಕತೆ ಇರುವವರಾಗಿರಬೇಕು, നല്ല രീതിയിൽ അവർ പഠിച്ചു കയറണം, ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಕಲಿತು ಬೆಳೆಯಬೇಕು, ദേശത്ത് അവർ മാനിക്കപ്പെടണം, ದೇಶದಲ್ಲಿ ಗೌರವಿಸಲ್ಪಡಬೇಕು, അവർ ഉയർന്ന നിലവാരത്തിൽ വരണം, ಅವರು ಬೆಳೆದು ಒಳ್ಳೆಯ ಸ್ಥಾನಕ್ಕೆ ಬರಬೇಕು, നല്ല നല്ല സ്ഥാനങ്ങൾ അവർ ജോലി ചെയ്യണം, ಒಳ್ಳೆ ಸ್ಥಾನಗಳಲ್ಲಿ ಕೆಲಸ ಮಾಡಬೇಕು, വലിയ വലിയ പാസ്റ്റർമാരാകണം, ಒಳ್ಳೆ ಸೇವಕರುಗಳಾಗಬೇಕು. ഇങ്ങനെ ഓരോരുത്തരെ അകത്ത് ആഗ്രഹങ്ങളുണ്ട്. ಒಬ್ಬೊಬ್ಬರ ಮನಸ್ಸಿನೊಳಗೆ ಅವರವರದೇ ಆಗಿರುವಂತಹ ಆಗ್ರಹಗಳಿದೆ. ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ്. ನಿಮ್ಮ ಆಸೆಗಳೆಲ್ಲೂ ಒಳ್ಳೆಯದೇ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ആഗ്രഹങ്ങളില്ലാത്ത ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? ಆಗ್ರಹಗಳು ಆಸೆಗಳು ಇಲ್ಲದವರು ಯಾರಾದರೂ ಇಲ್ಲಿ ಇದ್ದೀರಾ?
ಇದ್ದೀರಾ? ആരുമില്ല. ಯಾರು ಇಲ್ಲ. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ಎಲ್ಲರಿಗೂ ಅವರದೇ ಆಗಿರುವಂತಹ ಆಸೆಗಳಿದೆ. അതനുസരിച്ച് നിങ്ങളുടെ തലമുറകൾക്ക് നല്ലത് കൊടുക്കുന്നു. ಅದಕ್ಕನುಸಾರವಾಗಿ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆಯದನ್ನು ನೀವು ಕೊಡ್ತೀರಿ. നിങ്ങൾ നല്ല നല്ല ആഹാരം കൊടുത്ത് നല്ല നല്ല രീതിയിൽ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു. ಒಳ್ಳೆಯ ಒಳ್ಳೆಯ ಆಹಾರಗಳನ್ನು ಕೊಟ್ಟು ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಬೆಳೆಸಿಕೊಂಡು ಬರ್ತಾ ಇದ್ದೀರಿ. ഇന്ന് പകലിൽ യേശു കർത്താവും ಇವತ್ತು ಹಗಲ ವೇಳೆ ಯೇಸು ಸ್ವಾಮಿ നല്ല വചനങ്ങൾ നിങ്ങൾക്ക് കൈമാറി, ಒಳ್ಳೆಯ ವಾಕ್ಯಗಳು ನಿಮ್ಮೊಂದಿಗೆ ಕೊಡ್ತಾ ಇದ್ದರು. പരിശുദ്ധാത്മാവിനെ കൈമാറി, ಪರಿಶುದ್ಧಾತ್ಮನ ನಿಮಗೆ ಕೊಟ್ಟನು. അവൻ നമ്മുടെ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നു. ಆತನು ನಮ್ಮ ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆಯನ್ನು ಇಷ್ಟಪಡುತ್ತಾನೆ. ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ, ಶಕ್ತವಾಗಿ ದೇವರಿಂದ ಪ್ರಯೋಜನ ಹೊಂದುವುದಕ್ಕೋಸ್ಕರ, ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി മാറുവാൻ, ದೇವರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಯೋಜನವುಳ್ಳವರಾಗಿ ಮಾರ್ಪಡುವುದಕ್ಕೆ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ಪ್ರತಿಯೊಬ್ಬರ ಕುರಿತಾಗಿ ದೇವರು ಇಚ್ಛೆಪಡುತ್ತಿದ್ದಾನೆ. ഇന്ന് പകലിൽ നിങ്ങളും ആഗ്രഹിക്കുക, ಇವತ್ತು ಹಗಲು ನೀವು ಅದೇ ರೀತಿಯಾಗಿ ಇಚ್ಛೆಪಡ್ರಿ. എനിക്ക് ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്ന ഒരു വ്യക്തിയായി മാറണം. ನನಗೆ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಯೋಜನವುಳ್ಳ ವ್ಯಕ್ತಿಯಾಗಬೇಕು. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ, ನೀವು ಪ್ರಾರ್ಥನೆಯಿಂದ ಇರುವುದಾದರೆ, നിങ്ങളുടെ മേൽ ഇന്ന് പകലിൽ വീഴുന്ന അഭിഷേകം ನಿಮ್ಮ ಮೇಲೆ ಬೀಳುವಂತ ಅಭಿಷೇಕ ലോകത്തിന് വേണ്ടിയല്ല, ಅದು ಪ್ರಪಂಚಕ್ಕೆ ಈ ಲೋಕಕ್ಕೆ ಇರುವಂತದ್ದಲ್ಲ, മറിച്ച് ആത്മീകപരമായി ಬದಲು ಆತ್ಮೀಕವಾಗಿ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി, ದೇವರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಯೋಜನವುಳ್ಳವರಾಗಿ ಮಾಡಿ, ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി, ದೇವರ ರಾಜ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಯೋಜನವುಳ್ಳವರನ್ನಾಗಿ ಮಾಡಿ, വേലയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളവരാക്കി, ದೇವರ ಸೇವೆಗಾಗಿ ಪ್ರಯೋಜನವುಳ್ಳವರಾಗಿ ಮಾಡಿ ദൈവം നിങ്ങളെ മാറ്റുവാനിടയാകും. ದೇವರು ನಿಮ್ಮನ್ನು ನೇಮಿಸುತ್ತಾನೆ. എത്ര പേർക്ക് അതിന്റെ അകത്ത് സന്തോഷമുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅದರೊಳಗೆ ಸಂತೋಷವಿದೆ? അവർ കരങ്ങളെ തട്ടി ദൈവത്തെ ಅವರ സ്തുതിച്ചാട്ടെ. ಕರವನ್ನು ತಟ್ಟಿಕೊಂಡು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಕರಗಳನ್ನು ತಟ್ಟಿಕೊಂಡು ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. ಭಿಕ್ಷೆ ಯಾಚನೆ ಮಾಡಿ ಜೀವಿಸುವಂತವರಿದ್ದಾರೆ. അവർ അവരുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്തുന്നില്ല. ಅವರು ಅವರ ಮಕ್ಕಳನ್ನು ಹಸಿವೆಯಿಂದ ಬಿಡುವುದಕ್ಕಾಗಿ ಬಿಡುವುದಿಲ್ಲ. ഭിക്ഷയെടുത്ത് കിട്ടുന്നതിന്റെ അകത്തു നിന്ന് ಭಿಕ್ಷೆ ಬೇಡಿ ಸಿಗುವುದರಿಂದ ഏറ്റവും നല്ലത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ കൊടുക്കുന്നു. ಉತ್ತಮವಾದದ್ದನ್ನು ತಮ್ಮ ಮಕ್ಕಳಿಗೆ ಅವರು ಕೊಡ್ತಾರೆ. കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരുണ്ട്. ಕೂಲಿ ಕೆಲಸ ಮಾಡಿಕೊಂಡು ಬದುಕುವಂತವರಿದ್ದಾರೆ. കൂലിപ്പണി എടുത്ത് കിട്ടുന്നതിന്റെ അകത്തുനിന്ന് ಕೂಲಿ ಕೆಲಸ ಮಾಡಿಕೊಂಡು ಸಿಗುವುದರ ಒಳಗಿಂದ ഏറ്റവും നല്ലത് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ಉತ್ತಮವಾದನ್ನು ಮಕ್ಕಳಿಗೆ ಕೊಡುತ್ತಾರೆ. ചെറിയ ചെറിയ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ಚಿಕ್ಕ ಚಿಕ್ಕ ಆಫೀಸುಗಳಲ್ಲಿ ಕೆಲಸ ಮಾಡುವಂತವರಿದ್ದಾರೆ. ചെറിയ ചെറിയ ശമ്പളമേ അവർക്കുള്ളൂ. ಚಿಕ್ಕ ಚಿಕ್ಕ ಸಂಬಳಗಳು ಮಾತ್ರ ಅವರಿಗಿರಬಹುದು. അവരതനുസരിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ಅವರು ಅದಕ್ಕನುಗುಣವಾಗಿ ತಮ್ಮ ಮಕ್ಕಳನ್ನು ಬೆಳೆಸ್ತಾ ಇರ್ತಾರೆ. വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ದೊಡ್ಡ ದೊಡ್ಡ ವ್ಯಾಪಾರ ಮಾಡುವಂತವರಿದ್ದಾರೆ. വലിയ വലിയ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ದೊಡ್ಡ ದೊಡ್ಡ ಆಫೀಸುಗಳಲ್ಲಿ ಕೆಲಸ ಮಾಡುವಂತವರಿದ್ದಾರೆ. ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നവരുണ്ട്. ಲಕ್ಷಗಳು ಸಂಪಾದನೆ ಮಾಡುವಂತವರಿದ್ದಾರೆ. അവരതനുസരിച്ച് അവരുടെ തലമുറകളെ പഠിപ്പിക്കും. ಅವರು ಅದಕ್ಕನುಸಾರವಾಗಿ ತಮ್ಮ ಮಕ್ಕಳನ್ನು ಕಲಿಸುತ್ತಾರೆ. ഓരോരുത്തരും അവരുടെ തലമുറകൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്നു. ಪ್ರತಿಯೊಬ್ಬರು ಅವರ ಸಂತತಿಗಳಿಗೆ ಉತ್ತಮವಾದದನ್ನು ಕೊಡುತ್ತಾರೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് രാത്രിയിൽ ಇವತ್ತು ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮನು വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ಬಂದಿರುವಂತ ನಿಮ್ಮಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ഏറ്റവും നല്ലത് കൈമാറി തരാൻ ആഗ്രഹിക്കുന്നു. ಬಹಳಷ್ಟು ಉತ್ತಮವಾದದನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಡುತ್ತೇನೆ. ഏറ്റവും നല്ലത് കൈമാറി തരാൻ ആഗ്രഹിക്കുന്നു. ಉತ್ತಮವಾದನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಡುತ್ತೇನೆ. ഏറ്റവും നല്ലത് കൈമാറി തരാൻ ആഗ്രഹിക്കുന്നു. ಬಹಳ ಉತ್ತಮವಾದನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಡುತ್ತೇನೆ. നല്ലത് കൈമാറി തരാൻ ആഗ്രഹിക്കുന്നു. ಒಳ್ಳೆಯದನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಡುತ್ತೇನೆ. നല്ലത് കൈമാറി തരാൻ ಬಹಳಷ್ಟು ആഗ്രഹിക്കുന്നു. ಒಳ್ಳೆಯದನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಡುತ್ತಾನೆ. നിങ്ങളെ ആരെ അവൻ വെറുതെ അയക്കത്തില്ല. ನಿಮ್ಮನ್ನು ಯಾರನ್ನು ಆತನು ಸುಮ್ಮನೆ ಕಳಿಸುವುದಿಲ್ಲ. വെറുതെ അയക്കത്തില്ല. ಆತನು ಯಾರನ್ನು ಸುಮ್ಮನೆ ಕಳಿಸುವುದಿಲ್ಲ. ഏറ്റവും നല്ലത് കൈമാറി തരാൻ ആഗ്രഹിക്കുന്നു. ಬಹಳಷ್ಟು ಉತ್ತಮವಾದವನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಡುತ್ತಾನೆ. ഏറ്റവും നല്ലത് എന്താണെന്നറിയാമോ? ಬಹಳಷ್ಟು ಉತ್ತಮವಾದದ್ದು ಯಾವುದು ಗೊತ್ತೇ? ഏറ്റവും ബലപ്പെട്ടത്, ಬಹಳಷ್ಟು ಬೆಲೆಯುತವಾದದ್ದು, ഏറ്റവും വിലയേറിയത്, ಬಹಳಷ್ಟು ಬೆಲೆಯುತವಾದದ್ದು, ഏറ്റവും മാന്യമേറിയത്, ಬಹಳಷ್ಟು ಮಾನ್ಯವಾಗಿರುವಂತದ್ದು ഒന്ന് നിങ്ങൾ ചോദിക്കണം. ಒಂದೇ ಒಂದು ನೀವು ಕೇಳಬೇಕು. അത് അപ്പം ചോദിക്കാനല്ല പറഞ്ഞത്. ಅದು ರೊಟ್ಟಿಯನ್ನು ಕೇಳುವುದಕ್ಕಾಗಲ್ಲ. അത് മീൻ ചോദിക്കാനല്ല പറഞ്ഞത്. ಅದು ಮೀನನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ ಹೇಳುತ್ತಾ ಇಲ್ಲ. അത് മുട്ട ചോദിക്കാനല്ല പറഞ്ഞത്. ಅದು ತಿತ್ತಿಯನ್ನು ಕೇಳಲಿಕ್ಕಾಗಿಯಲ್ಲ ಹೇಳುತ್ತಿರುವುದು. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കും. ಕೆಟ್ಟವರಾಗಿರುವಂತ ನೀವುಗಳು ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆಯ ಪದಾರ್ಥವನ್ನು ಕೊಡುತ್ತೀರಿ. പിതാവിനോട് ചോദിക്കണം. ನಿಮ್ಮ ತಂದೆಯನ್ನು ಬೇಡಿಕೊಂಡರೆ അത് ഈ ലോകത്തിലെ ഭൗതിക നന്മയല്ല, ಅದು ಈ ಲೋಕದ ಆಶೀರ್ವಾದವಲ್ಲ. ഭക്ഷണകാര്യങ്ങൾ ചോദിക്കാനല്ല, ಆಹಾರ ಸಾಮಗ್ರಿಗಳನ್ನು ಕೇಳುವುದಕ್ಕೆ ಅಲ್ಲ, വീട് ചോദിക്കാനല്ല, ಒಂದು ಮನೆಯನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ ಅಲ್ಲ, ഡ്രസ് ചോദിക്കാനല്ല, ಜಾಸ್ತಿ ಬಟ್ಟೆಗಳನ್ನು ಕೇಳುವುದಕ್ಕೆ
ಕೇಳುವುದಕ್ಕಾಗಲ್ಲ, വണ്ടി ഓടിക്കാനല്ല, ಒಂದು ವಾಹನವನ್ನು ಕೇಳುವುದಕ್ಕಾಗಲ್ಲ, പണം ചോദിക്കാനല്ല, ತುಂಬಾ ಹಣವನ್ನು ಕೇಳುವುದಕ್ಕಾಗಲ್ಲ. യേശു കർത്താവ് പറയുകയാണ്, ಯೇಸು ಸ್ವಾಮಿ ಹೇಳುತ್ತಿದ್ದಾನೆ, നിങ്ങൾ ചോദിക്കണം, ನೀವು ಕೇಳಿಕೊಳ್ಳಬೇಕು, പിതാവിനോട് ചോദിക്കണം, ತಂದೆಯ ಬಳಿ ಕೇಳಬೇಕು, പിതാവിന്റെ ആത്മാവിനെ ചോദിക്കണം, ತಂದೆಯ ಆತ್ಮನ ಶಕ್ತಿ ಕೇಳಬೇಕು, ആത്മാവിനെ ചോദിക്കണം, ಆತ್ಮನ ವರ ಕೇಳಬೇಕು. ഏറ്റവും വിലയേറിയതാ, ಈ ಪ್ರಪಂಚದಲ್ಲಿ ಬಹಳಷ್ಟು ಬೆಲೆಯುಳ್ಳದು, ഏറ്റവും വിലപ്പെട്ടതാ, ಬಹಳಷ್ಟು ಬೆಲೆಯುತವಾದದ್ದು. ഇന്ന് പകല് ചോദിക്കുന്ന, ಇವತ್ತು ಆಗಲಿ ಕೇಳುವಂತಹ എത്ര പേര് ഇതിന്റെ അകത്തുണ്ടോ? ಎಷ್ಟು ಜನ ಇದರ ಒಳಗೆ ಇದ್ದೀರಿ? ഇന്ന് പകല് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ, ಇವತ್ತು ಆಗಲು ನೀವು ಕೇಳುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರೆ ഏറ്റവും നല്ലത് ചോദിക്കാവുള്ളൂ. ಬಹಳಷ್ಟು ಉತ್ತಮವಾದನ್ನು ಕೇಳಿರಿ. ഏറ്റവും നല്ലത് എന്താണ്? ಬಹಳಷ್ಟು ಉತ್ತಮವಾದದ್ದು അത് ಯಾವುದು? ദൈവത്തിന്റെ ആത്മാവാണ്, ಅದು ದೇವರ ಆತ್ಮನಾಗಿದ್ದಾನೆ, ദൈവത്തിന്റെ അഭിഷേകമാണ്, ಅದು ದೇವರ ಅಭಿಷೇಕವಾಗಿದೆ, ദൈവത്തിന്റെ ശക്തിയാണ്. ಅದು ದೇವರ ಶಕ್ತಿಯಾಗಿದೆ. ദൈവത്തെ സ്വന്തമാക്കുക, ದೇವರನ್ನು ಸ್ವಂತ ಮಾಡಿಕೊಳ್ಳಿರಿ, ദൈവ രാജ്യത്തെ സ്വന്തമാക്കുക. ದೇವರ ರಾಜ್ಯವನ್ನು ಸ್ವಂತ ಮಾಡಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാ, ಉಳಿದದೆಲ್ಲವೂ ನಾಶವಾಗಿ ಹೋಗುವಂಥದ್ದು. ഭൂമി നിങ്ങൾ ചോദിച്ചു മേടിക്കുന്നതല്ല, ಈ ಭೂಮಿಯಲ್ಲಿ ನೀವು ಕೇಳಿ ಪಡೆದುಕೊಳ್ಳುವಂಥದ್ದೆಲ್ಲ ബാക്കിയെല്ലാം നശിച്ചു പോകും. ಉಳಿದದೆಲ್ಲವೂ ಕೆಟ್ಟು ಹೋಗುತ್ತೆ. ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വസ്തുവകകൾ, ಈ ಭೂಮಿಯಲ್ಲಿ ಉಂಟು ಮಾಡುವಂತ ಎಲ್ಲ ವಸ್ತುಗಳು, ವಸ್ತ್ರಗಳು, ವಾಹನಗಳು ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ಇವೆಲ್ಲವೂ ಹೋಗುತ್ತಾನೆ ಇರುತ್ತೆ. ഇതൊന്നും നിലനിൽക്കത്തില്ല. ಇದು ಯಾವುದು ಸ್ಥಿರವಾಗಿರುವುದಿಲ್ಲ. പഴക്കം ചെന്നു, ಇದೆಲ್ಲ ಹಳೆಯದಾಗುತ್ತೆ. പക്ഷെ പഴക്കം ചെന്നാത്ത ഒന്നുണ്ടാ, ಆದ್ರೆ ಹಳೆಯದಾಗದೇ ಇರುವಂತದ್ದೊಂದಿದೆ, പഴകിപ്പോകാത്ത ഒന്നുണ്ടാ. ಹಳೆದಾಗದೇ ಇರುವಂತದ್ದೊಂದು നിങ്ങളുടെ അകത്തെന്നും പുതുക്കം തരുന്ന, ನಿಮ್ಮ ಒಳಗಡೆ ಯಾವತ್ತಿಗೂ ನೂತನವಾಗಿ ಮಾಡುವಂತ, നിങ്ങളുടെ അകത്തെന്നും പുതുക്കം തരുന്ന, ನಿಮ್ಮ ಒಳಗೆ ಹೊಸತನವನ್ನು ಕೊಡುವಂತ ദൈവത്തിന്റെ ആത്മാവാ, ದೇವರ ಆತ್ಮನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ ഏത് പുസ്തകം പഠിച്ചാലും തീർന്നു പോകും. ನೀವು ಯಾವ ಪುಸ್ತಕವನ್ನು ಓದಿದ್ರು ಅದು ಮುಗಿದು ಹೋಗುತ್ತೆ. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ച പുസ്തകമാണോ 2ാം ക്ലാസ്സിൽ പഠിച്ചേ? 1ನೇ ತರಗತಿಯಲ್ಲಿ ಕಲಿತ ಪುಸ್ತಕನೇ 2ನೇ ತರಗತಿಯಲ್ಲಿ ಕಲಿತೀರಾ ನೀವು? അല്ല, 10ാം ക്ലാസ് വരെ പഠിച്ച പുസ്തകമാണോ +1 +2 പഠിച്ചത്? 10ನೇ ತರಗತಿ ತನಕ ಕಲಿತ ಪುಸ್ತಕವ +1 +2 PUCಯಲ್ಲಿ ಕಲಿಯುವಂತದ್ದು. ഓരോ ക്ലാസ്സിലും പുസ്തകങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ಪ್ರತಿಯೊಂದು ತರಗತಿಯಲ್ಲಿ ಪುಸ್ತಕಗಳಿಗೆ ವ್ಯತ್ಯಾಸ ಉಂಟು, എല്ലാം മാറിക്കൊണ്ടിരിക്കുക, ಎಲ್ಲವೂ ವ್ಯತ್ಯಾಸವಾಗುತ್ತೆ. പക്ഷെ ഇന്ന് വരെ പഠിച്ചിട്ട് മാറ്റമില്ലാത്ത ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, ಆದರೆ ಇವತ್ತಿನ ತನಕ ಕಲಿತು ಯಾವುದೇ ವ್ಯತ್ಯಾಸವಿಲ್ಲದ ಒಂದೇ ಒಂದು ಪುಸ್ತಕ, അത് ഈ പുസ്തകം മാത്രമേ ഉള്ളൂ. ಅದು ಈ ಸತ್ಯವೇದ ಮಾತ್ರವೇ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് വരെ ഇത് മാറിയിട്ടില്ല. ಇಷ್ಟರವರೆಗೆ ಅದು ಬದಲಾಗಲಿಲ್ಲ. ഇത് പഠിച്ച് ഇന്ന് വരെ ആരും തീർന്നെന്ന് പറഞ്ഞിട്ടില്ല. ಈ ವಾಕ್ಯವನ್ನು ಓದಿ ಮುಗಿಸಿದನೆಂಬುದಾಗಿ ಯಾರು ಹೇಳಕ್ಕಾಗುದಿಲ್ಲ. ഇത് പുതുക്കൊണ്ടിരിക്കുകയാണ്. ಓದುವ ರೀತಿಯಲ್ಲಿ ಅದು ನೂತನವಾಗ್ತಾನೆ ಇರುತ್ತೆ. പുതിയ പുതിയ ആശയങ്ങൾ, ಹೊಸ ಹೊಸ ವಿಷಯಗಳು, പുതിയ പുതിയ ചിന്തകൾ, ಹೊಸ ಹೊಸ ಆಲೋಚನೆಗಳು, പുതിയ പുതിയ ദൂതുകൾ ಹೊಸ ಹೊಸ ಆಲೋಚನೆಗಳು ഇതിനകത്തുനിന്ന് കൈമാറി ಇದರ തന്നുകൊണ്ടിരിക്കുകയാണ്. ಒಳಗಿನ ದೇವರು ಕೊಡುತ್ತಾನೆ ಇರುತ್ತಾನೆ. ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന പ്രിയരೇ, ಇವತ್ತು ಅಗಲ ವೇಳೆಗೆ ಇದರ ಒಳಗಡೆ ಬಂದಿರುವಂತ ಪ್ರಿಯ ಮಕ್ಕಳೇ, നമ്മുടെ ജീവിതത്തിൽ പുതുക്കം തരുന്ന, ನಮ್ಮ ಜೀವನವನ್ನು ನೂತನಪಡಿಸುವಂತಹ, നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന, ನಮ್ಮನ್ನು ನೂತನಪಡಿಸುವಂತಹ ദൈവത്തിന്റെ വചനവും ದೇವರ ವಾಕ್ಯವು ദൈവത്തിന്റെ ആത്മാവാണ്. ದೇವರ ಆತ್ಮನಾಗಿದ್ದಾನೆ. ഇന്ന് പകലിലും ಈ ಅಗಲ ವೇಳೆಯಲ್ಲಿಯೂ ഈ ദൈവത്തിന്റെ വചനവും ಈ ದೇವರ ವಾಕ್ಯ, ദൈവത്തിന്റെ ആത്മാവും ದೇವರ ಆತ್ಮ നിങ്ങളിൽ വന്നാൽ, ನಿಮ್ಮ ಒಳಗಡೆ ಬಂದಿರುವುದಾದರೆ, നിങ്ങളിൽ വസിച്ചാൽ, ನಿಮ್ಮ ಒಳಗಡೆ ವಾಸ ಮಾಡಿದರೆ നിങ്ങൾ പഴയ ആളായിട്ടിരിക്കത്തില്ല. ನೀವು ಹಳೆಯ ವ್ಯಕ್ತಿಯಾಗಿರುವುದಿಲ್ಲ. നിങ്ങൾ ആത്മാവിൽ പുതുങ്ങി തുടങ്ങും, ಆತ್ಮದಲ್ಲಿ ಹೊಸದಾಗ್ತಾ ಇರ್ತೀರಾ, പുതുങ്ങി തുടങ്ങും. ಆತ್ಮದಲ್ಲಿ ನೂತನವಾಗ್ತೀರಾ, പുതിയ ആരാധനയിലേക്ക്, ನೂತನ ಆರಾಧನೆಗೆ, പുതിയ അഭിഷേകത്തിലേക്ക്, ಹೊಸ ಅಭಿಷೇಕಕ್ಕೆ, പുതിയ കൃപാവരത്തിലേക്ക്, ಹೊಸ ಕೃಪಾವರಗಳಿಗೆ, പുതിയ ഭാഷാവരത്തിലേക്ക്, ಹೊಸ ಭಾಷಾವರಗಳಿಗೆ, പുതിയ ശുശ്രൂഷയിലേക്ക്, ಹೊಸ ಸೇವೆಗೆ, പുതിയ ആത്മാക്കളെ തന്ന്, ಹೊಸ ಆತ್ಮಗಳನ್ನು ಕೊಟ್ಟು, പുതിയ ദർശനം തന്ന്, ಹೊಸ ದರ್ಶನವನ್ನು ಕೊಟ್ಟು, ദൈവാത്മാവ് നിങ്ങളെ വളർത്തുന്നു. ದೇವರ ಆತ್ಮನು ನಿಮ್ಮನ್ನು ಬೆಳೆಸುತ್ತಾನೆ. കരങ്ങളെ തട്ടി, ಕರವನ್ನು ತಟ್ಟಿಕೊಂಡು ആച്ചത്തിൽ ಶಬ್ದವಾಗಿ ആ ദൈവത്തെ സ്തുതിച്ച് ಆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. അവൻ പുതുക്കത്തിന്റെ ആത്മാവിനെ തരുന്നതാ. ಆತನು ನೂತನದ ಆತ್ಮವನ್ನು ಕೊಡುವಂತದ್ದು പഴയ അനുഭവത്തിൽ ഇരിക്കുവാനല്ല, ಹಳೆಯ ಅನುಭವದಲ್ಲಿ ಇರುವುದಕ್ಕೆ ಅಲ್ಲ, പഴയ ചിന്തകൾ കൊണ്ടിരിക്കുവാനല്ല, ಹಳೆಯ ಚಿಂತೆಗಳಿರುವುದಕ್ಕೆ ಅಲ್ಲ. നിന്റെ ചിന്തകൾ മാറണം, ನಿನ್ನ ಚಿಂತೆಗಳು ಬದಲಾಗಬೇಕು, നിന്റെ നിരൂപണങ്ങൾ മാറണം, ನಿನ್ನ ನಿರೂಪಣೆಗಳಿಗೆ ಬದಲಾವಣೆ നിങ്ങൾ ಆಗಬೇಕು, വളർച്ച അനുഭവിക്കണം, ನಿನ್ನೊಳಗೊಂದು ಬೆಳವಣಿಗೆ നിങ്ങൾ ಬರಬೇಕು, നന്മ അനുഭവിക്കണം, ನಿನ್ನೊಳಗೊಂದು ಆಶೀರ್ವಾದ നിങ്ങൾ ಬರಬೇಕು, അനുഗ്രഹിക്കപ്പെടണം, ನೀವು ಆಶೀರ್ವಾದ നിങ്ങൾ ಹೊಂದಬೇಕು, ഉയർച്ച അനുഭവിക്കണം. ನೀವು ಹೊಸತನ್ನು ಅನುಭವಿಸಬೇಕು. അത് ദൈവം ആഗ്രഹിക്കുന്നു. ಅದನ್ನು ದೇವರು ಇಚ್ಛೆ ಪಡುತ್ತಾನೆ. Hallelujah. Hallelujah. Praise the Praise Lord. the Lord.
ദൈവം മാത്രമേ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കൂ. ದೇವರು ಮಾತ್ರವೇ ನಮ್ಮ ಆಶೀರ್ವಾದವನ್ನು ಇಚ್ಛಪಡುತ್ತಾನೆ. പിശാച് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ തകർച്ചയാണ്. ಸೈತಾನ ನೀವು ಒಡೆದು ಹೋಗುವುದನ್ನು ಇಚ್ಛಪಡುವವನು. യേശു ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ಆದರೆ ಯೇಸು ನಿಮ್ಮ ಆಶೀರ್ವಾದ ಒಳಿತನ್ನು ಇಚ್ಛಪಡುತ್ತಾನೆ. നിങ്ങളുടെ ഉയർച്ച, ನಿಮ್ಮ ಮೇಲ್ಗತಿಯನ್ನು ಆತನು ಇಚ್ಛಪಡುತ್ತಾನೆ. സമ്പത്ത് ആഗ്രഹിക്കുന്നു, ನಿಮ್ಮ ಸಂಪತ್ತನ್ನು ಇಚ್ಛಪಡುತ್ತಾನೆ. സമാധാനം ആഗ്രഹിക്കുന്നു, ನಿಮಗೆ ಸಮಾಧಾನ ಬೇಕೆಂಬುದಾಗಿ ಇಚ್ಛಪಡುತ್ತಾನೆ. ചിരി കാണാൻ ആഗ്രഹിക്കുന്നു, ನಿಮ್ಮ ಮುಖದಲ್ಲಿ ನಗು ಕಾಣುವುದಕ್ಕಾಗಿ ಆಸೆಪಡುತ್ತಾನೆ. പിശാച് ആഗ്രഹിക്കുന്ന എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ಸೈತಾನ ಯಾವಾಗಲೂ ಅಳುತ್ತಾ ಕೂತ್ಕೊಳ್ಳೋದಕ್ಕಾಗಿ ಆಸೆ ಪಡ್ತಾನೆ. നിങ്ങൾ പെറുപെറുത്തോണ്ടിരിക്കുന്നു. ನೀವು ಗುಣಗುಟ್ಟದಲ್ಲೇ ಇರಬೇಕು. ഇന്ന് പകലിൽ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു, ಇವತ್ತು ಹಗಲ ವೇಳೆ ಯೇಸು ಸ್ವಾಮಿ ಇಚ್ಛಪಡುವಂತಹ നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നു. ನಿಮ್ಮ ಸಂತೋಷವನ್ನು ಆತನ എത്ര പേര് ആ സന്തോഷം ಆ അനുഭവിക്കുന്നു? ಸಂತೋಷ ಎಷ್ಟು ಜನ ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? ആ യേശു സന്തോഷമായി ഇതിന്റെ അകത്ത് ಆ വന്നിട്ട് ಯೇಸು ಸಂತೋಷವಾಗಿದ್ರೊಳಗೆ ಬಂದಿರುವಂತದ್ದು. ഇന്ന് പകൽ ആ വിടുതൽ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുന്നു. ಇವತ್ತು ಆ ಬಿಡುಗಡೆ ನಿಮ್ಮಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರ ಮೇಲೆ ದೇವರು ಕೊಡುತ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യേശു കർത്താവ് ಯೇಸು ಸ್ವಾಮಿ തന്റെ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, ತನ್ನ ಶಿಷ್ಯರೊಂದಿಗೆ ಹೇಳಿದ, നിങ്ങൾ ചോദിപ്പീൻ, ನೀವು ಕೇಳಿಕೊಳ್ಳಿರಿ, പിതാവിനോട് ചോദിക്കണം, ತಂದೆ ಹತ್ರ ಬೇಡಿಕೊಳ್ಳಿರಿ. ഭൂമിയിലുള്ളതല്ല, ಭೂಮಿಯಲ್ಲಿರುವಂತದ್ದಲ್ಲ, ഭൂമിയിലില്ലാത്തതാ, ಭೂಮಿಯಲ್ಲಿ ಇಲ್ಲದೆ ಇರುವಂತದ್ದು പിതാവിന്റെ ആത്മാവിനെ ತಂದೆಯ ಆತ್ಮನನ್ನು ചോദിപ്പീൻ. ಅದನ್ನು ಕೇಳಿಕೊಳ್ಳಿರಿ. ചോദിച്ചാൽ, ಕೇಳಿದರೆ ചോദിക്കുന്നവർക്ക് ಕೇಳುವಂತವರಿಗೆ എത്ര അധികമായിട്ട് കൊടുക്കുന്നു, ಎಷ್ಟು ಅಧಿಕವಾಗಿ ಕೊಡುವನು, അധികമായിട്ട് കൊടുക്കുന്നു. ಅಧಿಕವಾಗಿ ಕೊಡುವಂತವನು. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತಾ ಇದೆ, ചോദിച്ചതിലും ಕೇಳಿದಕ್ಕಿಂತಲೂ നനച്ചതിലും ನೆನೆಸಿದಕ್ಕಿಂತಲೂ അത്യന്തം പരമായിട്ട്, ಉತ್ತಮವಾದ ಅತ್ಯಧಿಕವಾದದನ್ನು ಕೊಡುವುದಕ್ಕೆ, അത്യന്തം പരമായിട്ട്, ಅತ್ಯಧಿಕವಾದದನ್ನು ಕೊಡುವುದಕ್ಕೆ, അത്യന്തം പരമായിട്ട് ಅತ್ಯಧಿಕವಾದದನ್ನು അവ ಕೊಡುವುದಕ್ಕೆ നിങ്ങളെ നിറയ്ക്കുന്നു. ಆತ ನಿಮ್ಮನ್ನು ತುಂಬಿಸುತ್ತಾನೆ. ഇന്ന് പകൽ ആരെങ്കിലും ദൈവാത്മാവിനെ ചോദിച്ച്, ಇವತ್ತು ಯಾರಾದ್ರೂ ದೇವರ ಆತ್ಮನ್ನು ಕೇಳಿಕೊಂಡ್ರೆ, ദൈവത്തിന്റെ ಅಭಿಷೇകം ചോദിച്ച്, ದೇವರ ಅಭಿಷೇಕವನ್ನು ಕೇಳಿಕೊಂಡ್ರೆ, ദൈവത്തെ സ്വന്തമാക്കാൻ ചോദിച്ച് ದೇವರನ್ನು ಸ್ವಂತ ಮಾಡಿಕೊಳ್ಳಿಕ್ಕೆ ಕೇಳಿಕೊಂಡ್ರೆ, ഇതിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ ಆ ರೀತಿಯಾಗಿ ಅದರ ಒಳಗಡೆ ನೀವು ಬಂದಿರುವುದಾದರೆ അവൻ നിങ്ങളെ വെറുതെ അയക്കത്തില്ല. ಆತನು ನಿಮ್ಮನ್ನು ಸುಮ್ಮನೆ ಕಳಿಸುವುದಿಲ್ಲ. ഇന്ന് പകല് നിങ്ങളെ നിറച്ചു വിടുവാൻ, ಇವತ್ತು ಆಗಲು ನಿಮ್ಮನ್ನು ತುಂಬಿಸಿ ಕಳಿಸುವುದಕ್ಕಾಗಿ, നിറച്ചു വിടുവാൻ ನಿಮ್ಮನ್ನು ತುಂಬಿಸುವುದಕ್ಕಾಗಿ ദൈവം ആഗ്രഹിക്കുന്നു. ದೇವರು ಇಚ್ಛಪಡುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവം നിറവിന്റെ ദൈവമാണ്. ದೇವರು ತುಂಬಿಸುವಂತವನಾಗಿದ್ದಾನೆ. ദൈവം എപ്പോഴും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ದೇವರು ಯಾವಾಗಲೂ ಆಶೀರ್ವಾದ ಕೊಡುವುದಕ್ಕೆ ಇಚ್ಛಪಡುವಾಗ, ഒരാൾക്ക് നന്മകൾ കൊടുക്കുമ്പോൾ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಆಶೀರ್ವಾದ ಕೊಡುವಾಗ നിറച്ചു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ಆತನು ತುಂಬಿ ಕೊಡಬೇಕೆಂಬುದಾಗಿ ಇಚ್ಛಪಡುತ್ತಾನೆ. ഇന്ന് നിങ്ങളെയൊക്കെ നിറയ്ക്കാൻ ദൈവം ಇವತ್ತು ആഗ്രഹിക്കുന്നു. ನಿಮ್ಮನ್ನೆಲ್ಲ ತುಂಬಿಸುವುದಕ್ಕಾಗಿ എത്രപേർക്ക് ಇಚ್ಛಪಡುತ್ತಾನೆ. നിറയ്ക്കുന്ന ഇഷ്ടവാ? ತುಂಬಲ್ಪಡ್ಲಿಕ್ಕೆ ಎಷ್ಟು ಜನಕ್ಕೆ ಆಸೆ ಇದೆ? നിറയ്ക്കുന്ന ഇഷ്ടവാ? ನಾನು ತುಂಬಲ್ಪಡಬೇಕೆಂಬುದಾಗಿ ಇಷ್ಟಪಡುವಂತವರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങളുടെ പേഴ്സിലാണെങ്കിൽ ഇച്ചിരി കാശിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ നിറച്ച് ನಿಮ್ಮ കാശിരിക്കുന്നതാണോ ഇഷ്ടം? ಪಾಕೆಟ್ಗಳಲ್ಲಿ ಸ್ವಲ್ಪ ಹಣ ಇರುವುದು ನಿಮಗೆ ಇಷ್ಟನಾ, ತುಂಬಾ ಹಣ ಇರುವುದು ಇಷ್ಟನಾ? പേഴ്സിൽ നിറച്ച് കാശുണ്ടെങ്കിൽ ആ മുഖത്ത് നോക്കിച്ചാൽ മതി. ಆ ಪರ್ಸ್ ಅಲ್ಲಿ ಪೂರ್ತಿ ಹಣ ಇದ್ರೆ ನಿಮ್ಮ ಮುಖವನ್ನು ನೋಡಿದ್ರೆ ಗೊತ್ತಾಗುತ್ತೆ. ഒരു പ്രത്യേക സന്തോഷമൊക്കെയാ, ಒಂದು ಪ್ರತ್ಯೇಕ ಸಂತೋಷ ಮುಖದಲ್ಲಿರುತ್ತೆ. എന്തോ ആണെന്നുള്ള ഇതൊക്കെയാ. ಏನೋ ಆಗಿಬಿಟ್ಟೆ ಎಂಬುದ ಅನಿಸಿಕೆ. പേഴ്സിൽ നിറച്ച് കാശിരിക്കുന്നോണ്ടാ. ಜೇಬಲ್ಲಿ ಪೂರ್ತಿ ಹಣ ಇರುವುದರಿಂದ ഇന്ന് പകലിൽ ಇವತ್ತು ಹಗಲ ವೇಳೆಯಲ್ಲಿ സ്വർഗ്ഗം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിറച്ച് ಪರಲೋಕದ ದೇವರು ನಿಮ್ಮ ಹೃದಯದೊಳಗೆ ತುಂಬಿಸಿ തന്റെ ആത്മാവിനെ തരുവാൻ ತನ್ನ ആഗ്രഹിക്കുന്നു. ಆತ್ಮವನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಇಚ್ಛಪಡುತ್ತಾನೆ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಸಂತೋಷ ಇದೆಯಾ? നിറച്ച ആത്മാവിനെ, ತುಂಬುವ ಆತ್ಮಗಳು, പേഴ്സിൽ നിറച്ച് പണമിരിക്കുന്നത് പോലെ ಜೇಬಲ್ಲಿ ಪೂರ್ತಿ ಹಣ ಇರುವ ಪ್ರಕಾರ നിങ്ങളുടെ ഹൃദയം നിറച്ച് തന്റെ ആത്മാവിനെ, ನಿಮ್ಮ ಹೃದಯ ಪೂರ್ತಿಯಾಗಿ ಆತನ ಆತ್ಮವನ್ನು, നിങ്ങളുടെ വാ നിറച്ചവന്റെ സ്തുതിയെ, ನಿಮ್ಮ ಬಾಯಿ ಪೂರ್ತಿ ಆತನ ಪರಿಶುದ್ಧತೆಯನ್ನು, നിങ്ങളുടെ ചിന്തകൾക്കകത്ത് നിറച്ചവന്റെ വചനത്തെ, ನಿಮ್ಮ ಆಲೋಚನೆಗಳ ಒಳಗಡೆ ಪೂರ್ತಿ ಅವನ ಆಲೋಚನೆಗಳನ್ನು. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಜನಕ್ಕೆ ಸಂತೋಷವಿದೆ? ചിന്തകൾ നിറച്ച് ദൈവത്തിന്റെ വചനം, ನಿಮ್ಮ ಒಳಗಡೆ ಪೂರ್ತಿ ದೇವರ ವಾಕ್ಯ, അകത്ത് നിറച്ച് ദൈവത്തിന്റെ ആത്മാവ്, ಒಳಗಡೆ ಪೂರ್ತಿ ದೇವರ ಆತ್ಮ. വാ തുറന്ന ദൈവത്തെ സ്തുതിക്കുവാൻ, ಬಾಯಿ ತೆರೆದರೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವುದಕ್ಕೆ, ആരെയും കുറ്റം പറയുവാനല്ല, ಯಾರ ಬಗ್ಗೆ ದೂರ ಹೇಳುವುದಕ್ಕಾಗಲ್ಲ, ആരെയും കുറവ് പറയുവാനല്ല, ಯಾರ ಕೊರತೆಗಳನ್ನು ಹೇಳುವುದಕ್ಕೆ ಅಲ್ಲ, ദൈവത്തെ സ്തുതിക്കുവാൻ, ದೇವರನ್ನು ಸ್ತುತಿಸುವುದಕ್ಕಾಗಿ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ಆ ರೀತಿಯಾದ ಅನುಭವಕ್ಕೆ പരിശുദ്ധാത്മാവ്, ಪರಿಶುದ್ಧ ಆತ್ಮನು അകത്തിരിക്കുന്നവരെ ಇದರ ಒಳಗಡೆ ಕುಳಿತವರನ್ನು പകലിൽ നിറയ്ക്കാൻ തുടങ്ങുക. ಇವತ್ತು ಆಗಲು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. പ്രത്യേക നിലവാരത്തിൽ ಒಂದು ಪ್ರತ್ಯೇಕವಾದ ಸ್ಥಾನಕ್ಕೆ ആത്മാവ് നിങ്ങളെ മാറ്റുകയാ. ದೇವರ ಆತ್ಮನು ನಿಮ್ಮನ್ನು ಮಾರ್ಪಡಿಸುತ್ತಿದ್ದಾನೆ. അഭിഷേകം നിങ്ങളുടെ മേൽ, ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ, ആത്മാവ് നിങ്ങളുടെ മേൽ ಆ ಆತ್ಮನು ನಿಮ್ಮ ಮೇಲೆ ഇറങ്ങി വരികയാ. ಇಳಿದು ಬರುತ್ತಿದ್ದಾನೆ. എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു? ಎಷ್ಟು ಜನ ಅದನ್ನು ಸ್ವೀಕರಿಸುತ್ತೀರಿ? എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു? ಎಷ್ಟು ಜನ ಅದನ್ನು ಸ್ವೀಕರಿಸುತ್ತೀರಿ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ಹುಡಾಬಾಲಾಬಾಲಾಬಾಲ ಧೂರಾಬಾಲಾಬಾಲಾಬಾಲ.
Jesus. Hallelujah. Glory. ശക്തമായി ഒന്ന് കരമടി. ശക്തವಾಗಿ ಕರವನ್ನು ತಟ್ಟಿಕೊಂಡು ശക്തമായി കരമടി. ಶಕ್ತವಾಗಿ ദൈവത്തോട് ചോദിച്ചേ. ದೇವರಲ್ಲಿ ಕೇಳಿಕೊಳ್ಳಿರಿ. ചോദിച്ചേ. ಕೇಳಿರಿ. ചോദിച്ചേ. ಕೇಳಿರಿ. ഓ ഹുഡാബാല ബാല ബാല തുരാബാല ബാല ബാല ಶಂದರಗದ ഹുഡാബാല ബാല ബാല തുരാബാല ಶಬರ ಬಲ ಬಲ ആത്മാവിൽ ಆತ್ಮನಲ್ಲಿ കുഞ്ഞുങ്ങളെല്ലാം ಮಕ್ಕಳೆಲ್ಲರೂ ഓ കരങ്ങളെ തട്ടി ಎಲ್ಲ ಮಕ್ಕಳು ಕರಗಳನ್ನು ತಟ್ಟಿ ಬಾയെ തുറന്ന ಬಾಯಿಗಳನ್ನು ತೆರೆದು ദൈവത്തെ സ്തുതിച്ചേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഈ സന്ധ്യയിൽ ಈ ಸಂಜೆಯಲ್ಲಿಯೂ കർത്താവിന്റെ ആത്മാവിനെ കൊണ്ട് ಕರ್ತನ ಆತ್ಮನಿಂದ കർത്താവിന്റെ അഭിഷേകം കൊണ്ട് ಕರ್ತನ ಅಭಿಷೇಕದಿಂದ ദൈവം നിങ്ങളെ നിറയ്ക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ತುಂಬಿಸುತ್ತಾನೆ. വന്നിരിക്കുന്നത് പോലെയല്ല, ಬಂದು ಕುಳಿತ ಪ್ರಕಾರ ಅಲ್ಲ, ഒരു നിറവോടെ തിരിച്ചയക്കുക. ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆ ಹಿಂತಿರುಗಿ ಹೋಗುವುದಕ್ಕೆ, ഒരു വലിയ നിറവോടെ തിരിച്ചയക്കുക. ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆ ಹಿಂತಿರುಗಿ ಹೋಗುವುದಕ್ಕೆ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ಈ ಅಗಲ ವೇಳೆ ದೇವರು ಇಚ್ಛೆ ಪಡುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ನೀವು ದೇವರಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುವಾಗ ദൈവത്തിന്റെ ആത്മാവിനെ ചോദിക്കണം. ದೇವರ ಆತ್ಮನನ್ನು ಕೇಳಿಕೊಳ್ಳಬೇಕು. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഭൗതികമാണ്. ನಾವೆಲ್ಲ ಕೇಳುವಂತದ್ದು ಆರ್ಥಿಕತೆ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭൗതികത്തിന് വേണ്ടിയാണ്. ನಾವು ಪ್ರಾರ್ಥಿಸುವುದೇ ಆರ್ಥಿಕತೆಗೋಸ್ಕರ. വീട് വേണം, ಮನೆ ಬೇಕು, നന്മ വേണം, ಆಶೀರ್ವಾದ ಬೇಕು, വണ്ടികൾ വേണം, ವಾಹನ ಬೇಕು, നല്ല നല്ല ആഹാരം വേണം, ಒಳ್ಳೆ ಒಳ್ಳೆ ಆಹಾರ ಬೇಕು, നല്ല നല്ല ഡ്രസ് വേണം, ಒಳ್ಳೆ ಒಳ್ಳೆ ಬಟ್ಟೆಗಳು ಬೇಕು, സ്ഥാനമാനങ്ങൾ വേണം, ಸ್ಥಾನಮಾನಗಳು ಬೇಕು, ഉയർച്ചകൾ വേണം, ಮೇಲ್ಗತಿಗಳು ಬೇಕು, വലിയ വലിയ ശുശ്രൂഷകൾ ದೊಡ್ಡ വേണം. ದೊಡ್ಡ ಸೇವೆಗಳು ಬೇಕು. ഇതിനു വേണ്ടിയാ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ಇದಕ್ಕಾಗಿ ಅನೇಕ ವೇಳೆ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀವಿ. ഹലോ, ಹಲ್ಲೆಲೂಯ. നമ്മുടെ ചില നിലവാരങ്ങളൊന്ന് മാറണം. ನಮ್ಮ ಆ ಚಿಂತೆಗಳೆಲ್ಲ ನೀಗಬೇಕು. ഇവിടെ യേശു കർത്താവ് പറഞ്ഞു, ಇಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ, നിങ്ങൾ പിതാവിനോട് ചോദിക്കണം. ನೀವು ತಂದೆಯನ್ನು ಕೇಳಿಕೊಳ್ಳಿರಿ. വീട് ചോദിക്കാനല്ല പറഞ്ഞേ, ಮನೆ ಕೇಳಲಿಕ್ಕೆ ಕೇಳಿಲ್ಲ, കാർ ചോദിക്കാനല്ല പറഞ്ഞേ, ಕಾರು ಕೇಳಲಿಕ್ಕೆ ಕೇಳಿಲ್ಲ, കൂടിയ ഡ്രസ് ചോദിക്കാനല്ല പറഞ്ഞേ, ಬೆಲೆಯುತವಾದ ಬಟ್ಟೆ ಕೇಳಕ್ಕೆ ಕೇಳಿಲ್ಲ, പണം ചോദിക്കാനല്ല പറഞ്ഞേ, ಸಾಲ ಕೇಳಕ್ಕೆ ಕೇಳಿಲ್ಲ, ആഹാരം ചോദിക്കാനല്ല പറഞ്ഞേ, ಆಹಾರ ಕೇಳಲಿಕ್ಕೆ ಕೇಳಿಲ್ಲ, വസ്തുവകളല്ല ചോദിച്ചത്, ವಸ್ತುಗಳನ್ನು ಕೇಳಕ್ಕೆ ಕೇಳಿಲ್ಲ. നിങ്ങൾ പിതാവിനോട് ചോദിക്കണം. ನೀವು ತಂದೆಯನ್ನು ಕೇಳ್ಕೋಬೇಕು. സ്ഥാനമാനം ചോദിക്കാനല്ല പറഞ്ഞേ, ಸ್ಥಾನಮಾನ ಅಲ್ಲ, പിതാവിനോട് ചോദിക്കണം. ತಂದೆಯಲ್ಲಿ ಕೇಳಿಕೊಳ್ಳಬೇಕು. പിതാവിന്റെ ആത്മാവിനെ ചോദിക്കണം. ತಂದೆಯ ಆತ್ಮನವರ. Praise the Lord. ഹല്ലേലൂയ. പിതാവിന്റെ ആത്മാവിനെ ചോദിക്കണം. ಪರಲೋಕದ ದೇವರ ಆತ್ಮನನ್ನು. അപ്പൊ ചിലർ ചോദിക്കോ, ಅವಾಗ ಕೆಲವರು ಕೇಳ್ತಾರೆ, ಪಾಸ್ಟ್ರೇ ഞങ്ങൾക്ക് വീട് വേണ്ടേ, ನಮಗೆ ಮನೆ ಬೇಡವಾ, ഞങ്ങൾക്ക് കാറേ നടക്കണ്ടേ, ನಮಗೆ ಕಾರಲ್ಲಿ ನಡೆದಾಡು ಬೇಡವಾ, നിങ്ങൾ മാത്രം കാറേ പോയാൽ ನೀವು ಮಾತ್ರ ಕಾರಲ್ಲಿ ಹೋದ್ರೆ ಸಾಕ, ഞങ്ങൾക്ക് നല്ല ഡ്രസ് വേണ്ടേ, ನಮಗೆ ಒಳ್ಳೆ ಬಟ್ಟೆ ಬೇಡವಾ, ഞങ്ങൾക്ക് ആഹാരം വേണ്ടേ, ನಮಗೆ ಆಹಾರ ಬೇಡವಾ, ഞങ്ങൾക്ക് നന്മ വേണ്ടേ, ನಮಗೆ ಆಶೀರ್ವಾದ ಬೇಡವಾ. ഹലോ, ಆಮೆನ್. ഇതൊക്കെ പ്രാർത്ഥിക്കണ്ടേ? ಇದನ್ನೆಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಲ್ಲ. Praise the Lord. ಆಮೆನ್. ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ಆರ್ಥಿಕತೆಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ഭൗതികം കിട്ടും. ಆರ್ಥಿಕತೆ ಸಿಗುತ್ತೆ. കിട്ടത്തില്ലെന്നല്ല, ಸಿಗುವುದಿಲ್ಲ ಎಂಬುದಾಗಲ್ಲ. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನೋಡಿ. നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചാൽ, ಒಂದು ವಿಷಯಕ್ಕಾಗಿ ನಿರಂತರವಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ഒരു വിഷയ ഭൗതികം നിങ്ങൾക്ക് കിട്ടും. ಒಂದು ವೇಳೆ ಆರ್ಥಿಕತೆ ನಿಮಗೆ ಸಿಗುತ್ತೆ. കിട്ടത്തില്ലെന്നല്ല, ಸಿಗುವುದಿಲ್ಲ ಎಂಬುದಾಗಲ್ಲ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു മർമ്മമാണ്. ನಾನು ಹೇಳ್ತಾ ಬರೋದು ಇನ್ನೊಂದು ವಿಷಯ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ನೀವು ಗಮನವಿಟ್ಟು ಕೇಳಬೇಕು. നിങ്ങൾ ചോദിക്കുന്നത് ദൈവാത്മാവിനെ ചോദിക്കാൻ യേശു കർത്താവ് പറഞ്ഞു. ನೀವು ಕೇಳುವಾಗ ದೇವರ ಆತ್ಮನನ್ನು ಕೇಳಬೇಕೆಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದ. ഭൗതികമല്ല, ആത്മീയം ചോദിപ്പീൻ. ಭೌತಿಕವಾದ ವಿಷಯವಲ್ಲ, ಆತ್ಮೀಕವಾದದನ್ನು. ആത്മീയം ദൈവാത്മാവിനെ ചോദിപ്പീൻ. ದೇವರ ಆತ್ಮನನ್ನು ಕೇಳಿರಿ. എന്തുകൊണ്ടാണ് ദൈവാത്മാവിനെ ചോദിക്കാൻ പറഞ്ഞത്? ಏನಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರ ಆತ್ಮನನ್ನು ಕೇಳಲಿಕ್ಕೆ ಹೇಳಿದ್ದಾನೆ? നിങ്ങൾ ചോദിക്കുന്നത് സൃഷ്ടിതാവിന്റെ ആത്മാവിനെയാ. ನೀವು ಕೇಳುವಂತದ್ದು ಸೃಷ್ಟಿಕರ್ತನ ಆತ್ಮನನ್ನು. ഒരു ചെറിയ കാര്യം ചോദിക്കാനല്ല യേശു കർത്താവ് പറഞ്ഞത്. ಒಂದು ಚಿಕ್ಕ ವಿಷಯವನ್ನು ಕೇಳಲಿಕ್ಕೆಲ್ಲ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ದು. യേശു കർത്താവ് പറഞ്ഞത് ഏറ്റവും വിലപ്പെട്ടത് ചോദിക്കാനാ. ಯೇಸು ಹೇಳಿದ್ದು ಬಹಳಷ್ಟು ಬೆಲೆಯುತವಾದನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ. Praise the Lord. ಆಮೆನ್. വിലയേറിയത് ചോദിക്കാനാ പറഞ്ഞത്. ಬೆಲೆಯುತವಾದದನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ. അത് സൃഷ്ടാവിന്റെ ആത്മാവിനെ ചോദിപ്പി. ಅದು ಸೃಷ್ಟಿಕರ್ತನ ಆತ್ಮನನ್ನು ಕೇಳಿರಿ. ഈ ദൈവത്തിന്റെ ആത്മാവിനെ ചോദിച്ചാൽ, ಈ ದೇವರ ಆತ್ಮನನ್ನು ಕೇಳಿಕೊಂಡರೆ, ദൈവാത്മാവ് നമ്മളിൽ വന്നാൽ, ದೇವರ ಆತ್ಮನು ನಮ್ಮೊಳಗೆ ಬಂದರೆ, ദൈവാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ದೇವರ ಆತ್ಮನಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವುದು, ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ಭೌತಿಕವಾದ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸುವುದು രണ്ടും രണ്ടാണ്. ಎರಡು ರೀತಿಯಲ್ಲಿ. ഭൗതിക നന്മകൾക്ക്
വേണ്ടി പ്രാർത്ഥിച്ചാൽ, ಭೌತಿಕ ಆರ್ಥಿಕ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಿದರೆ ഭൗതിക നന്മകൾ നമ്മളിൽ കിട്ടുന്നു. ಭೌತಿಕವಾದ ಆಶೀರ್ವಾದ ಸಿಗುತ್ತೆ. അതിന്റെ അകത്ത് ആത്മീയത അടങ്ങിയിട്ടില്ല. ಅದರ ಒಳಗಡೆ ಆತ್ಮಿಕತೆ ಬಂದಿಲ್ಲ. ആത്മീയമായിട്ട് നമുക്ക് വളരാൻ പറ്റത്തില്ല. ಆತ್ಮಿಕವಾಗಿ ನಮಗೆ ಬೆಳೆಯಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. മറിച്ച് ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ നമ്മൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ನಾವು ಆತ್ಮನಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ഒരു ಮಾಡಿದರೆ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ಒಂದು ಪರಿಶುದ್ಧಾತ್ಮನ ತುಂಬುವಿಕೆಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ಅಭಿಷೇಕಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ, നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ನಮ್ಮ ಪ್ರತ್ಯೇಕತೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ആത്മീയ മാത്രമല്ല, ಆತ್ಮಿಕತೆ ಮಾತ್ರವಲ್ಲ, ആ ആത്മീയത്തിന്റെ അകത്ത് ಈ ಆತ್ಮಿಕತೆಯ ಒಳಗಡೆ സകല ഭൗതിക നന്മകളും ഉണ്ട്. ಎಲ್ಲ ಭೌತಿಕ ಆಶೀರ್ವಾದಗಳು ಒಳಗೊಂಡಿರುತ್ತದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ಭೌತಿಕತೆಗೆ ಓರ್ತ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ഭൗതികം കിട്ടുന്നു, ಆ ಆರ್ಥಿಕ ಹಣ ಮಾತ್ರ ಸಿಗುತ್ತೆ. അതിന്റെ അകത്ത് ആത്മീയത ഇല്ല. ಅದರ ಒಳಗಡೆ ಆತ್ಮಿಕತೆ ಇಲ್ಲ. ആത്മീയമായിട്ട് നമുക്ക് വളരാൻ പറ്റുന്നില്ല. ಆತ್ಮಿಕವಾಗಿ ಬೆಳೆಯಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ഒരു പക്ഷേ ആ ഭൗതികം കൊണ്ട് നമ്മൾ നിഗളിച്ച് നശിച്ചു പോയേക്കാം. ನಾವು ಈ ಭೂಲೋಕದ ವಿಷಯದ ಮೇಲೆ ನಾವು ಹೊಗಳಿಕೊಂಡು ಹಂಗೇನೆ ಹಾಳಾಗಿ ಹೋಗ್ಬಹುದು. Praise the Lord. ಆಮೆನ್. പക്ഷേ അഭിഷേകത്തിന് വേണ്ടി ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ಆದರೆ ಅಭಿಷೇಕಕ್ಕಾಗಿ ದೇವರ ಶಕ್ತಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದರೆ, ദൈവശക്തി നമ്മുടെ മേൽ വരുമ്പോൾ, ದೇವರ ಶಕ್ತಿ ನಮ್ಮ ಮೇಲೆ ಬರುವಾಗ, ദൈവാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ದೇವರ ಆತ್ಮ ನಮ್ಮೊಳಗೆ ಬರುವಾಗ, അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യമാണ് ಅದರ ಒಳಗಡೆ ಅಡಗಿರುವಂತ ವಿಷಯವೇ സകല ഭൗതിക നന്മയും, ಎಲ್ಲ ಭೌತಿಕವಾದ ಆಶೀರ್ವಾದಗಳು, നമ്മുടെ സകല ആവശ്യങ്ങളും, ನಮ್ಮ ಎಲ್ಲ ಅಗತ್ಯಗಳು ഇന്നും നാളെ മാത്രമല്ല, ಇವತ್ತು ನಾಳೆಗೂ ಮಾತ್ರವಲ್ಲ, അടുത്ത ആഴ്ച മാത്രമല്ല, ಮುಂದಿನ ವಾರ ಮಾತ್ರವಲ್ಲ, നമ്മുടെ മരണം വരെ, ನಮ್ಮ ಮರಣದ ತನಕ, നമ്മുടെ ആയുസ് വരെ, ನಮ್ಮ ಆಯುಷ್ಕಾಲ ಪೂರ್ತಿ, ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ, ಇಲ್ಲದಿದ್ದಲ್ಲಿ ಕರ್ತನಾದ ಯೇಸುವಿನ ಎರಡನೇ ಬರೋಣ ತನಕ ഈ ഭൂമി നമുക്ക് എന്തെല്ലാം വേണോ, ಈ ಭೂಮಿಯಲ್ಲಿ ನಮಗೆ ಏನೇನು ಬೇಕೋ അത് മുഴുവൻ സമ്പത്തും, ಅವೆಲ್ಲವನ್ನು, സകല ആവശ്യങ്ങളും ಎಲ್ಲ ಅಗತ್ಯಗಳನ್ನು ഈ പ്രാപിക്കുന്ന ആത്മശക്തിക്കകത്തുണ്ട്. ನೀನು ಪ್ರಾರ್ಥಿಸುವಂತ ಆತ್ಮಶಕ್ತಿಯೊಳಗಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. എത്ര പേർക്ക് മനസ്സിലായി? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಯಿತು? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. സകല നന്മകളും അടങ്ങിയിട്ടുണ്ട്, ಎಲ್ಲ ಆಶೀರ್ವಾದಗಳು ಒಳಗೊಂಡಿದೆ, സകല അനുഗ്രഹങ്ങളും അടങ്ങിയിട്ടുണ്ട്, ಎಲ್ಲ ಆಶೀರ್ವಾದಗಳು ಒಳಗೊಂಡಿದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഒന്നിന്റെ നമ്മൾ പുറകിന് പോകേണ്ടി വരുന്നില്ല. ಯಾವುದು ನಾವು ಹಿಂದೆಗೆ ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾ ಇಲ್ಲ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ಆದ್ದರಿಂದ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತೆ, മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി, ಮೊದಲು ಆತನ ರಾಜ್ಯಕ್ಕಾಗಿ ನೀತಿಗಾಗಿ ತವಕ ಪಡ್ರಿ, അതോടുകൂടെ ಅದರೊಂದಿಗೆ നന്മയും ಆಶೀರ್ವಾದವು, കരുണയും ಕರುಣೆಯು നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ನಿಮ್ಮ ಆಯುಷ್ಕಾಲ ಪೂರ್ತಿಯಾಗಿ നിങ്ങളെ പിന്തുടരുന്നു. ನಿಮ್ಮ ಹಿಂಬಾಲಿಸಿಕೊಂಡೇ ಬರುತ್ತೆ. പിന്തുടരുന്നു, ಹಿಂಬಾಲಿಸುತ್ತೆ, പിന്തുടരുന്നു. ಹಿಂಬಾಲಿಸುತ್ತೆ. നിങ്ങൾ യേശുവിന്റെ പിന്നാലെ പോകുന്നു, ನೀವು ಯೇಸುವಿನ ಹಿಂದೆ ಹೋಗ್ತೀರಿ, സകല നന്മയും നിങ്ങളുടെ പിന്നാലെ വരുന്നു. ಎಲ್ಲ ಆಶೀರ್ವಾದಗಳು ನಿಮ್ಮ ಹಿಂದೆಯಿಂದ ಬರುತ್ತೆ. നിങ്ങൾ മുന്നമേ ദൈവരാജ്യം, ನೀವು ಮುಂಚೆ ದೇವರ ರಾಜ್ಯಕ್ಕಾಗಿ, സുവിശേഷീകരണം, ಸುವಾರ್ತೀಕರಣಕ್ಕಾಗಿ, നിങ്ങൾ ദൈവിക ദർശനം ഏറ്റെടുത്ത് ದೇವರ ದರ್ಶನವನ್ನು ಪಡೆದುಕೊಂಡು മുന്നോട്ട് പോകുമ്പോൾ, ನೀವು ಮುಂದಕ್ಕೆ ಹೋಗುವಾಗ നിന്റെ സകല ആഗ്രഹങ്ങളുടെ മേലും ನಿನ್ನ ಎಲ್ಲಾ ವಿಷಯಗಳ ಮೇಲೆ സകലതും നിങ്ങളുടെ പിന്നാലെ വരുന്നു. ಎಲ್ಲವೂ ನಿಮ್ಮ ಹಿಂಬಾಲಿಸಿಕೊಂಡು ಬರುತ್ತೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. സകലതും പിന്നാലെ നൽകി തന്ന് മാനിപ്പാൻ ಎಲ್ಲವನ್ನು ಹಿಂದೆಯಿಂದ ಕೊಟ್ಟು ಆಶೀರ್ವದಿಸುವುದಕ್ಕೆ ഈ ദൈവം ശക്തനാന്ന് പറഞ്ഞാൽ, ಈ ದೇವರ ನಂಬಿಗಸ್ತನೆಂದು ಹೇಳಿದರೆ, എത്ര പേര് ആ ദൈവത്തെ കരങ്ങളെ ഉയർത്തി ಎಷ್ಟು സ്തുതിക്കും? ಜನ ಆ ದೇವರಿಗೆ ಕರವನ್ನೆತ್ತಿ ಸ್ತೋತ್ರ ಮಾಡ್ತೀರಿ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. നന്മയും ಆಶೀರ್ವಾದಗಳು, കരുണയും, ಕರುಣೆಯು, നന്മയും കരുണയും ಒಳಿತುಗಳು, ಕರುಣೆಯು നമ്മൾ തേടി പോകണ്ട, ನಾವು ಹುಡುಕಿಕೊಂಡು ಹೋಗಬೇಕಾಗಿಲ್ಲ. നമ്മളെ തേടി വരുന്നു, ನಮ್ಮನ್ನ ಹಿಂಬಾಲಿಸಿಕೊಂಡು ಬರುತ್ತೆ. നമ്മളെ തേടി വരുന്നു. ನಮ್ಮನ್ನ ಹಿಂಬಾಲಿಸಿಕೊಂಡು ಬರುತ್ತೆ. നമ്മൾ എവിടെ ഇരുന്നാലും ನಾವೆಲ್ಲಿ ಇದ್ರು അവിടെ വരും. ಅಲ್ಲಿ ಬರುತ್ತದೆ. ഇനി നമ്മൾ എവിടെ പോയാലും ಇನ್ನು ನಾವೆಲ್ಲಿ ಹೋದ್ರು നമ്മുടെ അഡ്രസ് ചോദിച്ച് പുറകിന് വരും. ನಮ್ಮ ವಿಳಾಸ ಹುಡುಕೊಂಡು ನಮ್ಮ ಹಿಂದೆಯಿಂದ ಬರುತ್ತೆ. നമ്മുടെ അഡ്രസ് ചോദിച്ച് പുറകിന് വരും. ನಮ್ಮ ವಿಳಾಸ ಹುಡುಕೊಂಡು ಹಿಂದೆಯಿಂದ ಬರುತ್ತೆ. എന്റെ പേര് ആന്റണി എന്നാ. ನನ್ನ ಅವರ ದೇವರ ಸೇವಕರು ಆಂಟನಿ സുവിശേഷം പ്രസംഗിച്ച് ಸುವಾರ್ತೆಯನ್ನು ಪ್ರಸಂಗ ಮಾಡಿ ഞാൻ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ನಾನು ಹಿಂಗೆ ಮುಂದಕ್ಕೆ ಹೋಗ್ತಾ ಇರ್ತೀನಿ. എനിക്ക് വല്ല നന്മ വേണമെങ്കിൽ, ನನಗೇನಾದ್ರೂ ಆಶೀರ್ವಾದ ಬೇಕಾದ್ರೆ, എന്റെ അഡ്രസ് ചോദിച്ച് ನನ್ನ അഡ്രസ് ಕೇಳಿಕೊಂಡು, ഈ ആന്റണി അങ്ങോട്ട് പോയി ಈ ಆಂಟನಿ ಅವರು ಎಲ್ಲಿಗೆ ಹೋದ್ರು എന്ന് ചോദിച്ച് നന്മകൾ ಈ ರೀತಿಯಾಗಿ ಕೇಳಿ ಆಶೀರ್ವಾದ, ಪೋಸ್ಟ್ ಮ್ಯಾನ್ ചില ചെക്കും കൊണ്ടോ, ಕೆಲವು ಚೆಕ್ಕುಗಳಿಂದಲೋ, ചില നന്മകൾ കൊണ്ടോ, ಕೆಲವು ಆಶೀರ್ವಾದಗಳಿಂದಲೋ, അതനുസരിച്ചുള്ള നന്മയുള്ളവർ ಇಲ್ಲ ಅದಕ್ಕೆ ಅನುಗುಣವಾದ ಆಶೀರ್ವಾದಗಳಿಂದಲೋ എന്റെ പിന്നാലെ തേടി വരണം. ನನ್ನನ್ನು ಹಿಂದೆಯಿಂದ ಹಿಂಬಾಲಿಸಿಕೊಂಡು ಬರಬೇಕು. എന്റെ ജോലി നന്മ തേടി പോന്നെയല്ല, ನನ್ನ ಕೆಲಸ ಆಶೀರ್ವಾದಗಳಿಂದ ಹುಡುಕಿಕೊಂಡು ಹೋಗುದಲ್ಲ. എന്റെ ജോലി നന്മ തേടി പോന്നെയല്ല, ಆಶೀರ್ವಾದ ಹುಡುಕಿಕೊಂಡು ಹೋಗುದು ನನ್ನ ಕೆಲಸವಲ್ಲ. എന്റെ ജോലി സുവിശേഷം അറിയാത്ത ജനത്തിന് വിടുതൽ കൊടുക്കുക, ನನ್ನ ಕೆಲಸ ಸುವಾರ್ತೆ ತಿಳಿಯದ ವ್ಯಕ್ತಿಗಳಿಗೆ ಬಿಡುಗಡೆ ಕೊಡುವುದು, അവരെ സുവിശേഷത്തിലേക്ക് നയിക്കുക, ಅವರನ್ನು
ಸುವಾರ್ತೆಗೆ ನಡೆಸುವಂತದ್ದು, അവരെ യേശുവിലേക്ക് നയിക്കുക, ಅವರನ್ನು ಯೇಸುವಿನ ಬಳಿಗೆ ನಡೆಸುವುದು, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ರೋಗಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವುದು, ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങളെ അഴിക്കുക, ಬಂಧಿಸಲ್ಪಟ್ಟವರ ಬಂಧನ ಕಳಚುವುದು, നിത്യതയുടെ അവകാശികളാക്കി മാറ്റുന്ന ನಿತ್ಯ ರಾಜ್ಯಕ್ಕೆ ಬಾಧ್ಯರನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವಂತ സുവിശേഷത്തിന്റെ ദൗത്യം, ಸುವಾರ್ತೆಯ ಕೆಲಸ, അത് കൈമാറുക, ಅದನ್ನು ಹಸ್ತಾಂತರಿಸುವಂತದ್ದು. പകലിലും ഇവിടെ വന്ന് നിന്ന് ಇವತ್ತು ಆಗಲಿಲ್ಲಿ ಬಂದಂತಹ നിങ്ങളുടെ നടുവിൽ ഈ ദൗത്യം കൈമാറി വരുമ്പോ, ಇವತ್ತು ಆಗಲು ಅದು ನಿಮಗೆ ಕೊಡುವಾಗ, നമ്മുടെ സകല ആവശ്യങ്ങളും അറിയുന്ന ദൈവം, ನಮ್ಮ ಎಲ್ಲ ಅಗತ್ಯವನ್ನು ತಿಳಿಯುವಂತ ದೇವರು, അവൻ ഇന്ന് പകലിൽ പിന്നാലെ സകല നന്മകൾ നൽകി തന്ന് മാനിക്കും. ಆತನ ಹಿಂದೆಲ್ಲ ಆಶೀರ್ವಾದವನ್ನು ಕೊಟ್ಟು ನಿಮ್ಮನ್ನು ಗೌರವಿಸುತ್ತಾನೆ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್. അപ്പോൾ ആത്മീയത്തിന്റെ അകത്തെ ഭൗതികമുണ്ട്, ಆತ್ಮಿಕತೆಯ ಒಳಗಡೆ ಭೌತಿಕತೆ ಆರ್ಥಿಕತೆಯೂ ಇದೆ. ഭൗതികത്തിന്റെ അകത്തെ ആത്മീയത ഇല്ല. ಭೌತಿಕತೆಯ ಒಳಗಡೆ ಆತ್ಮಿಕತೆ ಬರಲ್ಲ. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ನಮಗೇನ್ ಬೇಕು? ആത്മീയത വേണോ, ഭൗതിക വേണോ? ಆತ್ಮಿಕತೆ ಬೇಕಾ ಅಥವಾ ಈ ಭೌತಿಕವಾದದ್ದು ಬೇಕಾ? ആത്മീയം. ಆತ್ಮಿಕತೆ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ആത്മീയം മതി എന്ന് പറ. ಪಕ್ಕದವನಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳು, ಆತ್ಮಿಕತೆ ಸಾಕು ಅಂತ. യേശുവിനെ മതി എന്ന് പറ. ಯೇಸು ಸಾಕು ಅಂತ ಹೇಳಿ. യേശുവിനെ മതി എന്ന് പറ. ಯೇಸುವನ್ ಸಾಕು. ಯೇಸು ಸಾಕು. യേശുവിനെ മതി എന്ന് പറ. ಯೇಸು ಸಾಕು. യേശുവിനെ മതി എന്ന് പറ. ಯೇಸು ಸಾಕು ನನಗೆ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മതി. ಯೇಸು ಸಾಕು ನನಗೆ. അതിന്റെ അകത്ത് ആത്മീയതയുണ്ട്. ಅದರ ಒಳಗಡೆ ಆತ್ಮಿಕತೆ ಇದೆ. യേശുവിനെ മതി എന്ന് പറ. ಯೇಸುವನ್ನ ಸಾಕೆಂಬುದಾಗಿ ಹೇಳಿ. അതിന്റെ അകത്ത് ഭൗതികം അല്ല വിഷയം. ಅದರ ಒಳಗಡೆ ಭೌತಿಕತೆ ಅಲ್ಲ ವಿಷಯ. ഭൗതികത്തിന് സ്ഥാനമില്ല. ಭೌತಿಕತೆಗೆ ಸ್ಥಾನ ಇಲ್ಲ. ആത്മീയത്തിന് സ്ഥാനമുള്ളൂ. ಆತ್ಮಿಕತೆಗೆ ಮಾತ್ರ. യേശുവിനെ സ്ഥാനമുള്ളൂ. ಯೇಸುವಿಗೆ ಮಾತ್ರ ಸ್ಥಾನ. യേശുവിന് സ്ഥാനം ഉണ്ടെങ്കിൽ, ಯೇಸುವಿಗೆ ಸ್ಥಾನ ಇರುವುದಾದರೆ, ആത്മീയക്ക് സ്ഥാനത ഉണ്ടെങ്കിൽ, ಆತ್ಮಿಕತೆಗೆ ಸ್ಥಾನ ಇದ್ರೆ ഭൗതികമെല്ലാം നിന്റെ പിന്നാലെ നിന്നോളും. ಈ ಭೌತಿಕತೆ ಎಲ್ಲ ಹಿಂದೆಯಿಂದ ಬರುತ್ತೆ. ലൈനായിട്ട് നിൽക്കും. ಅದು ಸಾಲಾಗಿ ಬರುತ್ತೆ. എന്തുവാ വേണ്ടെന്ന് ചോദിച്ചാ നിൽക്കുന്നേ. ಏನ್ ಬೇಕು ಅಂತ ಕೇಳ್ಕೊಂಡು ನಿಲ್ಕೊಳ್ತೀನಿ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടെന്ന് ചോദിച്ചിരിക്കും. ನಿಮಗೆ ಏನು ಬೇಕು ಅಂತ ಹಿಂದೆ ಕೇಳುತ್ತದೆ. എത്ര പേർക്ക് മനസ്സിലായി? ಅರ್ಥ ಆಗ್ತಾ ಇದೆಯಾ? നിങ്ങൾക്ക് എന്തോ വേണ്ടത്, ಏನ್ ಬೇಕು ನಿಮಗೆ, നിങ്ങളുടെ പിന്നാലെ നിൽക്കും. ನಿಮ್ಮ ಹಿಂದೆಯಿಂದ ಬರುತ್ತದು. ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್, ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಸಂತೋಷ ಇದೆಯಾ? ഹല്ലേലൂയ, ಆಮೆನ್. ഭൗതികം കിട്ടിയ ഇത്ര സന്തോഷം നമുക്ക് വരത്തില്ല. ಭೌತಿಕತೆ ಸಿಕ್ಕಿದ್ರೆ ಇಷ್ಟು ಸಂತೋಷ ನಮಗೆ ಬರಲ್ಲ. നശിച്ചു പോകുന്നതാ. ನಾವಲ್ಲಿಗೆ ನಾಶವಾಗಿ ಹೋಗ್ತೀವಿ. ആത്മീയം നശിക്കുന്നില്ല. ಆತ್ಮಿಕತೆ ಕೆಟ್ಟು ಹೋಗುದಿಲ್ಲ. അതിന്റെ പ്രത്യേകതയാ. ಅದರ ಪ್ರತ್ಯೇಕತೆ ಅದು. ഇവിടം കൊണ്ട് തീരുന്നതല്ല. ಅದು ಇಲ್ಲಿಗೆ ಮುಗಿಯುವಂತದಲ್ಲ. ആത്മീയം നമ്മുടെ അകത്ത് വന്നാൽ, ಆತ್ಮಿಕತೆ ನಮ್ಮೊಳಗಡೆ ಬಂದಾಗ, അഭിഷേകം നമ്മുടെ അകത്ത് വന്നാൽ, ಅಭಿಷೇಕ ನಮ್ಮೊಳಗೆ ಬಂದಾಗ ഇവിടം കൊണ്ട് നമ്മളെ തീർക്കത്തില്ല. ಇಲ್ಲಿಗೆ ನಮ್ಮನ್ನು ಮುಗಿಸುವುದಿಲ್ಲ. നിത്യതയുടെ തുറമുഖത്ത് ಅದು ನಿತ್ಯತೆಯ ತನಕ നമ്മളെ കൊണ്ട് നിർത്തുന്ന ನಮ್ಮನ್ನು ಕೊಂಡೊಯ್ದು ನಿಲ್ಲಿಸುವಂತಹ പിതാവാം ദൈവത്തിന്റെ മുമ്പിൽ, ತಂದೆಯಾದ ದೇವರ ಮುಂದೆ നമ്മളെ കൊണ്ട് നിർത്തുന്ന ನಮ್ಮನ್ನು ಕೊಂಡೋಗಿ ನಿಲ್ಲಿಸುವಂತಹ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ದೇವರೊಂದಿಗಿರುವ ಸಂಬಂಧದಲ್ಲಿ, പുത്രനുമായി ದೇವರ ಮಗನೊಂದಿಗೆ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ಪರಿಶುದ್ಧ ಆತ್ಮನಲ್ಲಿ ತುಂಬಿ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സുദിനം ದೇವರನ್ನ ಆರಾಧಿಸುವ ಒಂದು ದಿವಸ എത്ര പേർ മുമ്പിൽ കാണുന്നു? ಅದು ಎಷ್ಟು ಜನ ಮುಂದೆ ಕಾಣ್ತಾ ಇದ್ದೀರಾ? ആത്മീയത്തിന്റെ പിന്നിൽ അങ്ങനെ ഒരു ദൗത്യമുണ്ട്. ಆತ್ಮಿಕತೆ ಹಿಂದೆ ಆ ರೀತಿ ಒಂದು ಕೆಲಸ ಇಲ್ಲ. ആത്മീയം നമ്മുടെ അകത്ത് വന്നാൽ, ಆತ್ಮಿಕತೆ ನಮ್ಮೊಳಗಡೆ ಬಂದಾಗ, അഭിഷേകം നമ്മുടെ അകത്ത് വന്നാൽ, ಅಭಿಷೇಕ ನಮ್ಮೊಳಗೆ ಬಂದಾಗ പാപത്തോട് ഇണചേരാൻ സമ്മതിക്കത്തില്ല. ಪಾಪದ ಜೊತೆ ನಾವು ಇಜ್ಜೋಡಾಗಿ ಹೋಗುವುದಿಲ್ಲ. ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. ಲೋಕಕ್ಕೆ ನಮ್ಮನ್ನು ನಾವು ಬಿಟ್ಟು ಕೊಡುವುದಿಲ್ಲ. പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. ಸೈತಾನನಿಗೆ ಬಿಟ್ಟು ಕೊಡುವುದಿಲ್ಲ. മന്ത്രവാദത്തിന് വിട്ടുകൊടുക്കത്തില്ല. ಮಂತ್ರವಾದಿಗಳಿಗೆ ಬಿಟ್ಟು ಕೊಡುವುದಿಲ್ಲ. നിന്നെ പുറത്തു കൊണ്ടുവന്ന, ನಿನ್ನನ್ನು ಹೊರಗಡೆ ಕರೆದುಕೊಂಡು നിന്നെ ಬಂದು വേർപെടുത്തി നിർത്തി, ನಿನ್ನನ್ನು ಬೇರ್ಪಡಿಸಿ ನಿಲ್ಲಿಸಿ ദൈവ ശക്തി നിന്നെ കൈമാറി, ದೇವರ ಶಕ್ತಿ ನಿನ್ನೊಳಗೆ ಕೊಟ್ಟು ഒരു അപ്പോസ്തലനായി, ಒಂದು ಅಪೊಸ್ತಲನಾಗಿ, ഒരു അപ്പോസ്തോലിയായി, ಒಂದು ಅಪೊಸ್ತಲನಾಗಿ, ഒരു സുവിശേഷകനായി, ಒಂದು ಸುವಾರ್ತಿಕರಾಗಿ, ഒരു സുവിശേഷയായി, ಒಂದು ಸೌವಾರ್ತಿಕರಾಗಿ നിന്നെ ഓടിച്ച് പ്രയോജനപ്പെടുത്തുന്ന, ನಿನ್ನನ್ನು ಪ್ರಯೋಜನ ಪಡಿಸುವಂತಹ, നിന്നെ ഉപയോഗിക്കുന്ന ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುವಂತಹ ദൈവത്തിന്റെ ആത്മാവ്, ದೇವರ ಆತ್ಮನು, ദൈവത്തിന്റെ അഭിഷേകം ದೇವರ ಅಭಿಷೇಕ നിങ്ങളെ ഇന്ന് പകലിൽ കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാ. ಇವತ್ತು ನಿಮ್ಮನ್ನು ಕೈಗಳು ആ ತೆಗೆದುಕೊಳ್ಳುತ್ತದೆ. സാന്നിധ്യം നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുകയാ. ಆ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮನ್ನು ತುಂಬಿಸುತ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ. ಶುಡಾರಾಬಾಲಾಬ, ತಾರಾಬಾಲಾಬ, ಹುಡಾಬಾಲಾಬಾಲಾಬಾಲ, ಧುರಾಬಾಲಾಬಾಲಾಬಾಲ, ತುರಗದನಬಲ ಶಾಂದರಗದನಗಡ ಹಡಗಬಲಗಡಗದಿಗಡಗಡಗಬಲ, ವೈಡಬಾಲ, ಚುಡಬಲಬಲಬಲ, ಧುರಬಲಬೈಡಬಲ, ಧುರಬಲ, ರಿಗದರಮನ ವೈಡಬಲಬಲ, ಧುರಬಲ, ವೈಡಬಲ, ಧುರಬಲ. ರಗದರಮನ ಶದರಗದನಗ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്ന് പകല് ആത്മീയം വേണോ ഭൗതികം വേണോ എന്ന് നിങ്ങൾ പറയണം. ಇವತ್ತಾಗಲೂ ಆತ್ಮಿಕತೆ ಬೇಕಾ ಭೌತಿಕತೆ ಬೇಕಂತ ನೀವೇ ಹೇಳಿ. ആത്മീയം വേണോ ഭൗതികം വേണോ
എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ഒന്ന് ചോദിക്കണം. ಆತ್ಮಿಕತೆ ಬೇಕಾ ಅಥವಾ ಭೌತಿಕವಾದ ಆಶೀರ್ವಾದ ನನಗೆ ಬೇಕಾ ಅಂತ ನಿಮ್ಮ ಹೃದಯಕ್ಕೆ ನೀವೇ ಪ್ರಶ್ನೆ ಮಾಡ್ರಿ. പുറമെ പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കണം. ಹೊರಗಡೆ ಹೇಳ್ಬೇಡಿ, ನಿಮ್ಮ ಹೃದಯಕ್ಕೆ ನೀವೇ ಪ್ರಶ್ನೆ ಮಾಡಿ. ആത്മീയത്തിന്റെ അകത്ത് സകല ഭൗതികമുണ്ട്. ಆತ್ಮಿಕತೆ ಒಳಗಡೆ ಎಲ್ಲ ಭೌತಿಕ ಆಶೀರ್ವಾದಗಳಿವೆ. ಕಾರಣ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സൃഷ്ടിതാവിന്റെ ആത്മാവാ. ನಮ್ಮ ಒಳಗಡೆ ಇಳಿದು ಬರುವುದು ಸೃಷ್ಟಿಕರ್ತನಾದ ದೇವರ ಆತ್ಮ. സൃഷ്ടിതാവിന്റെ ആത്മാവ് നമ്മളിൽ വന്നാൽ, ಸೃಷ್ಟಿಕರ್ತನ ಆತ್ಮ ನಮ್ಮೊಳಗೆ ಬಂದರೆ, ಅದರ ಪ್ರತ್ಯೇಕತೆ നിങ്ങളുടെ ഭവനത്തിൽ വന്നാൽ, ನಿಮ್ಮ ಮನೆಯೊಳಗೆ ಬಂದರೆ നിങ്ങളുടെ ഇല്ലായ്മ കണ്ടുപിടിക്കും. ನಿಮ್ಮ ಶೂನ್ಯತೆಗಳನ್ನು, ಕೊರತೆಗಳನ್ನು ಕಂಡುಹಿಡಿಯುತ್ತೆ. നിങ്ങൾ അങ്ങോട്ട് പറയണ്ട, ನೀವು ಆ ಕಡೆಗೆ ಹೇಳ್ಬೇಕಾಗಿಲ್ಲ. അങ്ങോട്ട് പറയണ്ട, ನೀವು ಆ ಕಡೆಗೆ ಹೇಳ್ಬೇಕಾಗಿಲ್ಲ. യേശുപ്പച്ചാ എനിക്കൊരു വണ്ടി വേണം, ಯೇಸುವೇ ನನಗೊಂದು ವಾಹನ ಬೇಕು, യേശുവേ എനിക്ക് ആഹാരമില്ല, ಯೇಸುವೇ ನನಗೆ ಆಹಾರ ಇಲ್ಲ, എനിക്ക് വസ്ത്രമില്ല, ನನಗೆ ವಸ್ತ್ರ ಇಲ್ಲ. സൃഷ്ടിതാവിന്റെ ആത്മാവിനെ, ಸೃಷ್ಟಿಕರ್ತನ ಆತ್ಮ, ഈ യേശു കർത്താവ് ഈ ആത്മാവിന് മറ്റൊരു പേരൂടെ പറഞ്ഞു, കാര്യസ്ഥൻ എന്ന് പറഞ്ഞു. ಅಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಅವನಿಗೆ ಅಲ್ಲಿ ಇನ್ನೊಂದು ಪದ ಉಪಯೋಗಿಸಲಿ, ಸಹಾಯಕನೆಂಬುದಾಗಿ ಕನ್ನಡದಲ್ಲಿ ಕಾಣುತ್ತದೆ. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് ನಾನು ಅಲ್ಲಿಗೆ ಹೋಗಿ ಸಹಾಯಕನನ್ನು ನಿಮ್ಮ ಬಳಿಗೆ ಕಳಿಸ್ತೇನೆಂಬುದಾಗಿ. കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ, ಆ ಸಹಾಯಕನು ಬಂದರೆ കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ವಿಷಯಗಳ ಕುರಿತಾಗಿ ತಿಳಿದುಕೊಂಡು നിങ്ങൾക്ക് വേണ്ടത് സാധിപ്പിച്ചു തരും. ನಿಮಗೆ ಬೇಕಾದ್ದನ್ನು ಆತ ನೆರವೇರಿಸಿಕೊಡ್ತಾನೆ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞ ഒരു വീട്ടിലെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പിതാവാ. ಒಂದು ಮನೆಯಲ್ಲಿರುವಂತಹ ಜವಾಬ್ದಾರಿ ಉಳ್ಳವನೆಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಆ ಮನೆಯ ತಂದೆ ಅದು. അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ಅಲ್ಲಿನ ಕಾರ್ಯಗಳನ್ನೆಲ್ಲ ತಿಳಿದುಕೊಂಡು അത് നിവർത്തികരിച്ചുകൊണ്ടിരിക്കും, ಅದನ್ನು ನಿರ್ವಹಿಸ್ತಾ ಇರ್ತಾನೆ. ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഇത്രയും പേരെ കാര്യസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ. ಇಷ್ಟು ಜನಗಳಿಲ್ಲಿದ್ದೀರಾ, ಇಷ್ಟು ಜನರ ಜವಾಬ್ದಾರಿ ವಹಿಸಿದ ವ್ಯಕ್ತಿ ನಮ್ಮ ದೇವರ ಸೇವಕರು. നിങ്ങൾ ആരും ഒരു പക്ഷെ അങ്ങോട്ട് ചോദിച്ചിട്ടല്ല, ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് എന്ത് ചെയ്തോണ്ടേയിരിക്കും. ನೀವು ಯಾರು ಅವರ ಹತ್ರ ಹೋಗಿ ವಿಷಯಗಳನ್ನು ಕೇಳಿಕೊಂಡಲ್ಲ, ಅವರೆಲ್ಲವನ್ನು ತಿಳಿದುಕೊಂಡು ಬೇಕಾದ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ತಾ ಇರ್ತಾರೆ. Praise the Lord. ಆಮೆನ್. കാര്യസ്ഥൻ, ಅದೇ ಜವಾಬ್ದಾರಿ ಉಳ್ಳವನು. ഇതുപോലെ യേശു കർത്താവ് പറഞ്ഞു കാര്യസ്ഥൻ വരും. ಅದೇ ರೀತಿ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಸಹಾಯಕ ಅಥವಾ ಜವಾಬ್ದಾರಿ ಉಳ್ಳವನನ್ನು ಕಳಿಸ್ತಾನೆ. പരിശുദ്ധാത്മാവിന് കൊടുത്ത പേരാണ് കാര്യസ്ഥൻ. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಕೊಟ್ಟ ಹೆಸರು ಸಹಾಯಕನೆಂಬುದಾಗಿ. കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ, ಆ ಜವಾಬ್ದಾರಿ ಉಳ್ಳವನು ಬಂದಾಗ കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ಕಾರ್ಯಗಳ ಕುರಿತಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಂಡು അത് ചെയ്തു തരും, ಅದನ್ನು ಮಾಡಿಕೊಡುತ್ತಾನೆ, ചെയ്തു തരും, ಮಾಡಿಕೊಡುತ್ತಾನೆ. നിങ്ങൾ കടഭാരത്തിലാണോ? ಒಂದು ವೇಳೆ ನೀವು ಸಾಲಭಾರದಲ್ಲಿದ್ದೀರಾ, കടഭാരം മാറ്റിത്തരും. ಸಾಲಭಾರವನ್ನು ನೀಗಿಸುತ್ತಾನೆ. നിങ്ങൾ രോഗിയായിട്ടിരിക്കുകയാണോ? ನೀವು ರೋಗಿಯಾಗಿದ್ದೀರಾ, രോഗ സൗഖ്യം തരും. ನಿಮಗೆ ರೋಗದ ಸೌಖ್ಯ ಕೊಡುತ್ತಾನೆ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വല്ലാതിരിക്കുകയാണോ? ನಿಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದೇ ಇಲ್ವಾ? അവനെ ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത ഞെരുക്കത്താൽ, ಉಚ್ಚರಿಸಲಿಕ್ಕೆ ಅಸಾಧ್ಯವಾಗಿರುವಂತಹ ಮಾತುಗಳಿಂದ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങും. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮಗೋಸ್ಕರವಾಗಿ ವಿಜ್ಞಾಪನೆ ಮಾಡುತ್ತಿರುತ್ತಾನೆ. നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം വരും. ನಿಮ್ಮ ಒಳಗಡೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಒಂದು ನಿಯೋಜನೆ ಬರುತ್ತೆ. ബാക്കി എല്ലാ ವಿಷಯങ്ങളും അന്നേരം മാറാൻ തുടങ്ങും. ನಿಮ್ಮನ್ನು ಕಾಡುತ್ತಾ ಇರುವಂತಹ ವಿಷಯಗಳೆಲ್ಲ ಅವಾಗ ಬಿಟ್ಟು ಹೋಗುತ್ತೆ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉടനെ നിങ്ങൾ നിയോഗിക്കപ്പെടാൻ തുടങ്ങും. ಪ್ರಾರ್ಥನೆಗೋಸ್ಕರವೇ ನೀವು ಬೇಗನೆ ನಿಯೋಜಿಸಲ್ಪಡ್ತೀರಾ. നിങ്ങൾ അറിയുന്നില്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുകയാ. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ನಿಮಗೋಸ್ಕರವಾಗಿ ವ್ಯಾಪರಿಸುತ್ತಾನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപക്ഷേ നിങ്ങൾ രോഗിയായിട്ട് തളർന്നു കിടക്കുകയാ. ಒಂದು ವೇಳೆ ನೀವು ರೋಗಿಯಾಗಿ ಬಿದ್ದಿರಬಹುದು. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടോ? ನಿಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿದೆ. യോഗത്തിന് പോകണമെന്നുണ്ടോ? ನಿಮಗೆ ಕೂಟಗಳಿಗೆ ಹೋಗಬೇಕೆಂಬುದಾಗಿದೆ. ആഗ്രഹമൊക്കെയുണ്ട്, ಆಸೆಗಳೆಲ್ಲ ಮನಸ್ಸೊಳಗಿದೆ. നിങ്ങൾ വല്ലാതെ കിടക്കുമ്പോൾ, ನೀವು ಈ ರೀತಿ ಆಯಾಸಗೊಂಡು ಬಿದ್ದಾಗ ഒരു പക്ഷെ നിങ്ങളെ സഹായിക്കാൻ അവിടെ കാണത്തില്ല. ಒಂದು ವೇಳೆ ಸಹಾಯ ಮಾಡ್ಲಿಕ್ಕೆ ಯಾರು ಇರುವುದಿಲ್ಲ. ഉടനെ ഈ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങും. ಆ ಸಮಯದಲ್ಲಿ ಈ ಆತ್ಮ ನಿಮಗೆ ಕಾರ್ಯ ಮಾಡುತ್ತೆ. ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങും. ಈ ಆತ್ಮ ನಿಮಗೆ ಕಾರ್ಯ ಮಾಡುತ್ತೆ. ഈ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങിയ ಆತ್ಮನ ನಿಮ್ಮೊಳಗೆ ವ್ಯಾಪರಿಸುವಾಗ നിങ്ങൾ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാൻ തുടങ്ങും. ನೀವು ಅಲ್ಲಿಂದ ಬೇಗನೆ ಜಿಗಿದೆದ್ದೇಳ್ತೀರಾ. ചാടി ಎഴുന്നേൽക്കാൻ തുടങ്ങും. ಜಿಗಿದೆದ್ದೇದುಕೊಂಡು ഒരു ബലം അകത്ത് വ്യാപരിക്കാൻ തുടങ്ങും. ಒಂದು ಬಲ ನಿಮ್ಮೊಳಗೆ ವ್ಯಾಪರಿಸುತ್ತೆ. ഇത് പകലിൽ ആ ബലം അകത്ത് കൈമാറുകയാ. ಇವತ್ತು ಆಗಲ ಆ ಬಲ ನಿಮ್ಮ ಮೇಲೆ ಇಳಿತಾ ಇದೆ. ശക്തി അകത്ത് കൈമാറുകയാ. ಆ ಶಕ್ತಿ ನಿಮ್ಮೊಳಗೆ ಇಳಿಯುತ್ತಿದೆ. ഏതൊക്കെയോ രോഗികൾ സൗഖ്യമാകുകയാ. ಯಾವುದೋ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಿದ್ದಾರೆ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವಾಗ ആത്മാവ് വ്യാപരിക്കും. ಆತ್ಮನ ವ್ಯಾಪರಿಸುತ್ತಾನೆ. ആത്മാവ് വ്യാപരിക്കുമ്പോൾ, ಆತ್ಮನ ವ್ಯಾಪರಿಸುವಾಗ രോഗികൾ ചാടി എഴുന്നേൽക്കും. ರೋಗಿಗಳು ಕುಣಿದೆದ್ದೇಳುತ್ತಾರೆ. ആത്മാവ് വ്യാപരിക്കുമ്പോൾ, ಆತ್ಮನ ವ್ಯಾಪರಿಸುವಾಗ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ಸತ್ತವರು ಎದ್ದು ಬರುವುದಕ್ಕೆ പുനരുത്ഥാനത്തിന്റെ ശക്തി ಈ ಪುನರುತ್ಥಾನದ ಶಕ್ತಿ യേശുവിന്റെ കല്ലറയുടെ മേൽ വ്യാപരിച്ചപ്പോ, ಯೇಸುವಿನ ಸಮಾಧಿಯ ಮೇಲೆ ವ್ಯಾಪರಿಸಿದಾಗ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. ಸತ್ತವನು ಎದ್ದು ಬಂದನು. ഉയർത്തെഴുന്നേറ്റ് വന്നു. ಎದ್ದು ಬಂದನು. ഉയർത്തെഴുന്നേറ്റ് വന്നു. ಸತ್ತವನು ಎದ್ದು ಬಂದನು. ഇതേ ശക്തി ಇದೇ ಶಕ್ತಿ മരിച്ചുപോയ
ಕಳೆದು ಹೋದಂತ 4 ദിവസമായ 4 ദിവസವಾದಂತ ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ಲಾಸರನ ಸಮಾಧಿಯ ಬಳಿಯಲ್ಲಿ യേശുവിന്റെ ശക്തിയെ വ്യാപരിച്ചു. ಯೇಸುವಿನ ಶಕ್ತಿ ವ್ಯಾಪರಿಸಿತು. ലാസറിന്റെ കല്ലറയെ തുറന്നുകൊണ്ട് ಲಾಜರನ ಸಮಾಧಿಯನ್ನು ತೆರೆದುಕೊಂಡು ലാസർ പുറത്തു വന്നു. ಲಾಜರ ಹೊರಗಡೆ ಬಂದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഇതേ ശക്തി, ಇದೇ ಶಕ್ತಿ പള്ളി പ്രമാണിയുടെ ಅಲ್ಲಿ ಕರೆದ ಆಲಯದ ಪ್ರಮಾಣಿಯ 12 വയസ്സുള്ള 12 ವರ್ಷವಾಗಿರುವಂತ ബാലിക മരിച്ചുപോയി. ಬಾಲಿಕೆ ಸತ್ತು ಹೋದಳು. യേശു കർത്താവ് അവിടെ ചെന്നു. ಯೇಸು ಸ್ವಾಮಿ ಅಲ್ಲಿಗೆ ಹೋದ. ഒരു വാക്കി പ്രാർത്ഥിച്ചപ്പോൾ ಒಂದೇ ಒಂದು ಮಾತಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದಾಗ ബാലിക എഴുന്നേറ്റ് വന്നു. ಬಾಲಕಿ ಎದ್ದು ಬಂದಳು. ഇതേ ദൈവശക്തി, ಇದೇ ದೇವರ ಶಕ್ತಿ. വിധവയുടെ ഏക മകൻ, ವಿಧವೆಯ ಒಬ್ಬನೇ ಮಗ മരിച്ചുപോയവനെ ಸತ್ತು ಹೋದವನನ್ನು മഞ്ചത്തിൽ ചുമന്നു കൊണ്ടുപോയപ്പോ ಆ ಮಂಚದಲ್ಲಿ ಹೊತ್ತುಕೊಂಡು ಹೋಗುವಾಗ യേശു കർത്താവ് ಯೇಸು ಸ್ವಾಮಿ ആ മഞ്ചത്തെ തൊട്ടപ്പോൾ ಆ ಮಂಚವನ್ನು ಮುಟ್ಟಿದಾಗ മരിച്ചവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ಸತ್ತವನು ಎದ್ದು ಕುಳಿತು ಮಾತಾಡಿದ. ഇതേ ദൈവശക്തി, ಇದೇ ದೇವರ ಶಕ್ತಿ. തബീത മരിച്ചുപോയപ്പോ ತಬೀದ ಸತ್ತು ಹೋದಾಗ അവളെ കുളിപ്പിച്ച് മാളിക റൂമിൽ കിടത്തി. ಅವಳನ್ನು ಸ್ನಾನ ಮಾಡಿಸಿ ಕೋಣೆಯೊಳಗೆ ಮಲಗಿಸಿದರು. പത്രോസ് അവിടെ ചെന്നു ಪೇತ್ರನು ಅಲ್ಲಿಗೆ ಹೋಗಿ ശവത്തിന് നേരെ തിരിഞ്ഞ ಶವದ ಕಡೆಗೆ ತಿರುಗಿಕೊಂಡು പ്രാർത്ഥിച്ച് മുട്ടുകുത്തി ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಮೊಣಕಾಲಾಕಿ മരിച്ചുപോയ തബീത ಸತ್ತು ಹೋದ ತಬೀದಳು എഴുന്നേറ്റ് വന്നു. ಎದ್ದು ಬಂದಳು. ശവങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ಶವಗಳನ್ನು ಎಬ್ಬಿಸುವಂತಹ ദൈവശക്തി, ದೇವರ ಶಕ್ತಿ, ദൈവശക്തി ದೇವರ ಶಕ್ತಿ ഇന്ന് പകലിൽ ಇವತ್ತು ಹಗಲ ವೇಳೆಯಲ್ಲಿ നിങ്ങളുടെ ഓരോരുത്തരെയകത്ത്, ನಿಮ್ಮ ಪ್ರತಿಯೊಬ್ಬರ ಒಳಗಡೆ, നിങ്ങളുടെയകത്ത്, ನಿಮ್ಮ ಒಳಗಡೆಗೆ, നിങ്ങളുടെയകത്ത് ನಿಮ್ಮ ಒಳಗಡೆಗೆ ദൈവം കൈമാറുന്നു. ದೇವರು ಹಸ್ತಾಂತರಿಸಿದ್ದಾನೆ. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ലെവലിൽ ಸತ್ತವರು ಎದ್ದು ಬರುವ ರೀತಿಯಲ್ಲೇ ശവങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ಶವಗಳನ್ನು ಎಬ್ಬಿಸುವಂತಹ ദൈവശക്തി ದೇವರ ಶಕ್ತಿ ദൈവം കൈമാറുന്നു. ದೇವರು ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾರೆ. Yes, yes, ಹಾಲೆಲೂಯ, yes. ಹಾಲೆಲೂಯ. ശവങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. ಶವಗಳು ಎದ್ದೇಳಲಿಕ್ಕಾಗಿದೆ. ശവങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. ಶವಗಳು ಎದ್ದೇಳಲಿಕ್ಕಾಗಿದೆ. മരിച്ചവർ എഴുന്നേൽക്കാൻ പോകുന്നു. ಸತ್ತವರು ಎದ್ದೇಳಲಿಕ್ಕಾಗಿದೆ. തളർവാദ രോഗികൾ എഴുന്നേൽക്കാൻ പോകുന്നു. ವಾಸುವಾಯ ರೋಗಿಗಳು ಎದ್ದೇಳಲಿಕ್ಕಾಗಿದೆ. മരിച്ചു നീക്കം ചെയ്തവർ ചാടി എഴുന്നേൽക്കാൻ പോകുന്നു. ಸತ್ತು ವಾಸನೆ ಹೊಡೆಯುವರು ಎದ್ದೇಳ್ತಾ ಇದ್ದಾರೆ. പ്രാർത്ഥനയുടെ ശക്തിയാൽ ಪ್ರಾರ್ಥನೆಯ ಶಕ್ತಿಯಿಂದ ശവങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ಶವಗಳನ್ನು ಎಬ್ಬಿಸುವಂತಹ പരിശുദ്ധാത്മാവിന്റെ ശക്തി ಪರಿಶುದ್ಧ ಆತ್ಮನ ಶಕ್ತಿ ഇതിനകത്ത് വ്യാപരിക്കുന്നു. ಇದರ ಒಳಗಡೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ഏതൊക്കെയോ വ്യക്തികളെ ಯಾವುದೋ ವ್ಯಕ್ತಿಗಳನ್ನು അതിനുവേണ്ടി ദൈവം നിയോഗിക്കുന്നു. ಅದಕ್ಕಾಗಿ ದೇವರು ಆರಿಸಿದ್ದಾರೆ. അഭിഷേകം, ಇದೇ ಅಭಿಷೇಕ, ശക്തി, ಇದೇ ದೇವರ ಶಕ್ತಿ അത് വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸಿದೆ. അത് ഇറങ്ങി ನಿಮ್ಮ വരുന്നു. ಮೇಲೆ ಇಳಿದು ಬರ್ತಿದೆ. അതിനെ സ്വീകരിക്കുക, ಅದನ್ನು ಪಡೆದುಕೋ, സ്വീകരിക്കുക, ಅದನ್ನು ಪಡೆದುಕೋ, സ്വീകരിക്കുക. ಅದನ್ನು ಪಡೆದುಕೋ. ഓ ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ ದೇವರ തുടങ്ങുന്നു. ಆತ್ಮ ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ അഭിഷേകം ದೇವರ ಆತ್ಮನ ಅಭಿಷೇಕ നിന്റെ മേൽ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. നിന്റെ മേൽ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. നിന്റെ മേൽ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ഉറക്കെ കരങ്ങളെ തട്ടി ಶಬ್ದವಾಗಿ ಕರಗಳನ್ನು തട്ടി ತಟ್ಟಿಕೊಂಡು സ്വീകരിച്ചു. ಅದನ್ನು ಪಡೆದುಕೋ. ദൈവം ചിലരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ಇವತ್ತು ಕೆಲವರು ಎದ್ದೇಳಲಿಕ್ಕಿದ್ದಾರೆ. ദൈവം ചിലരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ಕೆಲವರನ್ನು ದೇವರು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾನೆ. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ದೇವರು ಉಪಯೋಗಿಸಲಿದ್ದಾನೆ. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ದೇವರು ಉಪಯೋಗಿಸಲಿದ್ದಾನೆ. നിന്നെ ദൈവം പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്നു. ನಿನ್ನನ್ನು ದೇವರು ಪ್ರಯೋಜನ ಪಡಿಸುತ್ತಾನೆ. നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നു. ಅಂತ ಒಂದು ಅಭಿಷೇಕ നിന്റെ ವ್ಯಾಪರಿಸುತ್ತಿದೆ. മേൽ ആത്മാവ് ഇറങ്ങി വരുന്നു. ನಿನ್ನ ಮೇಲೆ ಆತ್ಮ ಇಳಿದು ಬರುತ್ತಿದ್ದಾನೆ. നിന്റെ മേൽ ആ ശക്തി ഇറങ്ങി വരുന്നു. ನಿನ್ನ ಮೇಲೆ ಶಕ್ತಿ ಇಳಿದು നിന്റെ ಬರುತ್ತಿದೆ. മേൽ ആ കാര്യസ്ഥനാകുന്ന ആത്മാവ് ഇറങ്ങി വരുന്നു. ಕಾರ್ಯಸ್ಥನಾದ ಪರಿಶುದ್ಧಾತ್ಮ ಇಳಿದು ಬರುತ್ತಿದ್ದಾನೆ. പുനരുത്ഥാനത്തിന്റെ ശക്തി, ಪುನರುತ್ಥಾನದ ಶಕ್ತಿ, പത്രോസിന്റെ കൂടെ ഇരുന്ന ശക്തി, ಪೇತ್ರನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಂತ ಶಕ್ತಿ, പൗലോസിന്റെ കൂടെ ഇരുന്ന ശക്തി, ಪೌಲನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಂತ ಶಕ್ತಿ, യേശു കർത്താവിനെ ഉപയോഗിച്ച ദൈവശക്തി, ಯೇಸು ಸ್ವಾಮಿ ಉಪಯೋಗಿಸಿದ ಅದೇ ಶಕ್ತಿ, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച ശക്തി, ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿದ ಶಕ್ತಿ, ലാസറിനെ ഉയർപ്പിച്ച ശക്തി, ಲಾಸರನ್ನು ಎಬ್ಬಿಸಿದ ಶಕ್ತಿ ഇന്ന് പകലിൽ വ്യാപരിക്കുന്നു. ಇವತ್ತು ಹಗಲು ವ್ಯಾಪರಿಸುತ್ತಿದೆ. രോഗികൾ സൗഖ്യമാകുന്നു. ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಿದ್ದಾರೆ. ബന്ധനങ്ങൾ അഴിയുന്നു. ಬಂಧನಗಳು ಬಿಚ್ಚುತ್ತಿದೆ. കെട്ടുകൾ പൊട്ടി മാറുന്നു. ಬಂಧನಗಳು ಬಿಚ್ಚುತ್ತಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. Ha 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 ha. Raka bakata la tala, ruka bakata la katala ba, uda bakata la batala bala, uda bala tara bala tara yana, uda bala tara yana, uda bala tara yana,
എത്ര പേർ വിട്ടുകൊടുക്കുന്നു? എത്ര പേർ വിട്ടുകൊടുക്കുന്നു? ಎಷ್ಟು ಜನ ಬಿಟ್ಟುಕೊಡುತ್ತಾ ಇದ್ದಾರೆ? ദൈവാത്മാവനോട് പറയുന്നു, ദൈവാത്മാവനോട് പറയുന്നു. ದೇವರಾತ್ಮನು ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. ವ್ಯಕ್ತಿಯಲ್ಲಿ ಆ ಶಕ್ತಿ ವ್ಯಾಪರಿക്കുന്നു. ಕೆಲವು ವ್ಯಕ್ತಿಗಳ ಮೇಲೆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಿದೆ. ಗ್ರಾಮಗಳಿಗೆ ಚೆಲ್ಲುമ്പോൾ, ನೀವು ಕೆಲವು ಗ್ರಾಮಗಳಿಗೆ ಹೋಗುವಾಗ, ವಿಲೇಜ್ಗಳಿಗೆ ಚೆಲ್ಲುമ്പോൾ, ನೀವು ಕೆಲವು ವಿಲೇಜ್ಗಳಿಗೆ ಹೋಗುವಾಗ ಸತ್ತವರು ಎದ್ದು ಬರಲಿಕ್ಕಿದ್ದಾರೆ. ಶಾಪಗಳು ಎഴുന്നേൽക്കാൻ പോകുകയാണ്. ಶಾಪಗಳು ಎದ್ದು ಬರಲಿಕ್ಕಿದೆ. ಶಾಪಗಳು ಎഴുന്നേൽക്കാൻ പോകുകയാണ്. ಸತ್ತ ಶವಗಳು ಎದ್ದು ಬರಲಿಕ್ಕಿದೆ. ಶಾಪಗಳು ಎഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ಸತ್ತ ಶವಗಳು ಎದ್ದು ಬರಲಿಕ್ಕಿದೆ. ಶಾಪಗಳು ಎഴുന്നേൽപ്പിക്കുക, ಶವಗಳನ್ನು ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ ದೈವ ಶಕ್ತಿ ನಿങ്ങളുടെ ಮೇಲೆ, ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ, ಆತ್ಮಾವಿನ ಶಕ್ತಿ ನಿങ്ങളുടെ ಮೇಲೆ, ಆ ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ അതിശക്തമായി ഇറങ്ങി വരുന്നു. ಶಕ್ತವಾಗಿ ಇಳಿದು ಬರ್ತಿದೆ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ನನ್ನೊಂದಿಗೆ ದೇವರಾತ್ಮನ ಮಾತಾಡುತ್ತಿದ್ದಾನೆ. ചില രോഗികൾ സൗഖ്യമാകാൻ പോകുകയാണ്. ಕೆಲವರು ರೋಗಿಗಳು ಸೌಖ್ಯವಾಗಲಿಕ್ಕಿದ್ದಾರೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മെനങ്ങാന്ന് ഞാനൊരിടത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ಮೊನ್ನೆ ದಿವಸ ನಾನೊಂದು ಕಡೆಯಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುತ್ತಿರುವಾಗ ഒരു വ്യക്തിയോട് ദൂത് പറഞ്ഞു. ಒಂದು ವ್ಯಕ್ತಿ ಹತ್ರ ಆಲೋಚನೆ ಹೇಳಿದೆ. പാത്രോസിനെ ഉപയോഗിച്ച പോലെ നിന്നെ ഉപയോഗിക്കും. ದೇವರು ನಿನ್ನನ್ನು ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸ್ತಾನೆ. തളർവാദ രോഗികൾ നീ മുഖാന്തരം എഴുന്നേറ്റ് വരും. ಬಿದ್ದು ಹೋದಂತ ವ್ಯಕ್ತಿಗಳು ನಿನ್ನ ಮೂಲಕ ಎದ್ದು ಬರುತ್ತಾರೆ. അപ്പൊ ജനം മൊത്തം പൊട്ടിക്കരയുന്നു. ಜನಗಳೆಲ್ಲ ಬಿಕ್ಕಿ ಬಿಕ್ಕಿ ಅಳ್ತಾ ಇದ್ದಾರೆ. ഞാൻ അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ನನಗೆ ಅವಾಗ ಒಂದು ಸಂಶಯ ಬಂತು. ഞാൻ ಆ ವ್ಯಕ್ತಿയെ ശ്രദ്ധിച്ചു നോക്കി. ನಾನು ಆ ವ್ಯಕ್ತಿಯನ್ನು ಗಮನ ಬಿಟ್ಟು ನೋಡಿದೆ. ആ വ്യക്തിയുടെ അഴുതൊട്ട് താഴോട്ട് തളർന്നു പോയത്. ಆ ವ್ಯಕ್ತಿಯ ಸೊಂಟದಿಂದ ಕೆಳಗಡೆ ಬಿದ್ದು ಹೋದ ಮನುಷ್ಯ പിടിച്ചുകൊണ്ട് അതിന്റെ അകത്ത് ഇരുത്തിയിരിക്കുന്നു. ಯಾರೋ ತಂದು ಅಲ್ಲಿ ಕೂರಿಸಿರುವಂತದ್ದು. ദൂത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം ಆಲೋಚನೆ ಹೇಳಿಕೊಂಡು ನಾನು ಜನಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോ ಎಲ್ಲರ ಹತ್ರ ಎದ್ದು ನಿಂತುಕೊಳ್ಳಕ್ಕೆ ಹೇಳಿದಾಗ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಂಡ್ರು. ഈ വ്യക്തി മാത്രം എഴുന്നേറ്റ് ಈ നിന്നിട്ടില്ല. ವ್ಯಕ್ತಿಗೆ ಮಾತ್ರ ಎದ್ದು ನಿಂತುಕೊಳ್ಳಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. താഴോട്ട് തളർന്നതാ. ಸೊಂಟದ ಕೆಳಗಡೆ ಬಿದ್ದು ಹೋದ ಮನುಷ್ಯ. എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಂಡು ಆರಾಧನೆ ಮಾಡಿದಾಗ ഞാൻ ഈ വ്യക്തിയുടെ അടുക്കൽ ചെന്നു. ನಾನು ಈ ವ್ಯಕ್ತಿ ಹತ್ರ ಹೋದೆ. ആ കാല് രണ്ടിലും പിടിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. ಎರಡು ಕಾಲುಗಳ ಮೇಲೆ ಕೈಗಳನ್ನಿಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. രണ്ടിലും പിടിച്ചൊന്ന് സ്തോത്രം ചെയ്തു. ಕಾಲುಗಳ ಮೇಲೆ ಕೈ ಇಟ್ಟು ಸ್ತೋತ್ರ ಮಾಡಿದೆ. എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ಎದ್ದು ಬರ್ಲಿಕ್ಕೆ ಹೇಳಿದೆ. അദ്ദേഹം ചാടി എഴുന്നേറ്റു. ಆತನು ಬೇಗನೆ ಎದ್ದ. ചാടി എഴുന്നേറ്റു. ಬೇಗನೆ ಎದ್ದ. ചാടി എഴുന്നേറ്റു. ಬೇಗನೆ ಎದ್ದ. ഞാൻ അടുത്തത് പറഞ്ഞു. ನಾನು ನಂತರದ್ದು ಹೇಳಿದೆ. പത്രോസും യോഹന്നാനും ಪೇತ್ರನು ಯೋಹನರು അമ്മയുടെ വയറ്റി മുതൽ മുടന്തനായവനെ ತಂದೆಯ ತಾಯಿಯ ಗರ್ಭದಿಂದಲೇ ಕುಂಟನಾಗಿದ್ದಂತ ಮನುಷ್ಯನನ್ನು എഴുന്നേൽപ്പിച്ചു. ಹಿಡಿದು ಎಬ್ಬಿಸಿದನು. അവൻ തുള്ളിയും ചാടിയും അവരോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു. ಅವನು ಕುಣಿದಾಡಿ ಜಿಗಿದಾಡಿ ಅವರ ಸಂಗಡ ಆಲಯದೊಳಗೆ ಹೋದ. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ನಾನು ಈ ರೀತಿ ಹೇಳುತ್ತಿರುವಾಗ ഈ വ്യക്തി ഇത് ಈ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ವ್ಯಕ್ತಿ ಇದನ್ನು ಕೇಳುತ್ತಾ ಇದ್ದಾನೆ. തളർന്നു പോയ വ്യക്തി അവിടെ നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. ಬಿದ್ದು ಹೋದಂತ ಅಥವಾ ಪಾರ್ಶ್ವರ ಹಿಡಿದ ಮನುಷ್ಯನಲ್ಲಿ ಕುಣಿದಾಡುತ್ತಿದ್ದಾನೆ. ോണ്ടിരുന്നാള് പാസ്റ്റർമാർ എടുത്തു വന്നു. ಅವರನ್ನು ತೆಗೆದುಕೊಂಡು ಪಾಸ್ಟರ್ ಬಳಿಗೆ ತಂದರು. എല്ലാവരും ഇതകം തുള്ളിച്ചാടാൻ തുടങ്ങി. ಆತನು ಕುಣಿದಾಡುತ್ತಾ ಇದ್ದಾನೆ. അവിടെ നിന്നവരെല്ലാം അവർ ഫോണിന്റെ അകത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. ಅಲ್ಲಿ ನಿಂತವರೆಲ್ಲ ತಮ್ಮ ವಿಡಿಯೋದಲ್ಲಿ ಫೋಟೋ ಹಿಡಿತಾ ಇದ್ದಾರೆ. അവരെല്ലാവരും കൈയടി ആരാധന എടുത്തിട്ട് വീഡിയോ പിടിക്കാൻ തുടങ്ങി. ಅವರೆಲ್ಲ ಕೈ ತಟ್ಟುವುದನ್ನು ನಿಲ್ಲಿಸಿ ಫೋಟೋ ಹಿಡಿತಾ ಇದ್ದಾರೆ. തളർന്നിരുന്ന രോഗിയാ, ಬಿದ್ದು ಹೋದ ಮನುಷ್ಯನವನು എന്റെ യേശു ഇന്നും സൗഖ്യമാക്കുവാൻ, ಯೇಸು ಇವತ್ತಿಗೂ ಸೌಖ್ಯ ಮಾಡುವುದಕ್ಕೆ, അവൻ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞ ಸತ್ತವರನ್ನು ಎಬ್ಬಿಸ್ತಾನೆ ಅಂತ ಹೇಳಿದ್ರೆ വിശ്വസിക്കുന്നു. ಪಾಸ್ಟರ್ ನಂಬುತ್ತೀರೋ? ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ಕೆಲವುದು ನಡಿಲಿಕ್ಕಾಗಿದೆ. വെറുതെ വിളിച്ചു പറയുകയാണ്. ಇದು ಸುಮ್ಮನೆ ಹೇಳುತ್ತಾ ಇಲ್ಲ. അപ്പോസ്തല പ്രവൃത്തി ശരിയാണെങ്കിൽ, ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು ಸರಿಯಾಗಿದ್ದರೆ, സുവിശേഷങ്ങൾ ശരിയാണെങ്കിൽ, ಸುವಾರ್ತೆಗಳು ಸರಿಯಾಗಿದ್ದರೆ, പുസ്തകം ശരിയാണെങ്കിൽ, ಬೈಬಲ್ ಸತ್ಯವೇದ ಸರಿಯಾಗಿದ್ದರೆ, തെറ്റുമില്ലെങ്കിൽ, ಇದರಲ್ಲಿ ಯಾವುದೇ ತಪ್ಪು ಇಲ್ಲದಿದ್ದರೆ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ಅದು ಸಂಭವಿಸಬೇಕಾಗಿ ಹೇಳಿದ್ರೆ, സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ಅದು ನನ್ನಿಂದ ಸಂಭವಿಸಬೇಕಾಗಿ ಹೇಳಿದ್ರೆ, സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ನನ್ನ ಸೇವೆಯ ಮೂಲಕ ನಡೆಯುತ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, കൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ಈ ದಿವಸಗಳಲ್ಲಿ ಸಂಭವಿಸಬೇಕಾಗಿ ಹೇಳಿದ್ರೆ, അത് ചെയ്യാൻ പോകുകയാ. ದೇವರು ಅದನ್ನು ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ, ചെയ്യാൻ പോകുകയാ. ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ. ಚುಡರಮನ ಶಂದರದನ ರಿಕಮನ ಬರಬ ಶೈಡ ಬಲಗಡಗದೊರಬನ ಜೀಸಸ್ ഉഡാബാലാബ താരാബാലാബ ರಿಕನಬನ ಶಂಬಬಾರಬ ഉഡാബാലാബ ಚುಡರಾಗದನ ಶೈಡಬಾಲ താരാബാലാബ അങ്ങനെയുള്ളവരുടെ കെട്ടഴിയുന്നു. ಆ ರೀತಿ ಇರುವಂತವರ ಕಟ್ಟುಗಳು ಬಿಚ್ಚುತ್ತಿದೆ. നിന്നെ നിയോഗിക്കുന്നു. ನಿನ್ನನ್ನು ದೇವರು ಉಪಯೋಗಿಸಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನನ್ನು ಆಯೋಜಿಸಿದ್ದಾನೆ. നിന്നെ നിയോഗിക്കുന്നു. ಅಭಿಷೇಕ ನಿನ್ನನ್ನು ಆಯೋಜಿಸ್ತಾ ಇದೆ. പ്രത്യേക മിനിസ്ട്രിക്കായി, ಒಂದು ಪ್ರತ್ಯೇಕ ಸೇವೆಗಾಗಿ ദൈവം നിന്നെ നിയോഗിക്കുന്നു. ದೇವರು ನಿನ್ನನ್ನು ನೇಮಿಸುತ್ತಿದ್ದಾನೆ. അഭിഷേകം വീഴുന്നു. ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಬೀಳುತ್ತಿದೆ. അധികാരം വീഴുന്നു. ನಿನ್ನ ಮೇಲೆ ಅಧಿಕಾರ ಬೀಳುತ್ತಿದೆ. കൈവപ്പിൽ അനേകർ ചാടി എഴുന്നേൽക്കാൻ ನೀನು ಕೈ ಇಡುವಾಗ ಅನೇಕರು ಜಿಗಿದೆದ್ದೇಳುತ್ತಾರೆ. നിന്റെ കൈവപ്പിൽ അനേകർ ചാടി എഴുന്നേൽക്കാൻ പോകുകയാ. ನೀನು
ಕೈ ಇಡುವಾಗ ಅನೇಕರು ಜಿಗಿದು ಎದ್ದೇಳುತ್ತಾರೆ. തളർവാദ രോഗികൾ ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ಪಾರ್ಶ್ವವಾಯು ರೋಗಿಗಳು ಜಿಗಿದು ಎದ್ದೇಳುತ್ತಾರೆ. ഒരു കൈവപ്പിന് വേണ്ടി ನಿನ್ನ ಕೈ ಇಡುವಂತ ವೇಳೆಯಲ್ಲಿ കാത്തിരിക്കുന്നു. ಅದಕ್ಕಾಗಿ ಅನೇಕರು ಕಾಯುತ್ತಿದ್ದಾರೆ. അങ്ങനെ ഒരു വിടുതൽ, ಆ ರೀತಿಯೊಂದು ಬಿಡುಗಡೆ അത് സംഭവിക്കാൻ പോകുകയാണ്. ಅದು ನಡೀಲಿಕ್ಕಾಗಿದೆ. വചനത്തിന് ജീവനുള്ളതാകയാൽ, ವಾಕ್ಯಕ್ಕೆ ಜೀವವಿರುವುದರಿಂದ, വചനം ജീവിപ്പിക്കുന്നതാകയാൽ, ವಾಕ್ಯ ಜೀವ ಕೊಡುವುದರಿಂದ, വചനം രോഗികളെ സൗഖ്യമാക്കുന്നതാകയാൽ, ವಾಕ್ಯ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುವುದರಿಂದ, വചനം ഭൂതങ്ങളെ പുറത്താക്കുന്നതാകയാൽ, ವಾಕ್ಯ ದೆವ್ವಗಳನ್ನು ಹೊರಡಿಸುವುದರಿಂದ, വചനം ബന്ധനങ്ങളെ അഴിക്കുന്നതാകയാൽ, ವಾಕ್ಯಗಳು ಬಂಧನವನ್ನು ಬಿಚ್ಚುವುದರಿಂದ, വചനം മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുന്നതാകയാൽ, ವಾಕ್ಯವು ಸತ್ತು ಹೋದವರನ್ನು ಎಬ್ಬಿಸುವುದರಿಂದ, വചനത്തിന്റെ ശക്തി, ವಾಕ್ಯದ ಶಕ್ತಿ, ദൈവ വചനത്തിന്റെ ശക്തി ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿ നിങ്ങളിൽ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. നിങ്ങളിൽ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. നിങ്ങളിൽ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ഹാളിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ಈ ಹಾಲಿನೊಳಗೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ഇതിനകത്ത് വ്യാപരിക്കുന്നു. ಇದರ ಒಳಗಡೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. Right now. Touch the Holy Spirit. ಈ ಕ್ಷಣದಲ್ಲೇ ആ ശക്തി വ്യാപരിക്കുന്നു. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. നിന്നിൽ വ്യാപരിക്കുന്നു. ಅದು ನಿನ್ನ ಒಳಗಡೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. സിസ്റ്റർ നിന്നിൽ വ്യാപരിക്കുന്നു. ಸಹೋದರಿಯ ನಿನ್ನಲ್ಲಿ ಅಭಿಷೇಕ ವ್ಯಾಪರಿಸುತ್ತಿದೆ. വാക്കിലൊരു ശക്തി, നിന്റെ വാക്കിലൊരു ശക്തി, ನಿನ್ನ ಮಾತಿನಲ್ಲಿ ಒಂದು ಶಕ್ತಿ. നിന്റെ ഒരു വാക്കിനാൽ രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. ನಿನ್ನ ಒಂದೇ ಮಾತಿನಿಂದ ರೋಗಿಗಳು ಸೌಖ್ಯ ಹೊಂದುತ್ತಾರೆ. നിന്റെ ഒരു വാക്കിനാൽ ನಿನ್ನ ಒಂದು ಮಾತಿನಿಂದ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. ಅದ್ಭುತಗಳನ್ನು ಕಾಣಲಿಕ್ಕಾಗಿದೆಯಾ? നിന്റെ വായെ അവൻ നന്മ കൊണ്ട് നിറയ്ക്കുന്നു. ನಿನ್ನ ಬಾಯನ್ನು ಆಶೀರ್ವಾದಗಳನ್ನು ತುಂಬಿಸುತ್ತಾರೆ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നു. ದೇವರು ತನ್ನ ಆತ್ಮನಿಂದ ತುಂಬಿಸುತ್ತಾರೆ. ഇന്ന് പകല് നിനക്ക് വേണ്ടത് ദൈവാത്മാവാ. ಇವತ್ತು ನಿನಗೆ ಬೇಕಾದದ್ದು ಪರಿಶುದ್ಧ ಆತ್ಮನು. ചോദിച്ചുകൊള്ളുക, ಅದನ್ನು ತೆಗೆದುಕೋ. ചോദിച്ചുകൊള്ളുക, ನೀನು ಪ್ರಕಾಶಗಳು. ചോദിച്ചുകൊള്ളുക. ಅದನ್ನು ಕೇಳಿಕೋ. എത്ര അധികമായി, ಎಷ್ಟು ಅಧಿಕವಾಗಿ ಕೇಳಲಿಕ್ಕಾಗುತ್ತೋ, അധികമായി, ಎಷ್ಟು ಅಧಿಕ ಪಡಲಿಕ್ಕಾಗುತ್ತೋ, അധികമായി, ಎಷ್ಟು ಅಧಿಕವಾಗಿ ಪಡಲಿಕ್ಕಾಗುತ್ತೋ. തന്റെ ആത്മാവിനെ, ದೇವರು ತನ್ನ ಆತ್ಮನನ್ನು, തന്റെ ಆತ್ಮಾವಿനെ ದೇವರು ತನ್ನ ಆತ್ಮನನ್ನು നൽകി തരുന്നു. ಆತನು ಕೊಡುತ್ತಿದ್ದಾನೆ. തരുന്നു, ಆತನು ಕೊಡುತ್ತಿದ್ದಾನೆ. നൽകി തരുന്നു. ಆತನು ಒದಗಿಸುತ್ತಿದ್ದಾನೆ അധികമായി, ಅಧಿಕವಾಗಿ. എത്ര പേർ ഒരു ആത്മാവിന്റെ നിറവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു? ಆತ್ಮನ ತುಂಬುವಿಕೆಗಾಗಿ ಒಪ್ಪಿಸಿಕೊಡ್ತಾ ಇದ್ದೀರಾ? എത്ര പേർ പറയുന്നു എനിക്കുള്ള അഭിഷേകം പോരാ, ನನಗಿವಾಗಿರುವ ಅಭಿಷೇಕ ಸಾಲದು, എനിക്കുള്ള ಅಭಿಷೇകം പോരാ, ನನಗಿರುವಂತ ಅಭಿಷೇಕ ಸಾಲದು, എനിക്കുള്ള ശുശ്രൂഷ പോരാ, ನನಗಿರುವಂತ ಸೇವೆ ಸಾಲದು, എനിക്കുള്ള പ്രാർത്ഥനയുടെ വരം പോരാ, ನನಗೆ ಪ್ರಾರ್ಥನೆಯ ವರ ಇರುವುದು എനിക്ക് ಸಾಲದು, വീണ്ടും അഭിഷേകം വേണം, ನನಗೆ ಅಭಿಷೇಕ ಇನ್ನೂ ಬೇಕು, എനിക്ക് ഭാഷാവരം വേണം, ನನಗೆ ಭಾಷಾ ವರಗಳು ಬೇಕು, എനിക്ക് ദൈവാത്മാവിനെ വേണം, ನನಗೆ ದೇವರಾತ್ಮನೆ ಬೇಕು, എനിക്ക് പ്രവചന വരം വേണം, ನನಗೆ ಪ್ರವಾದನೆ ವರ ಬೇಕು, എനിക്ക് രോഗശാന്തി വേണം, ನನಗೆ ರೋಗ ಶಾಂತಿ ಬೇಕು, സുവിശേഷം പറയുവാനുള്ള കൃപ എനിക്ക് വേണം. ನನಗೆ ಈ ಸೇವೆ ಬೆಳೆಸಲಿಕ್ಕೆ ಕೃಪೆ ಬೇಕು. എത്ര പേർ പറയുന്നു? ಎಷ್ಟು ಜನ ಹೇಳ್ತೀರಿ? അവർ ചാടി എഴുന്നേറ്റാട്ടെ, ಅವರು ಬೇಗನೆ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ, ചാടി എഴുന്നേറ്റാട്ടെ. ಬೇಗನೆ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ. എനിക്ക് കൃപ വേണം, ನನಗೆ ಕೃಪೆ ಬೇಕು, എനിക്ക് അഭിഷേകം വേണം, ನನಗೆ ಅಭಿಷೇಕ ಬೇಕು, എനിക്ക് ദൈവശക്തി വേണം, ನನಗೆ ದೇವರ ಶಕ್ತಿ ಬೇಕು. ഞാനത് ആഗ്രഹിക്കുന്നു. ನಾನು ಅದನ್ನು ಇಚ್ಛೆಪಡುತ್ತಿದ್ದೇನೆ. നിമിഷം ദൈവം തന്റെ ആത്മാവിനാ ചിലരെ നിറയ്ക്കാൻ ಈ ನಿಮಿಷ ആഗ്രഹിക്കുന്നു. ಕೆಲವರನ್ನು ದೇವರು ತನ್ನ ಆತ್ಮದಲ್ಲಿ ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ, ಅಭಿಷೇಕ ಹೊಂದದೇ ಇರುವಂತವರು, ശക്തി പ്രാപിച്ചിട്ടില്ലാത്തവർ, ದೇವರ ಶಕ್ತಿ ಹೊಂದದೇ ಇರುವಂತವರು, കൃപ പ്രാപിച്ചിട്ടില്ലാത്തവരെ, ದೇವರ ಕೃಪೆ ಹೊಂದದೇ ಇರುವಂತವರು, ദൈവം തന്റെ കൃപയാൽ, ದೇವರ ತನ್ನ ಕೃಪೆಯಿಂದ, ദൈവത്തിന്റെ ആത്മാവിനാൽ ದೇವರ ತನ್ನ ಆತ್ಮನಿಂದ ഇന്ന് പകൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ಇವತ್ತು ಆಗಲು ತುಂಬಿಸಲಿಕ್ಕೆ ಇಚ್ಛೆಪಡುತ್ತಾನೆ. ഓടി മുമ്പോട്ട് വന്നാട്ടെ, ನೀವು ಓಡಿ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ, ഓടി മുമ്പോട്ട് വന്നാട്ടെ. ಓಡಿ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ദൈവത്തിന്റെ ആത്മാവിനെ ದೇವರ ತನ್ನ ಆತ್ಮನನ್ನು ഇന്ന് പകൽ നിങ്ങൾ എല്ലാവരും പ്രാപിക്കണം. ಇವಾಗ ನೀವೆಲ್ಲರೂ ಪಡೆಯಬೇಕು. പുതിയ അഭിഷേകത്തെ, ಹೊಸ ಅಭಿಷೇಕವನ್ನು, പുതിയ കൃപാവരത്തെ, ಹೊಸ ಕೃಪಾವರಗಳನ್ನು
ಪಡೆದುಕೊಳ್ಳುವನು. നിങ്ങൾ പ്രാപിക്കണം. ನೀವು ಪಡೆದುಕೊಳ್ಳಬೇಕು. ആരും വെറുതെ പോകല്ലേ. ಯಾರು ಸುಮ್ಮನೆ ಹೋಗಬಾರದು. ആരും വെറുതെ പോകല്ലേ. ಯಾರು ಸುಮ್ಮನೆ ಹೋಗಬಾರದು. ദൈവം നിങ്ങളെ നിറയ്ക്കുന്ന പകലായി. ದೇವರು ನಿಮ್ಮನ್ನು ತುಂಬಿಸುವಾಗಲಾಗಿ. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന നിമിഷമാണ്. ದೇವರು ನಿಮ್ಮನ್ನು ಅಭಿಷೇಕ ಮಾಡುವ ದಿನ. നിങ്ങളുടെ മേലെ ഒരു ശക്തി ഇന്ന് പകൽ വ്യാപരിക്കും. ನಿಮ್ಮ ಮೇಲೆ ಒಂದು ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತೆ. എല്ലാം കണ്ണുകളെ അടച്ച് ನೀವೆಲ್ಲರೂ ಕರಗಳನ್ನು ತಟ್ಟಿದ, കണ്ണുകളെ അടച്ച് ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿದ್ದ ദൈവത്തോട് സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. ದೇವರ ಹತ್ರ ಕೇಳಿರಿ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ഒരഭിഷേകം ಒಂದು ಅಭಿಷೇಕ എനിക്ക് തരണമേ. ನನಗೆ ಕೊಡು ಸ್ವಾಮಿ. ദൈവാത്മാവിനെ ದೇವರ ಆತ್ಮನನ್ನು എന്നെ നിറയ്ക്കണമേ. ನನ್ನನ್ನು ತುಂಬಿಸು. എന്നെ നിറയ്ക്കണമേ. ನನ್ನನ್ನು ತುಂಬಿಸು. വായ തുറന്ന ಬಾಯಿಗಳು ತೆರೆದು ആച്ചത്തിൽ ಶಬ್ದವಾಗಿ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങിയാട്ടെ. ದೇವರಲ್ಲಿ ಕೇಳಿಕೊಳ್ಳಿರಿ. പരിശുദ്ധാത്മാವ ಪರಿಶುದ್ಧಾತ್ಮನು വരുന്നു. ನಿಮ್ಮ ಮೇಲೆ ಬರುತ್ತಿದ್ದಾನೆ. ನಿಮ್ಮ ಮೇಲೆ ಬರುತ್ತಿದ್ದಾನೆ. ಬರುತ್ತಿದ್ದಾನೆ. ಯೇಸುವಿನ ಸ್ಪರ್ಶ. ಪರಿಶುದ್ಧಾತ್ಮನ ಸ್ಪರ್ಶಿಸು. ಬಾಯಿಗಳನ್ನು ತೆರೆದು ಶಬ್ದವಾಗಿ ಆರಾಧನೆ ಮಾಡ್ರಿ. ಈ ದಿವಸ ಬಿಡುಗಡೆ ದಿನ, ದೇವ ಕ್ರಿಯೆಯ ದಿನ. ಕಟ್ಟಿಗಳೇ ಅಳಿക്കുന്ന ದೇವರಾತ್ಮನ ಕಟ್ಟನ್ನು ಬಿಚ್ಚುವ, ದೇವರಾತ್ಮನ ಬಂಧನವನ್ನು ಬಿಚ್ಚುವ, ಅಭಿಷೇಕ ചെയ്യുന്ന ದೇವರ ಅಭಿಷೇಕ ಮಾಡುವ, ಬಂಧನಗಳೇ ಅಳಿക്കുന്ന ದೇವರ ಬಂಧನವನ್ನು ಬಿಚ್ಚುವ, ರೋಗಿಗಳೇ ಸೌಖ್ಯ ದೇವರ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುವ. ನಿಮಿಷವಷ್ಟೇ ദൈവത്തിന്റെ അഭിഷേകം അത് ഇറങ്ങി വരട്ടെ. ದೇವರ ಅಭಿಷೇಕ തലമുറകളെല്ലാം അഭിഷേകത്ത മക്കൾ അഭിഷേകದಿಂದ ಬಾಯಿಗಳು ತೆರೆದುಕೊಂಡು ದೇವರ ಅಭಿಷೇಕ ಇಳಿದು ಬರಲಿ. ಅಭಿಷೇಕ ಇರಗಿ ಬರುന്നു. ಅಭಿಷೇಕ ಇಳಿದು ಬರುತ್ತಿದೆ. ಅಭಿಷೇಕ ಇರಗಿ ಬರುന്നു. ಅಭಿಷೇಕ ಇಳಿದು ಬರುತ್ತಿದೆ. ಕರಗಳನ್ನು ತಟ್ಟಿದ್ದ ಆ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತಿದೆ. ಅಧಿಕಾರ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತಿದೆ. ಅಭಿಷೇಕ ಬೆಳೆಯುತ್ತಿದೆ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಬೆಳೆಯುತ್ತಿದೆ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಆ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಿದೆ. ಆ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಿದೆ. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಿದೆ. ದೇವರ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಇಳಿದು ಬರುತ್ತಿದೆ. ಅದು ಇಳಿದು ಬರುತ್ತಿದೆ. ಆ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಿದೆ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. ಎಲ್ಲರೂ ಬಾಯಿಗಳು ತೆರೆದುಕೊಂಡು ಚೂಡಾರಾಮನ ಶಾಖರಾಮನ ಬರ ಚೂಡಾರಾಮನ ಶೈಡರಗಲರ ಅಕ್ಕರಗಲವರ ಶಂಡರಗಲರ ಬಾಯಿ ತೆರೆದುಕೊಂಡು ನಿನ್ನ ಒಳಗಡೆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ. ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಶಕ್ತಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಮಕ್ಕಳೆಲ್ಲ ಕರಗಳ ತಟ್ಟಿಕೊಂಡು ಚೂಡಾರಾಮನ തലമുറകളുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ മക്കളുടെ മേൽ അഭിഷേകം വ്യാപരിസലേ. അഭിഷേകം വ്യാപരിക്കട്ടെ. മക്കളുടെ മേൽ അഭിഷേകം വ്യാപരിസലേ. അഭിഷേകം, അഭിഷേകದ ಶಕ್ತಿ, 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 ಅಭಿಷೇಕದ ಶಕ್ತಿ. ಎಲ್ಲ ಬಾಯಿ ತೆರೆದು ಆರಾಧನೆ ಮಾಡಲಿಕ್ಕೆ ಸಿದ್ಧರಾಗಿ ಎಲ್ಲರೂ ಬಾಯಿ ತೆರೆದು
എത്ര പേരാണ് അഭിഷേകം ചോദിക്കുന്നു? ಎಷ್ಟು ಜನ ಅಭಿಷೇಕ ಕೇಳುತ್ತಿದ್ದೀರಿ? ಅಭಿಷೇകം ചോദിക്കുന്നു. ಎಷ್ಟು ಜನ ಅಭಿಷೇಕವನ್ನು ಕೇಳುತ್ತಿದ್ದೀರಿ? ನಿറയ്ക്കുന്ന സാന്നിധ്യം, ನಿನ್ನನ್ನು ತುಂಬಿಸುವ ಸಾನ್ನಿಧ್ಯ, കരങ്ങളിൽ എടുക്കുന്ന അഭിഷേകം, ನಿನ್ನ ಕರಗಳಲ್ಲಿ ಎತ್ತುವಂತ ಅಭಿಷೇಕ, ഉപയോഗിക്കുന്ന അഭിഷേകം, ಉಪಯೋಗಿಸುವ ಅಭಿಷೇಕ, കരങ്ങളെ അടിക്കുന്ന അഭിഷേകം, ಕರಗಳು ತೊಟ್ಟುವಂತ ಅಭಿಷೇಕ ഇന്ന് പകലിൽ അത് വ്യാപരിക്കുന്നു. ಇದರ ಒಳಗಡೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಲಿದ್ದಾರೆ. ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ಉಪಯೋಗಿಸುತ್ತಿದ್ದಾರೆ. ദൈവാത്മാവ് നിന്റെ കേട്ടുകളെ അടിക്കുന്നു. ದೇವರಾತ್ಮನಿನ ಕಟ್ಟನ್ನು ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. അഭിഷേകം ഇന്ന് പകലേ, ಅಭಿಷೇಕ ಇವತ್ತಾಗಲು, അധികാരം ഇന്ന് പകലേ, ಅಧಿಕಾರದಾಗಲು ഇന്ന് പകലിൽ ഇറങ്ങി വരുന്നു. ಇವತ್ತಾಗಲು ಇಳಿದು ಬರುತ್ತಿದೆ. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, ಪಡೆದುಕೋ, ಪಡೆದುಕೋ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ, ಅದನ್ನು ಪಡೆದುಕೋ, സ്വീകരിച്ചോ, ಅದನ್ನು സ്വീകരിച്ചോ, ಪಡೆದುಕೋ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ಕಟ್ಟುಗಳೇ അവൻ പൊട്ടിക്കുന്നു. ನಿನ್ನ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. കരകളെ അവൻ അഴിക്കുന്നു. ನಿನ್ನ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. Right now, right now. ആ ശക്തി വ്യാപരിക്കട്ടെ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ. വ്യാപരിക്കട്ടെ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ. ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ. ശക്തി വ്യാപരിക്കട്ടെ. 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 ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ. ശക്തി ಆ വ്യാപരിക്കട്ടെ. ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ. കൂടാരങ്ങളുടെ മേൽ, ಮಣ್ಣಿನ ಶರೀರಗಳ ಮೇಲೆ, കൂടാരങ്ങളുടെ ಈ മേൽ ಮಣ್ಣಿನ ಶರೀರಗಳ ಮೇಲೆ ദൈവ ശക്തി ഇറങ്ങി വരുന്നു. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರಲೇ. ദൈവ ശക്തി ഇറങ്ങി വരുന്നു. ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರ್ತಿದೆ. നിറയ്ക്കുന്ന അഭിഷേകം, ದೇವರ ಅಭಿಷೇಕ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലോ, ಕಡೆಯ ಕಾಲದಲ್ಲಿ ಎಲ್ಲಾ ಜನಗಳ ಮೇಲೆ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ನಾನು ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും. ನಿಮ್ಮಲ್ಲಿ ಯೌವನಸ್ಥರು ಪ್ರವಾದಿಸುವರು. നിങ്ങളുടെ പുത്രന്മാർ ನಿಮ್ಮ പ്രവചിക്കും. ಯೌವನಸ್ಥರು ಪ್ರವಾದಿಸುವರು. കാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലോ, ಕಡೆಯ ಕಾಲದಲ್ಲಿ ಎಲ್ಲಾ ಜನಗಳ ಮೇಲೆ എന്റെ ആത്മാവിനെ പകരും. ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. ആത്മാവിനെ പകരും. ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. തലമുറകളുടെ മേൽ ಎಲ್ಲಾ ಜನಗಳ ಮೇಲೆ ദൈവത്തിന്റെ ആത്മാവ്, ದೇವರ ಆತ್ಮ, ദൈവത്തിന്റെ അഭിഷേകം ದೇವರ ಅಭಿಷೇಕ അതിറങ്ങി വരുന്നു. ಅದು ಇಳಿದು ಬರುತ್ತಿದೆ. അതിറങ്ങി വരുന്നു. ಇಳಿದು ಬರುತ್ತಿದೆ. അതിറങ്ങി വരുന്നു. ಇಳಿದು ಬರುತ್ತಿದೆ. ഓ ഹോ ഹോ ഹോ. ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിന്നെ നിറയ്ക്കുന്നു. ದೇವರ ಆತ್ಮನಿಂದ ನಿನ್ನನ್ನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. കേട്ടുകളെ അവൻ അഴിക്കുന്നു. ನಿನ್ನ ಕಟ್ಟುಗಳು ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. ಕಟ್ಟುಗಳು ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. ರಕನಮನ ಶಬಲಬಲ ಉರಗಮನ ಶೈಡರಗದರ ಕುಡಿರಿಗವರವ ಶಬಲಬಲ ರಿಬಾರವರವ ಶೈಡರಗದರ. അവിടുത്തെ അഭിഷേകം ഇറങ്ങട്ടെ. നിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. അവിടുത്തെ അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ಆ ಅಭಿಷೇಕ ಎಲ್ಲರ ಮೇಲೆ ವ್ಯಾಪರಿಸಲೇ. ಎಲ್ಲವರ ಮೇಲೆ ವ್ಯಾಪರಿക്കുന്നു. ಎಲ್ಲರ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಎಲ್ಲವರ ಮೇಲೆ ವ್ಯಾಪರಿക്കുന്നു. ಎಲ್ಲರ ಮೇಲೆ ವ್ಯಾಪರಿಸುತ್ತಿದೆ. ಕರಗಳನ್ನು ತಟ್ಟಿ, ಕರಗಳನ್ನು ತಟ್ಟಿ, ಕರಗಳನ್ನು ತಟ್ಟಿ, ಕರವನ್ನು ತಟ್ಟಿ, ಪರಿಶುದ್ಧಾತ್ಮವೇ, ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ, ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ചൂടാരമന ശിയതരഗദനദരബലബ ശൈഡബല. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോവുക. ದೇವರು ನಿಮ್ಮನ್ನು ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸ್ತಾನೆ. ദൈവത്തിന്റെ കരങ്ങൾ ഒരു ആയുധമാണ് നിങ്ങൾ. ದೇವರ ಕರದಲ್ಲಿರುವಂತಹ ಆಯುಧಗಳು ನೀವು. ദൈവത്തിന്റെ കരങ്ങൾ ഒരു ആയുധമാണ് നിങ്ങൾ. ದೇವರ ಕೈಗಳಲ್ಲಿರುವ ಆಯುಧಗಳು ನೀವು. നിങ്ങൾ ഒരു ആയുധമാണ്. ನೀವೊಂದು ಆಯುಧಗಳು. ಸಿಸ್ಟರ್ ನೀ ഒരു ആയുധമാണ്. സഹോദരി ನೀನು ಆಯುಧ. സഹോദര ನೀ ഒരു ആയുധമാണ്. സഹോദരൻ ನೀನೊಂದು ಆಯುಧ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಲಿದ್ದಾನೆ. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിരിക്കുക. ದೇವರು ನಿನ್ನನ್ನು ಪ್ರಯೋಜನಪಡಿಸುತ್ತಿದ್ದಾನೆ. നിന്നിൽ കൂടി സുവിശേഷത്തിന്റെ വ്യാപ്തി വിശാലമാകാൻ പോവുകയാണ്. ನಿನ್ನ ಮೂಲಕ ಸುವಾರ್ತೆಯ ವಿಸ್ತರಣತೆಗೆ ಬರ್ತಾ ಇದೆ. നിന്നെ ഉപയോഗിച്ച്, ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಿ ദൈവം രോഗികളെ സൗഖ്യമാക്കാൻ പോവുക. ದೇವರು ರೋಗಿಗಳ ಮೇಲೆ ಸೌಖ್ಯ ಕೊಡಲಿದ್ದಾನೆ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു ശക്തി ആവരിക്കുന്നു. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಒಳಗಡೆ ಒಂದು ಶಕ್ತಿ ಇದೆ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു ശക്തി ആവരിക്കുന്നു. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಒಳಗಡೆ ಒಂದು ಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತಿದೆ. യെസ് യെസ് യെസ്. ಶುಭಿನ ನಾಮ ರಮನ ಶಬಬಬಬ ಉಡಬಬಬಬಬಬ ರಿಖಮಮನಮನಮ ಶಬಬಬ. വായെ തുറന്ന്, ಬಾಯಿ ತೆರೆದುಕೊಂಡು, വായെ തുറന്ന്, ಎಲ್ಲ ಬಾಯಿ ತೆರೆದುಕೊಂಡು, വായെ തുറന്ന്, ಬಾಯಿಗಳು ತೆರೆದು, വായെ തുറന്ന്, ಬಾಯಿಗಳು ತೆರೆದು നിന്റെ കെട്ടുകളെ അവൻ അഴിക്കുകയാണ്. ನಿನ್ನ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. നിന്റെ വായെ അവൻ നിറയ്ക്കുക. ನಿನ್ನ ಬಾಯಿಗಳನ್ನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. ഹോളി സ്പിരിറ്റിനെ കൊണ്ട്,
ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ನಿನ್ನೆ ನಿರಕ್ಕಿಗೆಯ ನಿನ್ನನ್ನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. Holy Spirit-നെ കൊണ്ട് ಪರಿಶುದ್ಧ ಆತ್ಮನಿಂದ സ്വർഗ്ഗത്തിനെ നിറയ്ക്കുകയ പരലോകനെ ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. സ്വർഗ്ഗത്തിനെ നിറയ്ക്കുകയ പരലോകനെ ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. സ്വർഗ്ഗത്തിനെ നിറയ്ക്കുക പരലോകനെ ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. ആത്മാവേ നിന്നെ അവൻ നിറയ്ക്കുന്നു. ആത്മനെ നിന്നെ ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. നിന്റെ പ്രാർത്ഥന ശക്തി വ്യാപരിക്കുന്നു. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಿದೆ. ശക്തി വ്യാപരിക്കുന്നു. ಶಕ್ತಿ ವ್ಯಾಪರಿಸಿದೆ. നിന്റെ പ്രാർത്ഥന ശക്തി വ്യാപരിക്കുന്നു. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಿದೆ. ശക്തി വ്യാപരിക്കുന്നു. ಶಕ್ತಿ ವ್ಯಾಪರಿಸಿದೆ. Holy Spirit നിങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്മ നിಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. സാന്റണി അല്ല തൊടുന്നത്. ആ സ്നാന സാന്നിധ്യ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. പാസ്റ്റർ പ്രിൻസ് അല്ല തൊടുന്നത്. പാസ്റ്റർ പ്രിൻസ് അല്ല ಮುಟ್ಟುವುದು. ദൈവം നിങ്ങളെ തൊടുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ദൈവം തൊടുന്ന നിമിഷങ്ങൾ. ದೇವರು ಈಗೋಸ್ಕರ ಬಂದದ್ದು. പരിശുദ്ധാത്മാവ് തൊടുന്ന നിമിഷം. ಪರಿಶುದ್ಧಾತ್ಮನ ಮುಟ್ಟುವ ನಿಮಿಷ. ദൈവം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ದೇವರು ನಿಮ್ಮ ರೋಗವನ್ನು ಸೌಖ್ಯ ಮಾಡುತ್ತಾನೆ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അധരങ്ങളെ തൊടുന്നു. ದೇವರ ಆತ್ಮ ನಿಮ್ಮ ನಾಲಿಗೆಗಳನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾನೆ. ദൈവം നിങ്ങളെ അഭിഷേകം ದೇವರು ചെയ്യുന്നു. ನಿಮ್ಮನ್ನು ಅಭಿಷೇಕ ಮಾಡುತ್ತಿದ್ದಾನೆ. എത്രപേർ പറയുന്നു ಯೆಹೋವನು ಹೇಳುತ್ತಿದ್ದಾನೆ, അഭിഷേകം എന്നിലേക്ക് വരട്ടെ. ಆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಬರಲಿ. അഭിഷേകം എന്നിലേക്ക് വരട്ടെ. ಆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಬರಲಿ. അഭിഷേകം എന്നിലേക്ക് വരട്ടെ. ಆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಬರಲಿ. Right now. Jesus. ಚೂಟಾರಮನ ಹದುರಗಮನ ವೈಡರಾದನ ಅರ್ಥರ ದಿಬನ ಬಲವ ಶಾಂಬಮನ ಗಡಗ ರೀಖಾ ರಬನಾದನ ರಗದನ ಉಡಮನ ಬಲವ ಶಾಂದರಗದನ ഒരു ഭയങ്കര ശക്തി വ്യാപരിക്കുന്നു. ದೊಡ್ಡ ಶಕ್ತಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ಸುವಾರ್ತೆಯ ವಿಸ್ತರಣೆಗೋಸ್ಕರ ദൈവാത്മാവിനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മനെ ഉപയോഗിಸುತ್ತಿದ್ದಾನೆ. നിന്റെ അകത്ത് വചനവും ನಿನ್ನ ಒಳಗಡೆ ವಾಕ್ಯ, നിന്റെ നാവിൽ പ്രവചന ദൂതുകളും ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಪ್ರವಾದನೆ ಆತ್ಮಗಳು ദൂതുകളും കൈമാറി ಆಲೋಚನೆಗಳನ್ನು ಕೊಟ್ಟು ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. ದೇವರು ನಿನ್ನನ್ನು ಕಳಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവം നിന്നെ ഇതിന്റെ അകത്ത് നയിക്കുന്നു. ದೇವರು ಇದರೊಳಗಿನ ದೇವರು ಕಳಿಸ್ತಾ ಇದ್ದಾನೆ. ഓ അഭിഷേകത്തോടെ, ಒಂದು ಅಭಿಷೇಕದೊಂದಿಗೆ ഏലിയ ഓടിയതുപോലെ ಏಲಿಯನು ಓಡಿದ ಪ್ರಕಾರ മേഖലകളിൽ ഓടിക്കേറുವ, ಕೆಲವು ಸ್ಥಾನಗಳಿಗೆ ಓಡಿ ಬರುವುದಕ್ಕಾಗಿ, ചിലതിന്റെ തല വെട്ടുವ, ಕೆಲವು ತಲೆಗಳನ್ನು ಕಡಿಯುವಂತಹ, മേഖലകളിൽ തീ ഇറക്കുക, ಕೆಲವು ಹಂತದಲ್ಲಿ ಬೆಂಕಿ ಇಳಿಸುವಂತಹ പ്രാർത്ഥനയുടെ ശക്തിയ, ಪ್ರಾರ್ಥನೆಯ ಶಕ್ತಿಯಿಂದ, അഭിഷേകത്തോടെ, ಅಭಿಷೇಕದೊಂದಿಗೆ സ്വർഗ്ഗം പുറത്തു കൊണ്ടുവരുന്നു. ನಿನ್ನನ್ನು ಹೊರಗಡೆ ತರುತ್ತಿದ್ದಾನೆ. ജീസസ്. നീ കാലുകുത്തുമ്പോ ചില ദേശങ്ങളിലെ പൈശാചിക മണ്ഡലങ്ങൾ ഓടിപ്പോകാൻ പോവുകയാണ്. ನಿನ್ನ ಕಾಲಿಡುವಂತ ಕೆಲವು ಸ್ಥಳಗಳ ಸೈತಾನ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಓಡ್ಲಿಕ್ಕಿದೆ. അന്യാരാധനകൾ ഓടി മറയാൻ പോവാ. ಅನ್ಯಾರಾಧನ ಶಕ್ತಿ ಓಡ್ಲಿಕ್ಕಾಗಿದೆ. നിന്റെ പ്രായം ദൈവത്തിന് വിഷയമല്ല. ನಿನ್ನ ಪ್ರಾಯ ದೇವರಿಗೆ ವಿಷಯವಲ್ಲ. ഏൽപ്പിച്ചു കൊടുക്കാൻ ആത്മാവ് പറയുന്നു. ಒಪ್ಪಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಪರಿಶುದ್ಧಾತ್ಮ ಹೇಳ್ತಿದ್ದಾನೆ. ശക്തമായി ഉപയോഗിക്കപ്പെടുത്താൻ പോവുക. ದೇವರು ನಿನ್ನನ್ನು ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುತ್ತಾನೆ. പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ನಿನ್ನನ್ನು ಪ್ರಯೋಜನಪಡಿಸುತ್ತಾನೆ. പ്രാർത്ഥിച്ചോ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. പിതാവേ അഭിഷേകം ചെയ്യുന്നു. ದೇವರೇ ಅವನನ್ನು ಅಭಿಷೇಕ ಮಾಡ್ತಾ ಇದ್ದಾನೆ. അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ಅಭಿಷೇಕವನ್ನು ಕಲ್ಪಿಸಿದ್ದಾರೆ. മകന്റെ മേലെ ഇറങ്ങി വരട്ടെ. ಆ ಶಕ್ತಿ ಮಗನ ಮೇಲೆ ಇಳಿದು ಬರಲಿ. Rakaba katalaba tarabalaba hudaba katalaba tarabalaba hudaba la tarabalaba rukaba la tarabala tala. Jesus. Oh, shabala katalaba hudaba la tarabalaba. ദൈവം ഈ തലമുറയെ ശക്തമായി ഉപയോഗിക്കേണ്ടവർ. ದೇವರು ಈ ಕಾಲದಲ್ಲಿ ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುವಂತವರು ഇതിനകത്ത് നിൽക്കുന്നു. ಇದರ ಒಳಗಡೆ ನಿಂತಿದ್ದಾರೆ. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവാ. ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸಲಿದ್ದಾನೆ. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോവാ. ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರಯೋಜನಪಡಿಸಲಿಕ್ಕಿದ್ದಾನೆ. ആരാ പറഞ്ഞു നിങ്ങളെ പ്രയോജനപ്പെടുത്തത്തില്ലെന്ന്? ನಿಮ್ಮನ್ನು ಪ್ರಯೋಜನಪಡಿಸಲಂತ ಯಾರು ಹೇಳಿದ್ದು? പിശാച പറഞ്ഞത്. ಸೈತಾನ ಹೇಳಿರುವಂತದ್ದು. അവൻ പോസ്റ്റ് പറയുന്നവനാ. ಆತನು ಸುಳ್ಳು ಹೇಳುವಂತವನು. യേശു പറയുന്നു. ಯೇಸು ಹೇಳುತ್ತಾನೆ, ഞാൻ നിങ്ങളെ ഉപയോഗിക്കാം. ನಾನು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವೆ. എന്റെ ആയുധമാക്കി മാറ്റാം. ನನ್ನ ಆಯುಧವಾಗಿ ಮಾರ್ಪಡಿಸುವೆನು. വേദിവണ്ടിയാക്കി അവൻ മാറ്റാം. ಆತನ ಗಾಡಿಗಳನ್ನಾಗಿ ನಿಮ್ಮನ್ನು ಮಾಡುತ್ತಾನೆ. അഭിഷേകം, ಆ ರೀತಿಯಾದ ಅಭಿಷೇಕ ഇന്ന് പകൽ ഈ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ, ಇವತ್ತು ಹಗಲೇ ನಿಮ್ಮ ಮೇಲೆ സ്വർഗ്ഗം കൈമാറുന്നു. ಪರಲೋಕ ಕೈ ಕೊಡುತ್ತಾ ಇದೆ. Jesus. Hallelujah. Hallelujah. Hallelujah.
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം. പരിശുദ്ധാത്മനെ പಡೆದುಕೊಳ್ಳി. തലമുറകളെല്ലാം പ്രാപിച്ചോണം. എല്ലാ മക്കളതിനെ പಡೆದುಕೊಳ್ಳി. എല്ലാ തലമുറകളും പ്രാപിച്ചോണം. എല്ലാ മക്കളതിനെ പಡೆದುಕೊಳ್ಳി. കണ്ണുകളെ അടച്ച് എല്ലാ മക്കളും കണ്ണുಗಳು ಮುಚ್ಚಿ തുറന്നു ಬಾಯಿ ತೆರೆದು ಸ್ತೋತ್രം പറഞ്ഞ് ಸ್ತೋತ್ರಗಳನ್ನು ಹೇಳಿ പറഞ്ഞ് ರಕ್ತಂಜಯ ಹೇಳಿ വായ തുറന്ന് ശുദ്ധി. ಸುಧಾರಾಮ ಚಿದ ಬಾಬಾ ರಾಮ ಶಕಮಾನ Tura Baba Rika Mana Tira Barada Waida Barada Rika Baba Riga Mana Yesu Binana Ba 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 Roko to Roko to Roko Roko to Roko to Roko to Roko to Roko to Roko to Chudiri bala 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 shaida പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മನ ಅಭಿಷೇಕ നാവിന്മേൽ ನಿಮ್ಮ ನಾಲಿಗೆ ಮೇಲೆ ಇಳಿದು ಬರುತ್ತಿದೆ 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 ಇಳಿದು ಬರ್ತಾ ಇದೆ ಆತನ ಸಂತತಿಗಳ ಮೇಲೆ ಇಳಿದು ಬರ್ತಾನೆ ಎಲ್ಲ ಜನಗಳ ಮೇಲೆ ಎಲ್ಲ ಜನಗಳ ಮೇಲೆ ದೇವರ ಆತ್ಮನು ದೇವರ ಆತ್ಮನು ದೇವರ ಅಭಿಷೇಕ അന്ത്യകാലത്ത് പ്രവചിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ കടയ കാലದಲ್ಲಿ പ്രവാദന ಮಾಡೋ ಪ್ರವಾದಿಗಳು ಎದ್ದು ಬರಲಿ എഴുന്നേറ്റ് വരട്ടെ ಎದ್ದು ಬರಲಿ അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് വരട്ടെ പ്രവാദികൾ എದ್ದು ಬರಲಿ ഇവനെ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ തുറന്നു വരുന്നു തുറന്നു വരുന്നു തുറന്നു വരുന്നു ബുദ്ധിമണ്ഡലങ്ങൾ തുറന്നു വരുന്നു തുറന്നു വരുന്നു ബുദ്ധിമണ്ഡലങ്ങൾ അവന്റെ അഭിഷേകം അത് വ്യാപരിക്കുന്നു അഭിഷേകം അത് വ്യാപരിക്കുന്നു ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ ഈ സന്തതികളിൽ പ്രവാദികളെത്തു ബരലേ എഴുന്നേൽക്കട്ടെ പ്രവാദികളെത്തു ബരലേ ഇവർ പ്രവചനമുള്ളവരായി ಇವನ ಪ್ರವಾದನವರಾಗಿ ಪ್ರವಾದಿಗಳಾಗಿ പ്രവാചകന്റെ അഭിഷേകം പ്രവാദന അഭിഷേക ഒരു പ്രവാചകൻ ಒಂದು ಪ್ರವಾದಿ ഇവനിൽ ഒളിഞ്ഞു കിടക്കുന്നത് ಇವನ ಒಳಗಡೆ ಮರೆಯಾಗಿರುವಂತದ್ದು ಅದು പുറത്തു വരട്ടെ ಅದು ಹೊರಗಡೆ ಬರಲೇ പുറത്തു വരട്ടെ ಹೊರಗಡೆ ಬರಲೇ ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ ಆ ಶಕ್ತಿ ವ್ಯಾಪರಿಸಲೇ Jesus. Shabalaba tarabalaba turabalaba waidabalaba tarabalaba tarabalaba shadaragamana diyadana gadaga thuramana. Thank you Holy Jesus. Spirit. Thank you Holy Spirit. Amen. വായ തുറന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കരകളെല്ലാം മേലക്കെത്തി ಹಿಡಿದು എല്ലാവരും പ്രാർത്ഥിച്ച് ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ എന്നെ നിറയ്ക്കണമേ ನನ್ನನ್ನು ತುಂಬಿಸು ದೇವರೇ Holy Spirit ಪರಿಶುದ್ಧಾತ್ಮನೇ എന്നെ നിറയ്ക്കണമേ ನನ್ನನ್ನು ತುಂಬಿಸು എന്നെ നിറയ്ക്കണമേ ನನ್ನನ್ನು ತುಂಬಿಸು എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ಎಲ್ಲರೂ ಒಮ್ಮೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ കരങ്ങളെ Holy Spirit ഇപ്പോൾ തൊടും ನಿಮ್ಮ ಕರಗಳನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ എത്രത്തോളം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം അത്രത്തോളം ನಿಮಗೆ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನಿಮ್ಮ ಕೈಗಳು ಮೇಲಕ್ಕೆ ತಿಡಿಲಿಕ್ಕಾಗುತ್ತೋ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಸ್ವರ್ಗത്തേക്ക് നോക്കേ ಪರಲೋಕದ ಕಡೆಗೆ ನಿಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಎತ್ತಿ ഒന്ന് പ്രാർത്ഥിച്ചേ ಒಂದು ಸಾರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ എന്നെ ഒന്ന് തൊടണമേ ನನ್ನನ್ನೊಂದು ಸಾರಿ ಮುಟ್ಟಪ್ಪ എന്നെ ഒന്ന് നിറയ്ക്കണമേ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ ನನ್ನನ್ನೊಂದು ಸಾರಿ ಅಭಿಷೇಕ ಮಾಡು എനിക്ക് ഒത്തിരി ഇഷ്ടമാ ನನಗೆ ತುಂಬಾ ಇಷ್ಟ അവിടുത്തെ വേല എനിക്ക് ഇഷ്ടമാ ನಿನ್ನ ಸೇವೆ ನನಗೆ ತುಂಬಾ ಇಷ್ಟ അവിടുത്തെ അഭിഷേകം എനിക്ക് ഇഷ്ടമാ ನಿನ್ನ ಅಭಿಷೇಕ ನಮಗೆ ಇಷ್ಟ ಸ್ವಾಮಿ എനിക്ക് അവിടുത്തെ ആത്മാവിനെ ഇഷ്ടമാ ನನಗೆ ನಿಮ್ಮ ಅಭಿಷೇಕ ಇಷ್ಟ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ ನನ್ನನ್ನೊಮ್ಮೆ ಅಭಿಷೇಕ ಮಾಡು ಕರ್ತನೇ കരങ്ങളെ ഇപ്പോ തൊടുന്നു ನಿಮ್ಮ ಕರಗಳನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ കരങ്ങളെ ദൈവാത്മാവ് തൊടുന്നു ಕೆಲವು ಕರಗಳನ್ನು ದೇವರ ಆತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ ഹോളി സ്പിരിറ്റ് തൊടുന്നു ದೇವರ ಆತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ ആ സാൻഡി തൊടത്തില്ല
പാസ്റ്റർ ആന്റണി മുട്ടല്ല, നോ തൊടത്തില്ല, ಮುಟ್ಟಲ್ಲ. പക്ഷെ നിങ്ങൾ തൊടുന്ന ഒരു സാന്നിധ്യത്തെ ഞാൻ കാണുന്നു. ಆದ್ರೆ ನಿಮ್ಮನ್ನು ದೇವರು ಮುಟ್ಟುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೀನಿ. സിസ്റ്റർ നിന്നെ തൊടുന്ന ഒരു സാന്നിധ്യം, ಸಹೋದರಿಯ ನಿನ್ನನ್ನು ಮುಟ್ಟುವಂತ ಸಾನ್ನಿಧ್ಯ, നിന്നെ തൊടുന്ന ഒരു സാന്നിധ്യം, ಮಗಳೇ ನಿನ್ನನ್ನು ಮುಟ್ಟುವಂತ ಸಾನ್ನಿಧ್ಯ, ഓ പിതാവേ നിന്നെ തൊടുന്ന ഒരു സാന്നിധ്യം, ತಂದೆಯೇ ನಿನ್ನ ಮುಟ್ಟುವ ಸಾನ್ನಿಧ್ಯ, ആ യേശു നിന്നെ തൊടുന്നു, ಆ ಯೇಸು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. power, ಶಕ್ತಿ. touch Holy Spirit. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കരಗಳನ್ನು മേലಕ್ಕೆ ಎತ್ತಿಡಿರಿ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇರಿ, ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇರಿ. ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ಆ ಶಕ್ತಿ ನಿಮ್ಮಲ್ಲಿ ಇಳಿತಾ ಇರುತ್ತೆ. വായ തുറന്നു, ಬಾಯಿ ತೆರೀರಿ, ಬಾಯಿ ತೆರೀರಿ. ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഈ നിമിഷം കരയണമോ കരയുക. ಈ ನಿಮಿಷ ನೀವು ಅಳಬೇಕಂತ ಅನಿಸ್ತಾ ಇದೆ, ಅಳಿರಿ. വായ തുറന്ന് ദൈവത്തോട് ചോദിക്കണം, ಬಾಯಿ ತೆರೆದು ಕೇಳ್ಬೇಕಾ ಕೇಳಿ. എന്നെ നിറയ്ക്കണമേ, ನನ್ನನ್ನು ತುಂಬಿಸು ಯೇಸು. ഇതെന്റെ നിമിഷമാക്കി മാറ്റണമേ ಕರ್ತನೇ ನನ್ನನ್ನು ಅಭಿಷೇಕ ತುಂಬಿಸು. Touch Holy Spirit, touch Holy Spirit, touch ರಮನಶ್ಯ ದುರಗಮನ touch Holy ಅಂದರಾದಿಯಾದಗಮನಶ್ಯಾದ ರಮನದೀಬಮನವ ಇಕರದ ರಮನಶ್ಯದರದ ನಗಡಗಸ್. power, 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 touching, 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 Holy Spirit, touching, touching, Holy Spirit, touching, touching, Holy Spirit, touching, touching. Shoba halka bahalko sora bahalka bataraba ruka bakata la bashaka batara basia hora bahata la basika batala ba. Jesus, hallelujah. പിതാവേ ജനത്തെ തൊട്ടാട്ടെ, ದೇವರೇ ജനത്തെ തൊട്ടാട്ടെ, ಈ ಮಕ್ಕಳನ್ನು ಮುಟ್ಟಿಸು. പിതാവേ ജനത്തെ ಈ തൊട്ടാട്ടെ, ಜನಗಳನ್ನು ಮುಟ್ಟು ಕರ್ತನೇ. പുത്രനായി ನಿನ್ನ ಮಗನಾಗಿ വിലയ്ക്ക് വാങ്ങിയതാകയാ, ಕರ್ತನೇ ನೀನು ಅವರನ್ನು ಬೆಲೆಗೆ ತೆಗೆದು ಕ್ರಯಕ್ಕೆ ತೆಗೆದುಕೊಂಡು വിലയ്ക്ക് വാങ്ങിയതാകയാ, ಈ ಜನವನ್ನು ಕ್ರಯಕ್ಕೆ ತೆಗೆದುಕೊಂಡು അവിടുത്തെ ആത്മാവിനെ ನಿನ್ನ ಆತ್ಮನನ್ನು ചോദിക്കുന്നവർക്ക് വേണ്ടുവോളം കൊടുക്കുന്ന, ಕೇಳುವಂತವರಿಗೆ ಕರ್ತನೆ ಮಿತಿ ಮೀರಿ ಕೊಡುವಂತ, വേണ്ടുവോളം കൊടുക്കുന്ന ಬೇಕಾದಷ್ಟು ಕೊಡುವಂತಹ അവിടുത്തെ ആത്മശക്തിയെ ಅಲ್ಲಿನ ಆತ್ಮನ ಶಕ್ತಿಯನ್ನು ജനത്തിന്റെ മേൽ പകരട്ടെ, ಈ ಜನಗಳ ಮೇಲೆ ಸುರಿಸೋ. പകരട്ടെ, ಅದು ಸುರಿಯಲ್ಪಡಲೇ, പകരട്ടെ, ಸುರಿಯಲ್ಪಡಲೇ. ഇവർ പുറപ്പെടട്ടെ, ಇವರಿಂದ ಹೊರಡಲೇ. ആത്മശക്തിയോടെ, ಆತ್ಮನ ಶಕ್ತಿಯೊಂದಿಗೆ ഇവർ ഉപയോഗിക്കപ്പെടട്ടെ, ಇವರು ಉಪಯೋಗಿಸಲ್ಪಡಲೇ. ജനത്തെ ഉപയോഗിക്കണമേ, ಜನಗಳನ್ನು ಉಪಯೋಗಿಸು. അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ಅಭಿಷೇಕಿಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾವೆ, അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ಅಭಿಷೇಕಿಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾವೆ, അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ಅಭಿಷೇಕ ಮಾಡಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾವೆ. യേശുവിൻ നാമത്തിൽ തന്നെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കരങ്ങളെ ഉയർത്തി ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ സ്തുതിച്ചേ, ಎಲ್ಲರೂ ಸ್ತೋತ್ರ ಹೇಳಿದವರಿಗೆ സ്തുതിച്ചേ. ಆಮೆನ್. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തേ, ನಿಮ್ಮ ಪಕ್ಕದಲ್ಲಿರುವಂತವರಿಗೆ ಕೈಗಳನ್ನು ಕೊಡ್ರಿ. യേശുവിനോട് ചോദിച്ചാൽ ಯೇಸುವಲ್ಲಿ ಕೇಳಿದ್ರೆ എത്ര അധികമായി തരുമെന്ന് പറ, ಎಷ್ಟು ಅಧಿಕ ವರವನ್ನು ಕೊಡುತ್ತಾನೆ, ഒത്തിരി അധികമായി തരുമെന്ന് പറ, ಅಧಿಕವಾದ ವರವನ್ನು ಕೊಡುತ್ತಾನೆ. ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറ, ಆ ವ್ಯಕ್ತಿ ಮುಖವನ್ನು ನೋಡಿ ಹೇಳಿ, ചോദിക്കുവാണെങ്കിൽ ಯೇಸು ಸ್ವಾಮಿಯಲ್ಲಿ ಕೇಳಿದರೆ ദൈവത്തോട് ചോദിക്കണം, ಕೇಳುದಾದ್ರೆ ದೇವರಲ್ಲೇ ಕೇಳಬೇಕು, അവൻ അധികമായി തരും. ಆತನ ಅಧಿಕವಾಗಿ ಕೊಡುತ್ತಾನೆ. God bless you, God bless you. ಥ್ಯಾಂಕ್ ಯು. ಆಮೆನ್.